ായിട്ട് ബന്ധപ്പെട്ട് പല ലെയറുകളായിട്ട് ദളിതരുടെ വിമർശനങ്ങൾ, ആദിവാസികളുടെ വിമർശനങ്ങൾ, പ്രശ്നങ്ങൾ, കേരള ഹിസ്റ്ററിയെ കുറിച്ചിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ആംഗിളുകൾ നമ്മൾ ടോക്കിൽ കണ്ടു കഴിഞ്ഞു. ഇന്ന് നമ്മൾ നടത്തുന്നത് സ്ലേവറിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ടോക്ക് സീരീസാണ്. ഞാൻ മുമ്പ് ക്ലാസ്സിൽ സൂചിപ്പിച്ചിട്ടുള്ള മാരിടൈം പാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് മുഹമ്മദ് ഗോരിയ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വർക്കുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അദ്ദേഹത്തിന് ഇപ്പോൾ ഇന്റർനാഷണൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള വലിയൊരു ഫെലോഷിപ്പ് കിട്ടിയിട്ടുണ്ട്, പ്രൈസ് കിട്ടിയിട്ടുണ്ട്. കേരളത്തിൽ തന്നെ കിട്ടുന്ന രണ്ടാമത്തെ ആളാണ്. ലോകത്തിൽ തന്നെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു മൊമെന്റും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇത്തരം ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ്സിലൂടെയാണ് നമ്മൾ ഈ സിലബസിൽ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് സ്ലേവറിയും ആയിട്ട് ബന്ധപ്പെട്ടാണ്. ഒരുപക്ഷെ കേരളത്തിൽ ഞാനൊക്കെ പരിചയപ്പെടുന്ന സ്ലേവറിയെ കുറിച്ചുള്ള കുറച്ചധികം ആർട്ടിക്കുലേഷൻസ് പ്രധാനമായിട്ടും ആദ്യകാലങ്ങളിൽ ബ്ലാക്സിന്റെ സ്ലേവറിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പഠനങ്ങളാണ് നമ്മൾ കൂടുതൽ കണ്ടത്. പോൾ ഗിൽറോയുമായി ബന്ധപ്പെട്ട് പോൾ ഗിൽറോയുടെ ചരിത്ര ബ്ലാക്ക് അറ്റ്ലാന്റിക് എന്ന സ്ട്രീമിലൂടെ എങ്ങനെയാണ് അടിമകളുടെ ചരിത്രം, കൾച്ചർ, അവരുടെ മറ്റു സംഗതികൾ രൂപപ്പെട്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള പഠനങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത് അങ്ങനെയാണ്. പിന്നീട് നമ്മൾ സനൽമോഹന്റെ പഠനത്തിലൂടെ സ്ലേവറിയെ കുറിച്ചിട്ടും വ്യത്യസ്തമായ PRDസിന്റെ ആവിർഭാവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നരേഷൻസ് വായിക്കുന്നുണ്ട്. ഇത് നമ്മൾ പിന്നീട് മിഷണറി ഡോക്യുമെന്റ്സിലൂടെ സ്ലേവ്സിന്റെ ഒരു ചരിത്രം കണ്ടെത്താനുള്ള ശ്രമവും പ്രത്യേകിച്ച് ഗവേഷകരിലേക്ക് ആ കാലഘട്ടത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഞങ്ങളൊക്കെ സ്ലേവറിയെ കുറിച്ചിട്ടും അടിമ ഉടമ ബന്ധങ്ങളെ കുറിച്ചുള്ള സംസാരങ്ങൾ മിഷണറി റൈറ്റിംഗ്സിലൂടെ പരിചയപ്പെടുന്നത്. ആ കാലഘട്ടത്തിലാണ് ഞാൻ വിനിൽ പോൾ ഓഫ് സോഷ്യൽ സയൻസിൽ ഇത്തരം പ്രോജക്റ്റുകൾ വായിക്കുകയും പരസ്പരം ഡോക്യുമെന്റ് എക്സ്ചേഞ്ച് ചെയ്യുകയും പഠനങ്ങൾ ഒക്കെ നടത്തുകയും ചെയ്യുന്നത്. വിനിൽ ആ കാലഘട്ടത്തിൽ തന്നെ സ്റ്റഡീസ് ആയിട്ട് ഇത്തരം ഡോക്യുമെന്റ്സിനെ ഫോളോ ചെയ്യുകയും ആദ്യകാലത്ത് ഏറ്റവും ആദ്യത്തെ ഡോക്യുമെന്റ് ഞാനൊക്കെ ഡ്രാഫ്റ്റൊക്കെ വായിക്കുന്നുണ്ട്. പച്ചക്കുതിരയിലാണ് ഞങ്ങൾ അയക്കുന്നത്. സോഷ്യൽ സയൻസിൽ എല്ലാവരും വായിച്ച് അയക്കുന്ന ആ ഒരു ടെക്സ്റ്റ്. അതിനുശേഷം പിന്നീട് നിരവധി ആർട്ടിക്കിളുകളും പുസ്തകങ്ങളുമായിട്ട് വിനില് എഴുത്തിന്റെ മേഖലയിൽ ശോഭിക്കുകയും പിന്നീട് ജർമ്മനിയിലടക്കം വിദേശ രാജ്യങ്ങളിൽ പേപ്പർ പ്രസന്റേഷന് പോവുകയും അടിമത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേരളത്തിലെ എണ്ണപ്പെട്ട വർക്കുകളിൽ ഒന്നായിട്ട് വിനിൽ പോളിന്റെ വർക്ക് മാറുകയും ചെയ്തു. JNUലാണ് PhD കംപ്ലീറ്റ് ചെയ്തത്. സോഷ്യൽ സയൻസിലാണ് MA MPhil കംപ്ലീറ്റ് ചെയ്തത്. പിന്നീട് നിരവധി കോൺഫറൻസുകൾ ഇന്റർനാഷണൽ ജർമ്മനിയിൽ അടക്കമുള്ള പ്രോഗ്രാമുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇന്ന് ഫാത്തിമ മദർ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യും. കേരളത്തിൽ വളരെ പോപ്പുലർ റൈറ്റിംഗ്സിലും അക്കാദമിക് റൈറ്റിംഗ്സിലും ഒരുപോലെ ഫെമിലിയർ ആയ വിനിൽ പോളിന് ഇനി മറിച്ചൊരു ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ല. ഞാൻ വിനിൽ പോളിനെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. താങ്ക് യു. ഇതിന് ക്യാമറ കുഴപ്പമില്ല? ഇല്ല, അത് ഞാൻ ഇവിടെ നിൽക്കാം, എല്ലാവരും കാണാമല്ലോ. എല്ലാവർക്കും കേൾക്കാമല്ലോ അല്ലേ? അതാ മതി. ഗുഡ് മോർണിംഗ്. നിങ്ങൾ കഴിഞ്ഞ ദിവസമൊക്കെ 2-3 ആളുകളുടെ ക്ലാസ്സുകളൊക്കെ കേട്ടു എന്നിങ്ങനെ അറിയാൻ സാധിച്ചു. കുറച്ച് നാൾ മുമ്പ് ഇവിടെ നിങ്ങളെ മുൻപ് പഠിച്ച ബാച്ചിനെയൊക്കെ കാണാനും അവരുമായി ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരിക്കൽ കൂടി ഇവിടെ ഇങ്ങനെ വരാൻ സാധിച്ചതിനും ഇങ്ങനെ ഒരു ക്ലാസ് അനുവദിച്ചു തന്നതുമായിട്ടുള്ള നിങ്ങളുടെ ടീച്ചേഴ്സിനോടുള്ള എല്ലാവരോടുള്ള നന്ദി പ്രത്യേകം പറയുന്നു. ഞാൻ ബിനോയ് ചേട്ടൻ പറഞ്ഞ പോലെ ഞാനൊരു ചരിത്ര വിദ്യാർത്ഥിയാണ്. ഹിസ്റ്ററിയിലാണ് ഡിഗ്രി MA MPhil എല്ലാം ഒക്കെ ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട എൻ്റെ ഒരു പ്രധാന ഗവേഷണ വിഷയം ഈ കേരളത്തിൻ്റെ അടിമത്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ചില കാര്യങ്ങളും പിന്നെ നമ്മൾ എന്തിനാണ് ഹിസ്റ്ററിയൊക്കെ പഠിക്കുന്നത്, എന്തിനാണ് ഇത്തരത്തിലുള്ള സാമൂഹ്യശാസ്ത്രപരമായ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്, എന്തിനാണ് അതിൻ്റെ ഒരു സമകാലിക പ്രസക്തി എന്താണ് എന്നുള്ളതൊക്കെ നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യാമെന്നാണ് കരുതുന്നത്. ഒന്ന് പോസ് ചെയ്യണം, ഒരു സെക്കൻഡ്. ഹലോ, ഏതായിരുന്നു? 26/6/87. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഡിഗ്രി ആണെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, പിന്നെ അതോ എക്കണോമിക്സോ?
എക്കണോമിക്സിലുള്ള ആളുകളാണ്. നിങ്ങളുടെ ഒരു കോമൺ പേപ്പറാണ് ഇതല്ല, കേരള വികസനം ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ എന്തായിരിക്കും നമ്മൾ ഈ ഇത്തരത്തിലുള്ള ടോപ്പിക്കുകളൊക്കെ അതിനകത്ത് പഠിക്കുന്നത്? എന്തിനായിരിക്കും കേരള വികസനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എന്താകാം? എന്തിനായിരിക്കും നമ്മൾ കേരള വികസനം എന്ന രീതിയിൽ, പ്രത്യേകിച്ച് നമ്മൾ ഈ സ്ലേവറിയെ കുറിച്ച് അല്ലെങ്കിൽ മിഷണറി മൂവ്മെന്റിനെ കുറിച്ച് പഠിക്കുന്നു, അല്ലെങ്കിൽ അൺടച്ചബിലിറ്റിയെ കുറിച്ചോ പ്രിന്റിംഗ് പ്രസ് എന്നൊക്കെ തുടങ്ങി നമ്മൾ പലതരത്തിലുള്ള ഹിസ്റ്റോറിക്കലായിട്ടുള്ള പല സംഗതികളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഉദ്ദേശം എന്താണ്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഈ 100-150 വർഷം മുമ്പ് നടന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നതുകൊണ്ട് എന്തായിരിക്കും പ്രയോജനം? അതെല്ലാം ചിന്തിച്ചിട്ടുണ്ടോ? അത് എങ്ങനെയായിരിക്കും കേരള വികസനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ആർക്കെങ്കിലും എന്തെങ്കിലും മറുപടി പറയാനുണ്ടോ? ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ ചില കാര്യങ്ങൾ പറയാം. അത് പരിപൂർണമായിട്ട് അത് തന്നെയാണ് അതിൻ്റെ ഉത്തരം, അല്ലെങ്കിൽ എന്നർത്ഥമില്ല. അതായത് നമ്മുടെ കേരളത്തിന്റെ ഒരു അവസ്ഥ അറിയാം. കേരളം പരിപൂർണമായിട്ട് വ്യത്യാസപ്പെട്ട ഒരു ജീവിത സാഹചര്യവും സാമൂഹ്യ സാമ്പത്തിക പ്രാതിനിധ്യവുമാണ് കേരളത്തിനുള്ളത്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് നമ്മൾ താരതമ്യം, ഇപ്പോൾ വികസന പഠനങ്ങളുടെയൊക്കെ ഒരു പ്രധാന രീതി എന്ന് പറഞ്ഞാൽ ഓരോ രാജ്യങ്ങളെയും തമ്മിലൊക്കെ കമ്പയർ ചെയ്യണം. നമ്മൾ ഒരു രാജ്യം എങ്ങനെയാണ് വികസിതമാകുന്നത് അവികസിതമാകുന്നത് എന്നൊക്കെ നമ്മൾ പരിശോധിക്കുന്നത് അതിന് ഓരോ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ളത്, അല്ലെങ്കിൽ സയന്റിസ്റ്റുകൾ, അല്ലെങ്കിൽ നോബൽ പ്രൈസ് കിട്ടിയ ആളുകൾ ഏറ്റവും കൂടുതലുള്ള പ്രദേശങ്ങൾ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഫാക്ടറീസ് ഉള്ളത് എന്നൊക്കെ തുടങ്ങിയ ഓരോ അതിന് നമ്മൾ ഇൻഡിക്കേറ്റർ എന്നൊക്കെ ഉള്ള രീതിയിലാണ് കണക്കാക്കുക. അപ്പോൾ നമ്മൾ കേരളത്തിന്റെ ഒരു സാഹചര്യം നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് നമ്മൾ വരുമ്പോഴത്തേനും ഇന്ത്യയിൽ ഇമാതിരി കാര്യങ്ങളെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുക. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേനും പലതരത്തിലാണ് ആളുകൾ പഠിക്കുന്നത്. ചിലത് സർവേ എന്നുള്ള രീതിയിലായിരിക്കും, ചിലത് അല്ലാത്ത കൃത്യമായ ഒരു സെൻസസ് എടുക്കുന്ന രീതിയിലുള്ള ചില നിരീക്ഷണങ്ങളും ചില അല്ലെങ്കിൽ ഡേറ്റയും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ വ്യത്യസ്തമായ ഒരു രീതിയിലാണ് നമ്മൾ മലയാളികളായിട്ടുള്ള ആളുകൾ ജീവിക്കുന്നത്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഗർഭിണികളായിട്ടുള്ള ആളുകളുടെ മരണം കണക്ക് പരിശോധിക്കുന്നു. അപ്പൊ അങ്ങനെ പരിശോധിക്കുമ്പോൾ ഏറ്റവും കുറവ് ഇന്ത്യയിലെ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളെക്കാൾ കുറവ് നമ്മുടെ നാട്ടിലാണ് ഏറ്റവും കുറവ് ഗർഭിണികൾ മരിക്കുന്നു. അല്ലെങ്കിൽ പ്രായമായിട്ടുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന പ്രദേശം പരിശോധിക്കുമ്പോൾ അവിടെയും നമ്മൾ വരുന്നു. അതല്ലെങ്കിൽ ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ള അന്വേഷണങ്ങളൊക്കെ നടക്കുന്ന ഈ മൊബൈൽ ഫോണുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കും. അപ്പൊ ഈ കൊറോണയുടെയൊക്കെ സമയത്ത് അതിനുശേഷം വരുന്ന ആ ഒരു ക്വാറന്റൈൻ ഒക്കെ ഇരുന്ന സമയങ്ങളിലൊക്കെ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നത് ഏത് സംസ്ഥാനത്തെയാണ് എന്ന് ചില സർവേ ആക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ നമ്മൾ ഏതാണ്ട് 3-ാം സ്ഥാനത്തൊക്കെയാണ് നിൽക്കുന്നത്. അതായത് മലയാളികളായിട്ടുള്ള സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോൺ. വലിയൊരു സംസ്ഥാനം എന്ന നിലയിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ കേരളമാണ് അതിൽ 3-ാം സ്ഥാനത്തൊക്കെ നിൽക്കുന്നത്. അതല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ലൈബ്രറികളുള്ള സ്ഥലങ്ങൾ നമ്മൾ നോക്കും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലൈബ്രറി ഉള്ളത് മഹാരാഷ്ട്രയിലാണ്. 8,000-ന് മുകളിൽ ലൈബ്രറികളുണ്ട്. അപ്പം 10,000-ഓളം ലൈബ്രറികളാണ് വരുന്നത്. അപ്പൊ സെക്കൻഡ് റാങ്ക് വരുന്നത് നമ്മളാണ്, കേരളമാണ് വരുന്നത്. അപ്പൊ നമ്മളെക്കാൾ വലിയ എല്ലാ രീതിയിലും വലിപ്പവും സാമ്പത്തിക ശേഷിയുമുള്ള പ്രദേശങ്ങളെക്കാൾ സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ ലൈബ്രറികളുടെ എണ്ണം നമ്മളിവിടെ കാണുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എണ്ണം പരിശോധിക്കുമ്പോൾ അതും നമ്മൾ മുൻപിൽ നിൽക്കുന്നു. ഹോസ്പിറ്റലുകളുടെ എണ്ണം പരിശോധിക്കുമ്പോൾ അവിടെയും നമ്മൾ മുൻപിൽ എന്ന് തുടങ്ങിയ ഗ്രാമീണ മേഖലകളും നഗരങ്ങളും തമ്മിലുള്ള ട്രാൻസ്പോർട്ടേഷന്റെ കാര്യം നോക്കുമ്പോഴും അവിടെയും നമുക്കറിയാം, നമുക്ക് അങ്ങനെ കുഗ്രാമങ്ങൾ എന്ന് പറയാവുന്ന പ്രദേശങ്ങളൊന്നും തന്നെ എവിടെയില്ല, കേരളത്തിലില്ല. അതേസമയം നമ്മൾ ബീഹാറിലോ UP-യിലോ എന്തിന് തമിഴ്നാട്ടിൽ പോലും നമുക്ക് പല കുഗ്രാമങ്ങളും ഒക്കെ കാണാൻ സാധിക്കും. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ രീതിയൊന്നുമില്ല. അപ്പൊ ഇത് എങ്ങനെ ഉണ്ടായി? അതായത് ഇന്ത്യയിലെ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും പരിപൂർണമായ വ്യത്യസ്തമായ ഒരു സാമൂഹ്യ സാമ്പത്തിക ജീവിത സാഹചര്യം മലയാളികളായിട്ടുള്ള ആളുകൾക്കുണ്ട് എന്നുള്ളൊരു നിരീക്ഷണം ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ ഉള്ള സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരും മറ്റു പല രാഷ്ട്രീയക്കാരായിട്ടുള്ള ആളുകളൊക്കെ മുൻപോട്ട് വെച്ച കാര്യമാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് എന്നുള്ളൊരു സങ്കല്പത്തിലേക്ക് പരിഗണിക്കുന്നത്. അതിനെയാണ്. അപ്പൊ അതിൻ്റെ അകത്ത് ചില വിമർശനങ്ങൾ വരുന്നത്, അതായത് നിങ്ങൾ ഇങ്ങനെ കണക്ക് കൂട്ടുന്നതിൻ്റെ അകത്ത് ആരൊക്കെ ഇല്ല, ദളിതരായിട്ടുള്ളവരില്ല, ആദിവാസികളായിട്ടുള്ളവരില്ല, മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളില്ല, ഇവരുടെ എല്ലാം അവസ്ഥ വളരെ പിന്നോക്കമാണ് എന്നുള്ളൊരു വിമർശനം അത് നേരിടുന്നുണ്ടെങ്കിലും നമ്മൾ കേരളത്തിന്റെ ഒരു പശ്ചാത്തലം പരിശോധിക്കും, അല്ലെങ്കിൽ ഇന്ത്യയുടെ മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ കേരളം ബാക്കി സംസ്ഥാനങ്ങളെക്കാൾ ബഹുദൂരം മുന്നിലാണ് പല രീതിയിൽ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ. അപ്പൊ അങ്ങനെ നമ്മുടെ ഒരു ജീവിത നിലവാരം എവിടെയായിട്ടാണ് കമ്പയർ ചെയ്യപ്പെടുന്നത്? ഒരു സ്കാൻഡിനേവിയൻ രാജ്യങ്ങളുമൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ യൂറോപ്പിലെ ചില രാജ്യങ്ങളുമൊക്കെ ആയിട്ടാണ് നമുക്ക് താരതമ്യം ചെയ്യാൻ സാധിക്കും. നമ്മുടെ ജീവിത നിലവാരം എന്ന് വെച്ചാൽ നമ്മൾ സാമ്പത്തികപരമായി വളർന്നെന്നല്ല, നമ്മുടെ മരണനിരക്കും ജനനനിരക്കും കുട്ടികളുടെ എണ്ണവും വിദ്യാഭ്യാസവും ലിറ്ററസി റേറ്റും എന്നൊക്കെ തുടങ്ങിയ അമ്മാതിരി കാര്യങ്ങളെല്ലാം വളരെ വ്യത്യാസമായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അന്നേരം
ഇവിടുത്തെ ഒരു പ്രധാന ചോദ്യമായിട്ട് വരുന്നത് ഇങ്ങനത്തെ ഒരു സാമൂഹ്യ സാഹചര്യം കേരളത്തിൽ അല്ലെങ്കിൽ മലയാളികൾക്ക് ഉണ്ടായതിന്റെ കാരണം എന്ത് എന്നുള്ളതാണ് പ്രധാന ചോദ്യം. നമ്മൾ ഈ ഗവേഷണം നടത്തുകയും പഠനങ്ങളൊക്കെ നടത്തുകയും ചെയ്യുന്ന ആളുകളൊക്കെ എന്തെങ്കിലും ഒരു ചോദ്യത്തിന് പുറകെ പോകണം. അപ്പൊ ഗവേഷണം എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? ഒരു ചോദ്യം ചോദിക്കുക. നമ്മൾ പഠിക്കുന്നത് പ്രധാനമായിട്ട് എന്തിനാണ്? നല്ലൊരു ചോദ്യം ചോദിക്കാൻ വേണ്ടിയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും പല രീതിയിലുള്ള കൊളോണിയലിസത്തിന്റെയും അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെയും മിഷണറി പ്രസ്ഥാനത്തിന്റെയും എന്ന് തുടങ്ങി വലിയ ഫാക്ടറികളും വലിയ സമ്പന്നന്മാരും എല്ലാം ഒക്കെ ഉണ്ടെങ്കിലും എങ്ങനെയായിരിക്കും കേരളത്തിന് ഇങ്ങനത്തെ ഒരു പ്രത്യേക ഒരു ജീവിതക്രമം വന്നത് എന്നുള്ളതാണ് പ്രധാന ചോദ്യം. അപ്പൊ ഇത് അന്വേഷിച്ചാണ് ആളുകൾ പ്രധാനമായിട്ടും പോകുന്നത്. ഒരു വിഭാഗം ആളുകൾ, എല്ലാവരും പോകണമെന്നല്ല, അതായത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും പരിപൂർണമായി വ്യത്യസ്തപ്പെട്ട ഒരു ജീവിത സാഹചര്യം എങ്ങനെ മലയാളികൾക്ക് വന്നു ചേർന്നു, ഇതാണ് ഒരു പ്രധാന ചോദ്യമായി വരും. അപ്പൊ ഇതിനെ അന്വേഷിച്ചാണ് റോബിൻ ജെഫ്രിയുടെ ഒക്കെ വർക്കുകളൊക്കെ പിന്നീട് വരുന്നതും, അല്ലെങ്കിൽ കോജി കവാഷിമ എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ ഡിക്കുയിമ എന്നൊക്കെ പറയാം, അങ്ങനെ കുറെ അധികം ആളുകൾ കേരളത്തിന്റെ ഒരു മിഷണറി മൂവ്മെന്റിനെയും മെഡിക്കൽ ഹിസ്റ്ററിയെ കുറിച്ചും ഒക്കെ പഠിക്കാനൊക്കെ ശ്രമിച്ചിരിക്കണം. അവരെല്ലാം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നു. അപ്പൊ വേറെ ചില ആളുകൾ നോക്കുന്ന അങ്ങനെയല്ല, ഇതൊരു ഗ്ലോബൽ കോണ്ടക്സ്റ്റിൽ, അതായത് കൊളോണിയലിസം എന്ന് പറയുന്ന വലിയൊരു ഫ്രെയിംവർക്ക് എൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ആഫ്രിക്കയിലും ഏഷ്യയുടെ പല പ്രദേശങ്ങളിലും ലാറ്റിൻ അമേരിക്കയിലും ഒക്കെ പ്രദേശങ്ങൾ എങ്ങനെയാണ് യൂറോപ്പിൽ നിന്ന് എത്തിയ രാജ്യങ്ങൾ ആ പ്രദേശങ്ങളെ എങ്ങനെ മാറ്റി തീർത്തു എന്ന് അന്വേഷിക്കുന്നു. അപ്പൊ അതിന്റെ ഭാഗം എന്ന നിലയിൽ തന്നെ എന്താണ്, ഇന്ത്യക്കും അതുപോലെ തന്നെ ഒരു ഹിസ്റ്ററി ഉണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയുടെ ചരിത്രവും എങ്ങനെയാണ് മാറിയത്, ബ്രിട്ടീഷുകാരുടെയും അല്ലെങ്കിൽ ഫ്രഞ്ചുകാരുടെയും പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഒക്കെ വന്ന സാഹചര്യത്തിൽ എങ്ങനെ മലയാളികളുടെയും ഇന്ത്യക്കാരുടെയും ഒക്കെ ജീവിതം മാറി മറിഞ്ഞു എന്ന് അന്വേഷിക്കുന്ന വേറെ ചില ആളുകൾ. അപ്പൊ ഇത്തരത്തിലുള്ള അന്വേഷണങ്ങളുടെ ഒരു പ്രധാന പോയിന്റ് എന്ന നിലയിലാണ് നമ്മൾ ഈ സ്ലേവറിയെ കുറിച്ചുമൊക്കെ നമ്മൾ കാണുന്നത്. ഈ സ്ലേവറി എന്ന് പറയുന്ന സങ്കല്പം എങ്ങനെയാണ്, അപ്പൊ ഇതൊരു ഗ്ലോബൽ ഫിനോമിനയുടെ ഭാഗമാണ്. നമുക്കറിയാം ലാറ്റിൻ അമേരിക്കയിലുണ്ട്, ആഫ്രിക്കയുടെ പല പ്രദേശങ്ങളുണ്ട്, US-ന്റെ പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും, ഏഷ്യയുടെ പല പ്രദേശങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ഡിസ്കഷനുണ്ട്. അപ്പൊ എന്ന് തുടങ്ങി കൊളോണിയലിസവുമായി ബന്ധപ്പെട്ട് വരുന്നത് ഇതൊരു ഗ്ലോബൽ ഹിസ്റ്ററി എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു ആലോചനയുടെ ഭാഗം എന്ന നിലയിൽ കൂടെയാണ് എന്ത് പഠിക്കുന്നത്, സ്ലേവറി എന്ന് പറഞ്ഞ വിഷയത്തെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. ഒന്ന് ഞാൻ പറഞ്ഞത്, നമ്മൾ കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു വലിയ ഒരു സംജ്ഞയുടെ ഭാഗം എന്ന നിലയിൽ നമ്മൾ കേരളത്തിന്റെ ഒരു പരിവർത്തനത്തെ കുറിച്ച് അന്വേഷിക്കുന്ന നിമിഷങ്ങളിൽ നമ്മൾ സ്ലേവറിയെയും അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിനെയും അൺടച്ചബിലിറ്റിനെയും ഹെൽത്തിനെയും എല്ലാം നമ്മൾ നോക്കി കാണുന്ന ഒരു രീതിയുണ്ട്. രണ്ട്, ഒരു ഗ്ലോബൽ ഹിസ്റ്ററിയുടെ അല്ലെങ്കിൽ കൊളോണിയലിസത്തിന്റെ അല്ലെങ്കിൽ ഒരു എക്കണോമിക് ഹിസ്റ്ററിയുടെയും എക്കണോമിക് ട്രാൻസാക്ഷന്റെയൊക്കെ ഭാഗം എന്ന നിലയിൽ എങ്ങനെയാണ് കേരളവും മാറി തീർന്നത് എന്ന് അന്വേഷിക്കുന്ന വേറൊരു വിഭാഗം ആളുകളും വരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു പ്രധാന, അതായത് നമ്മൾ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ എപ്പോഴും എന്തായിരിക്കും, ആളുകൾ എഴുതി വെക്കുന്ന ഒരു കാര്യമാണല്ലോ ഹിസ്റ്ററി. അതല്ലാതെ നമ്മൾ എവിടുന്നേലും കിട്ടുന്നതോ അല്ലെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതായിട്ടുള്ള കാര്യമോ അല്ലെങ്കിൽ ഒരിക്കലും മാറ്റമില്ലാതെ നിൽക്കുന്ന ഒരു കാര്യമല്ല ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഹിസ്റ്ററി എപ്പോഴും എന്തായിരിക്കും, ആളുകൾ എഴുതുന്നതാണ്. ഇപ്പൊ നിങ്ങൾക്ക് തന്നെയാളും അതുകൊണ്ട് എന്തായിരിക്കും, ആളുകൾ അല്ലെങ്കിൽ വ്യക്തികൾ ഇത് എഴുതുന്നതായതുകൊണ്ട് എന്തായിരിക്കും, അതിനകത്ത് എപ്പോഴും ഒരു സെലക്ഷൻ ഉണ്ടായിരിക്കും, ബയാസ്ഡ് ആയിരിക്കും, ഒരു പ്രത്യേക രീതിയിലായിരിക്കും ആളുകൾ പറയുന്നത്. നമുക്ക് എല്ലാവർക്കും എല്ലാ സംഗതിയെക്കുറിച്ച് എഴുതാൻ പറ്റുമോ? അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഹിസ്റ്ററി പഠിക്കുന്ന സ്റ്റുഡൻസിന്റെ ഒരു പ്രധാന ഒരു ടോപ്പിക് തന്നെയാണ് പാസ്റ്റും ഹിസ്റ്ററിയും തമ്മിലുള്ള വ്യത്യാസം. പാസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, കഴിഞ്ഞു പോയതെല്ലാം പാസ്റ്റിനകത്ത് വരുന്നതാണ്, അതിൻ്റെ അകത്ത് യാതൊന്നുമില്ല. ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ എന്തിനാണ്, പാസ്റ്റിനെ കുറിച്ചുള്ളൊരു പഠനം നടത്തുന്ന. ഇപ്പൊ അല്ലെങ്കിൽ ഉദാഹരണം പറഞ്ഞാൽ, ഹിസ്റ്ററിയെ കുറിച്ച് ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ ഈ യൂണിവേഴ്സിറ്റിയിൽ വന്നു, നിങ്ങൾ ജൂലൈ 1 ഇവിടെ ജോയിൻ ചെയ്യുന്നു. ജൂലൈ 1 മുതൽ ഇന്ന് വരെയുള്ള ഒരു ഹിസ്റ്ററി നിങ്ങളോട് എഴുതാൻ പറയും. നിങ്ങൾക്ക് എല്ലാ ദിവസത്തെ കുറിച്ച് നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ? ആർക്കെങ്കിലും എഴുതാൻ പറ്റുമോ? നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു, എന്തൊക്കെ കണ്ടു, എന്തൊക്കെ ക്ലാസ് കേട്ടു, എന്തൊക്കെ ക്ലാസ്സിൽ നിന്ന് എന്തൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടിയത് എന്നൊക്കെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും എഴുതാൻ പറ്റുമോ? ഒരിക്കലും നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല, ആർക്കും എഴുതാൻ പറ്റത്തില്ല. അത് ഏത് കോളേജിലോ അല്ലെങ്കിൽ ഏത് സ്ഥാപനത്തിലോ പഠിക്കുന്ന ആൾക്കും അങ്ങനെ എഴുതാൻ പറ്റില്ല. അതേസമയം നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. നിങ്ങൾക്ക് ഒരു പക്ഷേ ഏതെങ്കിലും ഒരു ക്ലാസ്സിനെ കുറിച്ച് നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നിയതിനെ കുറിച്ച് എഴുതാം. അതല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ പുതിയ സൗഹൃദങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചതിനെ കുറിച്ച് എഴുതാം. അതല്ലെങ്കിൽ നിങ്ങൾ ആദ്യമായി ഒരു ലൈബ്രറിയിൽ കയറിയതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർമ്മിച്ച് എഴുതാൻ പറ്റും. അതല്ലെങ്കിൽ ആദ്യ ക്ലാസ്സിലെ ദിവസങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ മറക്കാത്ത ദിവസങ്ങളായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പുതിയ ഒരു അന്തരീക്ഷത്തിലേക്ക് വന്നു, ഇവിടെ PhD-യും MPhil-ഉം ഒക്കെ ചെയ്യുന്ന ആളുകളെ കണ്ട് അവരുടെ ചില കൂട്ടായ്മകളും അവരുടെ ചില ഡിസ്കഷനും ഒക്കെ കണ്ടത് നിങ്ങളുടെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തിരിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ, ചില പോയിന്റുകൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും. അപ്പൊ അതിനെ നിങ്ങൾ വളരെ കൃത്യമായിട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെയാണ് ഹിസ്റ്ററി. കാലത്തിൽ ഇങ്ങനെ കുറെ സംഭവങ്ങൾ ഇങ്ങനെ നടന്നിരിക്കുകയാണ്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ ചില കാര്യങ്ങൾ പെറുക്കിയെടുത്തോണ്ട് വരിക. അപ്പൊ നമ്മൾ പെറുക്കി എടുക്കുന്നത് എന്ത് എന്നുള്ളതാണ് പ്രധാന ചോദ്യം. ഇപ്പം അതിനെക്കുറിച്ചാണ് നമ്മൾ ഹിസ്റ്ററിയിൽ പ്രധാനമായിട്ടും പഠിക്കുന്നത്. നമ്മൾ
ലോകം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കാലം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കാലത്തിൽ നിന്ന് നിങ്ങൾ പുറകോട്ട് നോക്കിയിട്ട് എന്തൊക്കെയാണ് കാണുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. ആ കാണുന്ന കാഴ്ചകൾ നമ്മൾ പൊതു ആളുകളുടെ ഇടയിലേക്ക് നമ്മൾ അവതരിപ്പിക്കും. അപ്പം അങ്ങനെ ഇതിനെ ഹിസ്റ്ററിയെ പല രീതിയിൽ കാണണം എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് തന്നെ പഠിക്കാണ്ടായിരിക്കും. ഇപ്പം ഒരു ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഹിസ്റ്ററി പറയേണ്ടത്, പഠിക്കേണ്ടത് എന്നൊക്കെ ചില ആളുകൾ സിദ്ധാന്തങ്ങളൊക്കെ പറയാം. അത് നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ ഹിസ്റ്ററിയിൽ പഠിക്കുന്നതാണ്. ഇപ്പം ഒരു ഉദാഹരണം, ഇപ്പൊ തോമസ് കാർലെ എന്ന് പറഞ്ഞൊരു ഒരാളെ കുറിച്ച് നിങ്ങൾ കേൾക്കണം. അപ്പം അങ്ങേര് പറഞ്ഞ ഗ്രേറ്റ് മാൻ തിയറി എന്ന് പറഞ്ഞൊരു തിയറി മുൻപോട്ട് വെക്കുക. അപ്പൊ അങ്ങേര് പറയുകയാണ്, നമ്മൾ ഹിസ്റ്ററി പഠിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രദേശത്തിന്റെ ഹിസ്റ്ററി എഴുതാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ ആ പ്രദേശത്തെ ഏറ്റവും മഹാന്മാരായിരിക്കുന്ന അല്ലെങ്കിൽ നേതാക്കന്മാരായിരിക്കുന്ന ആളുകളെ കുറിച്ച് മാത്രം പഠിച്ചാൽ മതി. അവരുടെ ഒരു ചരിത്രം പറയുന്നതിലൂടെ ആ പ്രദേശത്തിന്റെ ഒരു ഹിസ്റ്ററി നിങ്ങൾക്ക് കൃത്യമായി എഴുതാനും അവതരിപ്പിക്കാനും സാധിക്കുമെന്ന് ഇങ്ങനെ പറയുകയാണ്. അപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ആ പീരീഡിലല്ല എങ്കിലും നമ്മൾ ഇദ്ദേഹത്തിന്റെ സിദ്ധാന്തത്തിന്റെ ഒരു ഉദാഹരണം എന്നല്ല, നമ്മൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം പഠിക്കുകയാണെങ്കിൽ ഗാന്ധിജിയെ കുറിച്ച് പഠിച്ചാൽ മതി. വേറെ ആളുകളെ കുറിച്ച് ആരും നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. ഗാന്ധി അല്ലെങ്കിൽ നെഹ്റു എന്നൊക്കെ തുടങ്ങിയ ഏറ്റവും ടോപ്പ് ലീഡേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ ഒരു ചരിത്രം എഴുതിയാൽ ആ ഒരു സ്വാതന്ത്ര്യ സമരമായി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രധാന. അതൊരു ശരിയായ ഒരു നിലപാടാണോ? എന്നാ തോന്നുന്നു? ഒരിക്കലും. അത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ വ്യക്തമാണ്. അത് ഏറ്റവും എലീറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സമൂഹത്തിൽ ഏറ്റവും ഉയർന്ന മനുഷ്യന്മാരെ കുറിച്ച് പഠിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു വാദമാണ്. അപ്പൊ അങ്ങനെ ഇരിക്കെ തന്നെ അവിടുന്ന് തന്നെ വേറൊരു ഹിസ്റ്റോറിയൻ, ഒരു ഇ പി തോംസൺ എന്ന് പേരുള്ള ഒരു ഹിസ്റ്റോറിയൻ ഉണ്ട്. അപ്പൊ അങ്ങേര് ഒരു സിദ്ധാന്തം മുൻപോട്ട് പോകുന്നു. അങ്ങേര് പറഞ്ഞു അങ്ങനെയൊന്നുമല്ല നമ്മൾ ഹിസ്റ്ററി ഒക്കെ പഠിക്കേണ്ടത്. നമ്മൾ ഹിസ്റ്ററി എഴുതുകയാണെങ്കിൽ ഹിസ്റ്ററി ഫ്രം ബിലോ, താഴെ തട്ടിരുന്നായിരിക്കണം ഹിസ്റ്ററി പറയുന്നത്. അതായത് താഴെ തട്ടിൽ ആരായിരിക്കും വരുന്നത്? ഒരു സമൂഹത്തിന്റെ താഴെ തട്ടിൽ എന്ന് പറയുന്നത് ആർക്കായിരിക്കും വരുന്നത്? അവിടെ തൊഴിലാളികളാണ് വരുന്നത്, അല്ലെങ്കിൽ ഫാക്ടറി വർക്കേഴ്സ് ആണ്. അതായത് ലേബേഴ്സ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഓർഡിനറി പീപ്പിൾ എന്നുള്ള ഒരു സങ്കല്പമാണ് അങ്ങേര് മുൻപോട്ട് പോകുന്നത്. അപ്പൊ അവരെ കുറിച്ച് പറയുന്നിടത്താണ് അവരാണ് ഒരു സൊസൈറ്റിനെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തിനെ പിടിച്ചു നിർത്തുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബേസ് ആയിട്ട് പ്രവർത്തിക്കുന്നവരാണ്. അപ്പൊ അവരുടെ ഒരു ഹിസ്റ്ററി പറയുന്നതിലൂടെയാണ് നമ്മളൊരു പ്രദേശത്തിന്റെ ഹിസ്റ്ററി ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചാണ് നമ്മൾ പറയേണ്ടത് എന്നുള്ളൊരു കാര്യം അവര് മുൻപോട്ട് വെക്കുന്നു. ഇ പി തോംസൺ മുൻപോട്ട് വെക്കുന്നു. പിന്നീട് നമ്മൾ സബാൾട്ടൻ സ്റ്റഡീസ് എന്നൊക്കെ പറഞ്ഞത് കാണുന്നു. അങ്ങനെ പല രീതിയിൽ ആളുകൾ, അതായത് ഇത്രേ ഉള്ളൂ, നിങ്ങൾ പുറകോട്ട് കാണുന്ന കാഴ്ച എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് അത് നിങ്ങളുടെ ഒരു പ്രത്യേക വീക്ഷണത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ രാഷ്ട്രീയത്തിന്റെ, നിങ്ങളുടെ കുടുംബത്തിന്റെയും അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാവിധ അനുഭവങ്ങളുടെയും വെളിച്ചത്തിലായിരിക്കും നിങ്ങൾ പുറകോട്ട് ഓരോ അനുഭവങ്ങളെയും കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഈ കോളേജിൽ വന്നതിന്റെ അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ എടുത്തതിന്റെ ആ ഒരു പ്രോസസ്സിനെ നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾ ഈ ക്ലാസ് റൂമിൽ എല്ലാവരും ഉൾപ്പെടുത്തിയായിരിക്കത്തില്ല നിങ്ങൾ എഴുതുന്നത്. നിങ്ങൾക്ക് കുറച്ച് സെലക്ഷൻ ഉണ്ടായിരിക്കും. ആ സെലക്ഷന് നിങ്ങളുടേതായ കാരണങ്ങളുണ്ട്. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത് അനന്തമായി കിടക്കുകയാണ്, പാസ്റ്റ് പുറകോട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ആ അനന്തതയിൽ നിന്ന് നമ്മൾ പെറുക്കി എടുത്തുകൊണ്ട് വരുന്നത് അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നതിന് വളരെ കൃത്യമായ ചില കാരണങ്ങളും അതിലൂടെയാണ് നമ്മൾ ചില കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ പല രീതിയിലാണ് ഹിസ്റ്ററി പഠിക്കുന്നത്. അപ്പം ഹിസ്റ്റോറിയന്മാർ ഒരെണ്ണം തെരഞ്ഞെടുക്കുന്നതിനും കാരണമുണ്ട്, അതിനെ നിഷേധിക്കുന്നതിനും ഒരു കാരണം ഉണ്ടായിരിക്കും. അല്ല നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഇത് എന്നുള്ളത് കൊണ്ട് നമ്മൾ എടുത്തുകൊണ്ട് വരുന്നു എന്നുള്ളതല്ല നമ്മൾ പറയേണ്ടത്. അപ്പൊ എന്തായാലും ഹിസ്റ്ററിയിൽ ഒരു പ്രധാന തീം എന്ന നിലയിലാണ് നമ്മൾ സ്ലേവറി എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെ കാണുന്നത്. സ്വാഭാവികമായിട്ടും അറിയാം, ഒരാൾ അയാളുടെ അനുവാദമില്ലാതെ വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുന്നു. അതുപോലെ തന്നെ അയാൾക്ക് കൂലി ഇല്ലാതെ അദ്ദേഹം പണിയെടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ സ്ലേവറി എന്നുള്ളൊരു രീതിയിലൊക്കെ പറയുന്നത്. അപ്പൊ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ സ്ലേവറി പ്രധാനമായിട്ട് നിൽക്കുന്ന ഒരു കോണ്ടെക്സ്റ്റ് കൊളോണിയലിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. കോളനിവൽക്കരണം എന്നുള്ളൊരു പ്രക്രിയ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിലേക്ക് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. ഇപ്പൊ കേരളത്തിലേക്ക് വന്ന ആരൊക്കെയാണ് വന്നിരിക്കുന്നത്? പ്രധാനമായിട്ടും വന്ന രാജ്യങ്ങൾ ഏതൊക്കെ രാജ്യങ്ങൾ വന്നിട്ടുണ്ട് വിദേശത്ത് നിന്ന്? ഏതാ? പോർച്ചുഗീസ് ഉണ്ട്, പിന്നെ ഡച്ച് ഉണ്ട്, ഫ്രഞ്ചുകാർ വന്നിട്ടുണ്ട്, പിന്നെ ബ്രിട്ടീഷുകാരുണ്ട്, പിന്നെ കുറെ കൂടെ പുറകോട്ട് പോയാൽ ചൈനക്കാർ വന്നിട്ടുണ്ട്, അറബികൾ വന്നിട്ടുണ്ട്, ഗ്രീക്കുകാർ വന്നിട്ടുണ്ട്, ഡെൻമാർക്കിന് നമ്മുടെ ഇവിടെ കച്ചവടത്തിന് സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ കുറെ അധികം ആളുകൾ കേരളത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇവര് കേരളത്തിലേക്ക് വരുന്നതിന്റെ ഒരു പ്രധാന കാരണം എന്തായിരുന്നു? അതായത് സ്പൈസസ് തപ്പിയാണ് അവര് കേരളത്തിലേക്ക് വന്നത്. അതിന് യാതൊരു തർക്കവുമില്ല. അപ്പൊ സ്പൈസസിന്റെ ഉപയോഗം എന്നായിരിക്കും? എന്തിനായിരിക്കും സ്പൈസസ് തപ്പി അവരെല്ലാം നമ്മുടെ ഇങ്ങോട്ട് വന്നത്? സ്പൈസസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ കാര്യങ്ങൾ വരും എൻ്റെ അത്? ഏതൊക്കെ വരും സ്പൈസസിൽ? നമ്മൾ എന്നൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏതാ? കുരുമുളകുണ്ട്, പിന്നെ ഏലം വരുന്നുണ്ട്, പിന്നെ എന്നാ പറയാം, കാപ്പി തേയിലയൊക്കെ ഉണ്ടോ ഇല്ലയോ? നമ്മുടെ ഇവിടെ കാപ്പിയും തേയിലയൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ല. അത് ഏത് സമയം മുതലായിരിക്കും വരുന്നത്?
അതല്ല, ഒരു 19-ാം നൂറ്റാണ്ട് മുതലാണ് കാപ്പി തേയിലയൊക്കെ വരുന്നത്. ബ്രിട്ടീഷുകാരൊക്കെ വന്നതിന് ശേഷമാണ് കാപ്പി തേയില പോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. എന്തായാലും അതിനു മുമ്പ് പല തരത്തിലുള്ള സ്പൈസസ് എന്നുള്ള കുരുമുളക്, ഏലക്ക, ഗ്രാമ്പു, കറുവാപ്പട്ട, ഇതെല്ലാം നമ്മുടെ ഇവിടെ വ്യാപകമായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് എന്തിനായിരിക്കും അവർക്ക്? സ്പൈസസ് എന്ന് പറഞ്ഞ സാധനത്തിന് വേണ്ടിയാണ് അവർ വന്നതെന്നുള്ളത് ശരി തന്നെ, തെറ്റല്ല. എന്തിനായിരിക്കും ഇവർക്ക് സ്പൈസസ്? നമ്മൾ ഇന്ന് എന്തിനാ അത് ഉപയോഗിക്കുന്നത്? ഭക്ഷണത്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അന്ന് ഉപയോഗം എന്തായിരിക്കും? ഭക്ഷണത്തിന് തന്നെ. അങ്ങനെ ആയിരിക്കുമോ? അല്ലെങ്കിൽ എന്തിനായിരിക്കും അവർ ഈ സാധനം തപ്പി നമ്മുടെ ഇങ്ങോട്ട് വന്നത്? അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ വന്ന് എടുത്തുകൊണ്ട് പോയ ഒരു പ്രധാന വസ്തു ഈ സ്പൈസസ് ആണ്. സ്പൈസസിന്റെ അത് ഏതിനായിരിക്കും അവർ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉണ്ടായിരുന്നത്? ഏതിനായിരിക്കാം? പെപ്പറിനാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങിക്കാൻ വന്നതും വിൽക്കപ്പെട്ടതും എല്ലാം പെപ്പർ തന്നെയാണ്. അപ്പൊ അതെന്തിനായിരിക്കും? പെപ്പറിന്റെ ഒരു ഉപയോഗം എന്നായിരിക്കും? ഏതാ? ടേസ്റ്റ്? ഏതാ? വില കൂടുതൽ. വില കൂടുതലുണ്ട്. അതിന് വില കൂടുതലുള്ള കാരണം എന്നായിരിക്കും? ഭക്ഷണം സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി. അത് കൃത്യമായ ഉത്തരം. എന്തിനു ഭക്ഷണം സൂക്ഷിച്ചു വെക്കണം? അപ്പൊ പിന്നെ അവര് നമ്മുടെ നാട് കണ്ടുപിടിക്കുന്നതിന് അവിടെ ആൾക്കാരും കാണത്തില്ലല്ലോ. അത് കറക്റ്റാണ്, കറക്റ്റ് ഉത്തരവാണ് അതിന്റെ. അതെന്തിനായിരിക്കും? ഭക്ഷണം കേടുകൂടാതെ സൂക്ഷിക്കണമെങ്കിൽ അപ്പൊ ഇംഗ്ലണ്ടിലും യൂറോപ്പിന്റെ പല രാജ്യങ്ങളിലും നമ്മുടെ കേരളത്തിലേക്ക് അവർ ഒന്ന് കുരുമുളക് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് അവരപ്പോ പട്ടിണിയും അവരങ്ങനെയാണെങ്കിൽ ആരും കാണാൻ പാടില്ലല്ലോ അവിടെ. എന്തായിരിക്കും പറഞ്ഞത്? 50% മുകളിൽ ശരിയാണ്. അവിടം വരെ എത്തി. കുറെ ചെറിയൊരു കാര്യം അവിടെ ആഡ് ചെയ്താൽ മതി. അവിടെ എന്തിനായിരിക്കും? പേരിനത് ഷാൻ, ഷെഹൻ. ആർക്കെങ്കിലും അറിയാം ഉത്തരം? നമ്മൾ ഹിസ്റ്ററിയുടെ അല്ലെങ്കിൽ കേരളത്തിന്റെ ഒരു ഹിസ്റ്ററിയുടെ ഒരു ബേസ് ആയിട്ട് പറയുന്ന കാര്യമാണിത്. അതായത് കുരുമുളക് തപ്പിയാണ് നമ്മുടെ നാട്ടിലേക്ക് ആളുകൾ വന്നത്. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മനുഷ്യര് കപ്പൽ മാർഗത്തിലൂടെയാണല്ലോ അന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കപ്പലിൽ സഞ്ചരിക്കുന്ന ആളുകൾ, ഇപ്പൊ നമുക്കറിയാം ഏഷ്യയുടെ ഏതെങ്കിലും ഒരു പ്രദേശത്തേക്ക് കപ്പലിൽ കേരളത്തിൽ നിന്ന് തന്നെ പോകണമെങ്കിൽ കുറെ ദിവസങ്ങൾ വേണ്ടി വരും. ഇപ്പൊ യൂറോപ്പിൽ ഒരു സ്ഥലത്ത് നിന്ന്, ഒരു ഇംഗ്ലണ്ടിൽ നിന്ന് ഒരു കപ്പൽ കേരളത്തിലേക്ക് വരണമെങ്കിൽ എത്ര 6-7 മാസമൊക്കെയാണ് എടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ മനുഷ്യൻ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി, ഇങ്ങനെ ദീർഘ സമയം കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ എന്ത് ഭക്ഷണം കഴിക്കും എന്നുള്ളതായിരുന്നു മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പം നമുക്ക് മീൻ പിടിച്ചോ അല്ലെങ്കിൽ എന്ത് ഭക്ഷണം കൊണ്ടുപോയാലും 6-7-8 മാസം കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും അത് ചീഞ്ഞു പോകും. അപ്പൊ നമുക്ക് ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ് മനുഷ്യന്മാരൊരു കാര്യം കണ്ടുപിടിക്കുന്നു. ഇറച്ചി ഉണങ്ങിയിട്ട് അത് കുരുമുളകിന്റെ അകത്ത് സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ, കുരുമുളകിന്റെ അകത്ത് പൊതിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അത് ഒരിക്കലും കേടാകത്തില്ല. എത്ര നാൾ വേണേലും കുരുമുളക്, ഈ ഇറച്ചി കേടാകാതിരിക്കും. അപ്പൊ ആ ഒരു കാരണത്താലാണ് എന്ത് ചെയ്യുന്നത്? കുരുമുളക് തപ്പി ആളുകൾ. അപ്പൊ ഈ കുരുമുളക് കിട്ടിക്കൊണ്ടിരുന്ന ഏക സ്ഥലം ഏതാ? നമ്മുടെ ഇവിടെയാണ് കുരുമുളക് ആദ്യമായിട്ട് കിട്ടുന്നത്. ഏറ്റവും കൂടുതലായി കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇവിടെ. പിന്നീട് അത് ഇന്തോനേഷ്യ പോലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നു. അവിടെ പക്ഷെ ആ കുരുമുളകിന് വലിയ എരിവില്ല എന്നൊക്കെ ഉള്ളൊരു കാരണമൊക്കെ പറഞ്ഞുകൊണ്ട് അതിന്റെ ഒരു ഡിമാൻഡ് കുറവായിരുന്നു. നമ്മുടെ നാട്ടിൽ നിന്നാണ് കുരുമുളക് കിട്ടുന്നത്. അപ്പൊ ഈ കുരുമുളകിന്റെ അകത്ത് ഇറച്ചി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എത്ര സമയം വേണേലും യാത്ര ചെയ്യാം. അപ്പൊ ആ യാത്ര ചെയ്യുന്നുള്ളൊരു ഗുണം എന്നാ? അവർക്ക് പുതിയ പുതിയ കോളനികൾ കണ്ടെത്താം, പുതിയ സ്ഥലങ്ങളിലേക്ക് അവർക്ക് യാത്ര ചെയ്യാം. അവർക്ക് ലാറ്റിൻ അമേരിക്കയിലേക്കും അവർക്ക് എത്തിച്ചേരാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ അവർക്ക് പുതിയ പുതിയ സ്ഥലങ്ങൾ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ, നമ്മൾ ഇന്ന് വണ്ടിയിൽ യാത്ര ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമുക്ക് ഇന്ധനം വേണം. ഫ്യൂവൽ എന്നുള്ള രീതിയിൽ നമുക്ക് പല പല കാര്യങ്ങൾ, പെട്രോൾ വേണം, ഡീസൽ വേണം, അല്ലെങ്കിൽ എന്തൊക്കെയാണോ ഒരു ഇന്ധനം എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ആ സാധനങ്ങൾ ഉണ്ടെങ്കിലുള്ളൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. അന്നത്തെ കാലത്ത് യാത്ര ചെയ്യണമെങ്കിൽ എന്ത് വേണം? കുരുമുളക് വേണം. കുരുമുളക് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അവർക്ക് പുതിയ സ്ഥലങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. കാര്യം കാറ്റടിച്ച് കപ്പൽ അങ്ങനെയാണ് പോകണം. പിന്നീട് അത് സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കുന്നു? ടെക്നോളജിയും കാര്യങ്ങളൊക്കെ വർദ്ധിച്ചു വരുന്ന അല്ലെങ്കിൽ വികസിച്ച് വരുന്ന ഒരു സാഹചര്യത്തിൽ എന്താവും? കുരുമുളക് മാറുന്നു, സ്റ്റീം എഞ്ചിൻ പോലുള്ള കാര്യങ്ങൾ വരുന്ന, അല്ലെങ്കിൽ പലതരത്തിലുള്ള പുതിയ എഞ്ചിനുകളൊക്കെ വരുന്ന സാഹചര്യത്തിൽ കുരുമുളകിന്റെ ഡിമാൻഡ് പതിയെ മാറുകയും അങ്ങനെ കുരുമുളക് സ്വാഭാവികമായിട്ട് എന്തായി മാറുന്നു? ഒരു ഭക്ഷണത്തിന്റെ ഒരു പ്രധാന ടേസ്റ്റ് നൽകുന്ന ഒരു പ്രധാന വസ്തുവായിട്ട് കുരുമുളക് അങ്ങനെ മാറുകയും ചെയ്യും. അപ്പൊ എന്തായാലും ആദ്യ സമയങ്ങളിൽ ഇപ്പൊ പോർച്ചുഗീസുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ട് പ്രധാന ഉദ്ദേശം കുരുമുളകായിരുന്നു. ആ കുരുമുളക് തേടിയിട്ടാണ് ഇവർ വരുന്നത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ ഒരു മാറ്റമൊക്കെ പ്രധാനമായും നിൽക്കുന്നത്. അപ്പം കുരുമുളക് തപ്പി വന്ന ആളുകൾ, അല്ലെങ്കിൽ കുരുമുളക് കച്ചവടത്തിന് വേണ്ടി ഇവിടെ വന്ന ആളുകൾ ഇവിടുത്തെ സാമൂഹ്യ സാഹചര്യങ്ങൾ ഇടപെടുകയും ഇവിടുത്തെ ആളുകളുമായി പലതരത്തിലുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കുകയും ഇവിടുത്തെ ആളുകളെ വിൽക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രക്രിയയൊക്കെ ആരംഭിക്കുന്ന ഒരു കാഴ്ചയാണ് പിന്നെ നമ്മൾ കാണുന്നത്.
അപ്പൊ എന്തായാലും ഇന്ത്യയുടെ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ വരുമ്പോഴത്തേനും ഇന്ത്യയിലെ ഒരു സ്ലേവറി എന്ന് പറയുന്ന ഒരു സങ്കല്പം, അതായത് ഇതെല്ലാം കണക്റ്റഡ് ആണ്. അതായത് നമ്മൾ ഇത് പഠിക്കുന്ന എന്തിനാന്ന് ഞാൻ ആദ്യം പറഞ്ഞു. അതായത് ഇതിനെ നമ്മൾ പ്ലേസ് ചെയ്യണം. നമ്മൾ ഒരു കാര്യം ചുമ്മാതെ പറയുമല്ല, നമ്മളൊരു കാര്യം പറയുന്നതിന് ഒരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു കേരളത്തിന്റെ കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ചില കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ അതിന്റെ ഒന്നാമത്തെ കാരണം ഇതാണ് കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞൊരു സങ്കല്പം. അതല്ലെങ്കിൽ എന്താ പറയുക, ഗ്ലോബൽ ഹിസ്റ്ററിയുടെ ഒരു പ്രധാന അന്വേഷണ മേഖലയാണ് കൊളോണിയലിസം, ക്യാപിറ്റലിസം മുതലായ സങ്കല്പങ്ങൾ. അതെങ്ങനെയൊക്കെയാണ് പ്രചരിക്കപ്പെട്ടത്, ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്ന ഒരു മേഖലയിലാണ് നമ്മൾ ഇതിനെ രണ്ടിനെയും പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നീട് നമ്മൾ പറയുന്നത് എന്തിലേക്കാണ്, കൊളോണിയലിസത്തിലേക്ക് വരുന്നു. ആ കൊളോണിയലിസം വളരെ കൃത്യമായിട്ട് എന്താണ്, ഒരു ട്രേഡുമായി ബന്ധപ്പെട്ട് വരുന്ന, ഒരു പെപ്പറുമായി ബന്ധപ്പെട്ട ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. അങ്ങനെ ആ ഒരു വസ്തു തേടി നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോഴത്തേനും മൊത്തത്തിൽ കാര്യങ്ങൾ മാറി മറിയുന്നു. പുതിയ പുതിയ ഒരു സമ്പ്രദായങ്ങൾ സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിൽ ഇപ്പൊ സാറ് ആദ്യം സൂചിപ്പിച്ച പോലെ മുഹമ്മദ് പൂരിയുടെയൊക്കെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെയൊക്കെ വർക്കുകൾ ഈ കേരളത്തിനെ സംബന്ധിച്ച് കേരളത്തിന്റെ ഒരു പ്രധാന ഹിസ്റ്ററി വരുന്നത് മുഴുവൻ എങ്ങനെയായിരുന്നു, പരശുരാമന്റെ മിത്ത് അല്ലെങ്കിൽ ഒരു ടെമ്പിൾ സെന്റേർഡ് ആയിട്ടുള്ള ഒരു ഇക്കോണമി എന്നുള്ള രീതിക്കാണ്. അതായത് ക്ഷേത്ര കേന്ദ്രീകൃതമായ ഒരു സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥയായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതായിരുന്നു പൊതുവിലുണ്ടായിരുന്ന ഒരു സങ്കല്പം. അപ്പൊ അതിലുണ്ടാകുന്ന മാറ്റങ്ങൾ മാത്രമായിരുന്നു മലയാളികളെ മാറ്റി തീർത്തത് എന്നായിരുന്നു ഒരുമാതിരിപ്പെട്ട എല്ലാവിധ ചരിത്രകാരന്മാരും പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അതിനെ മാറ്റി തീർക്കുകയാണ് ആര്, ഈ പുതിയ ചില ചരിത്ര, യാസർ റാഫത്ത് അല്ലെങ്കിൽ ദിലീപ് മേനോന്റെ പഠനങ്ങളെ, മുഹമ്മദ് പൂരിയുടെ പഠനങ്ങളെ, ഇമാതിരി ആളുകളൊക്കെ വന്നപ്പോൾ എന്തായി, അവരൊരു വാദം മുൻപോട്ട് വെക്കുകയാണ്. കേരളത്തിന്റെ ഒരു ക്ഷേത്ര കേന്ദ്രീകൃതമായ ഒരു മാറ്റം, അല്ലെങ്കിൽ കേരളത്തിന്റെ ക്ഷേത്രങ്ങളിലൂടെയല്ല കേരളത്തിലെ മലയാളികളായിട്ടുള്ള ആളുകൾ മാറി. ഇത് സമുദ്രം ഒരു പ്രധാനപ്പെട്ട നിമിഷമാണ്. സമുദ്രത്തിലൂടെ കടന്നു വന്ന കുറേയധികം സംസ്കാരങ്ങളും കാര്യങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം ഉണ്ട്. സമുദ്രത്തിലൂടെ നമ്മൾ അങ്ങോട്ട് പോയതിന്റെ ഒരു ഹിസ്റ്ററി നമുക്ക് പറയാനുണ്ട്. അപ്പൊ ഇത്തരത്തിൽ കേരളം എന്ന് പറഞ്ഞ ഒരു ക്ലോസ്ഡ് സൊസൈറ്റിനെ, ഒരു അടഞ്ഞ സാമൂഹ്യ സാമ്പത്തിക ക്രമം ഉണ്ടായിരുന്ന ആ ഒരു പ്രദേശത്തിനെ മാറ്റി തീർക്കുന്നത് കടലാണ്. കടൽ എന്ന് പറഞ്ഞാൽ കടലിലൂടെ വന്ന ആളുകളാണ് മാറ്റി തീർത്തത് എന്നൊരു ആർഗ്യുമെന്റ് മുൻപോട്ട് വെക്കുന്നതാണ് ആരുടെ പുതിയ ചില പഠനങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ഇങ്ങനത്തെ പല രീതി, അതായത് ഹിസ്റ്ററിയുടെ ഒരു പ്രധാന രീതി ഒരാൾ ഒരു കാര്യം പറയുന്നതിനെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ആളുടെ ഒരു പ്രധാന പണി. ഇവർ രണ്ടുപേരും പറഞ്ഞ കാര്യത്തിനെ മൂന്നാമത് വരുന്ന ആൾ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ആളുടെ ഒരു ജോലി എന്ന് പറയുന്നത്. അപ്പൊ ആ ചോദ്യം ചെയ്യുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചില ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള ഒരു രീതി. അപ്പൊ എന്തായാലും സ്ലേവറി എന്ന് പറഞ്ഞൊരു ഒരു പ്രശ്നം ലോകത്ത് പല രീതിയിൽ ഉടലെടുത്തിട്ടുണ്ട്. നമ്മൾ മോഡേൺ സ്ലേവറി എന്നുള്ള രീതിയിൽ പഠിക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ മോഡേൺ സ്ലേവ് എന്നുള്ള രീതിയിലുള്ള ഇപ്പൊ UN പോലുള്ളവരുടെയൊക്കെ അന്വേഷണത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പീഡിപ്പിക്കപ്പെടുകയും ഉപദ്രവിക്കപ്പെടുകയും ഖനികളിലൊക്കെ കുട്ടികളും പെൺകുട്ടികളും ഒക്കെ പണിയെടുക്കേണ്ടി വരുന്ന ഒരു പ്രദേശം ഇന്ത്യ ആയിട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകളുടെ എണ്ണം ഇന്നും കാണുന്നത്. അപ്പൊ നമ്മൾ ഈ പറയുന്ന അത്തരത്തിലുള്ള ഒരു സ്ലേവറിയെ സംബന്ധിച്ചല്ല, കൊളോണിയലിസത്തിന്റെ പശ്ചാത്തലത്തിൽ ഉയർന്നു വന്ന ഒരു പ്രത്യേക പ്രതിഭാസത്തെ, ഒരു സാമ്പത്തിക പ്രതിഭാസത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പം അതിനെക്കുറിച്ച് ഒത്തിരി ആളുകൾ പഠിക്കുന്നുണ്ട്. പല പഠന സെന്ററുകളുണ്ട്, യൂണിവേഴ്സിറ്റികളുടെ പല ഇതുമായി ബന്ധപ്പെട്ട് മാത്രമായ അന്വേഷണങ്ങൾ നടന്ന ചില യൂണിവേഴ്സിറ്റികളുണ്ട്. ജർമ്മനിയിലും ഇംഗ്ലണ്ടിന്റെ പല ഭാഗങ്ങളിലും അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലെല്ലാം ഇത് ഒരു പ്രധാന, അമേരിക്കയിലും ഒക്കെ സ്ലേവറിയുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ ഒത്തിരിയുണ്ട്. അപ്പൊ കാര്യം എന്തായിരിക്കും, സ്വാഭാവികമായിട്ട് ആഫ്രോ അമേരിക്കൻസ് എന്നുള്ളൊരു ഒരു കോണ്ടെക്സ്റ്റിലാണ് അവരെ സംബന്ധിച്ചുള്ള പഠനങ്ങളൊക്കെ കൂടുതലായി വികസിക്കപ്പെടുന്നത്. പിന്നെ നമ്മുടെ നാടിനെ സംബന്ധിച്ചും പുതിയ ചില പഠനങ്ങൾ വരുന്നത്, അത് ഞാൻ സൂചിപ്പിക്കാം. അപ്പൊ എന്തായാലും കൊളോണിയലിസം, കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ്, ഇമാതിരി കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ നോക്കുകയാണ്. ഈ സ്ലേവറിയെ കുറിച്ച് അന്വേഷിക്കണം. ഇവരിങ്ങനെ കച്ചവടക്കാരായിട്ടുള്ള ആളുകൾ വന്നു. അപ്പൊ അവർ ചില പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ആളുകളെ, മനുഷ്യന്മാരെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ തുടങ്ങും. അപ്പം ഇതിനെ ആളുകൾ സമീപിച്ചു. ഇത് ഹിസ്റ്റോറിയന്മാർ അതായത് മനുഷ്യനെ വിൽക്കുകയും വാങ്ങുകയും ചെയ്തിരുന്നു എന്നൊരു സംഭവം നടന്നു. ആ സംഭവത്തിനെ ഹിസ്റ്റോറിയന്മാർ സമീപിച്ചത് എങ്ങനെ എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത് ആദ്യം പടി. അപ്പൊ അതിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുന്നത്, ചരിത്ര രചനയിൽ ആ ഒരു രീതി നമ്മൾ എന്ത് പേരാ പറയുന്നത്, ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറയും. ഹിസ്റ്റോറിയോഗ്രാഫി ആണ് എന്തിന്റെ ഒരു ബേസ്. അതായത് നമ്മൾ ഏതൊരു നിലവാരമുള്ള പുസ്തകമോ ലേഖനമോ എന്ത് പരിശോധിച്ചാലും ആ പറയുന്നതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗം അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ അധ്യായം എന്തായിരിക്കണം, ഹിസ്റ്റോറിയോഗ്രാഫി ആയിരിക്കണം. അതായത് ഞാൻ പറയാൻ പോണ ഒരു കാര്യത്തിന് മുൻപ് ആരെല്ലാമാണ് പഠിച്ചത്, അവരെങ്ങനെയെല്ലാമാണ് പഠിച്ചത്, അതിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യാസപ്പെട്ട് ഈ പുസ്തകത്തിൽ പറയുന്നത് അല്ലെങ്കിൽ ഈ ലേഖനത്തിൽ പറയുന്നത് എന്നുള്ളതായിരിക്കണം എന്തായിരിക്കണം. അതിനാണ് നമ്മൾ ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറയുന്നത്. ഒരു ചരിത്ര രചന രീതിയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഇന്ത്യ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ബിപിൻ ചന്ദ്രയും ആദിത്യ മുഖർജി, ഒരു 5-6 പേര് ചേർന്ന് എഴുതിയൊരു പുസ്തകം. ബിപിൻ ചന്ദ്ര, ആദിത്യ മുഖർജി, മൃദുല മുഖർജി, KN പണിക്കർ, സുജാത മഹാജൻ, ഇത്തരം ആളുകൾ കൂടി എഴുതിയ ഒരു വർക്കാണ് ഇന്ത്യ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ്. അപ്പൊ അത് ഇന്ത്യ ടൈറ്റിൽ നമുക്കറിയാം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം എന്നുള്ളതാണ്. ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും ഒക്കെ പരിഭാഷപ്പെടുത്തിയിട്ടുള്ള ഒരു പുസ്തകമൊക്കെയാണ്. നമ്മൾക്ക് മലയാളത്തിലൊക്കെ അത് അവൈലബിൾ ആണ്. അപ്പൊ അതിന്റെ ഇൻട്രൊഡക്ഷൻ ഭാഗം പരിശോധിച്ചാൽ, ആ പുസ്തകത്തിന്റെ ഇൻട്രൊഡക്ഷൻ പരിശോധിച്ചാൽ അവരതിനകത്ത് പറയുന്നത് എന്താ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്
എങ്ങനെയാണ് ചരിത്രകാരന്മാർ സമീപിച്ചത് എന്നുള്ളതാണ് അവരുടെ ഫസ്റ്റ് അധ്യായം. അപ്പൊ അവർ പറയുന്ന മാർക്സിസ്റ്റുകാരായിട്ടുള്ള ആളുകൾ ഇങ്ങനെയൊക്കെയാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ നോക്കിക്കണ്ടത്. കേംബ്രിഡ്ജ് എന്ന് പറയുന്ന മറ്റൊരു സ്കൂളുണ്ട്, അവർ ഇങ്ങനെയൊക്കെയാണ് നോക്കിക്കണ്ടത്. സബാൾട്ടൺ എന്ന് പറയുന്ന വേറൊരു സ്കൂളുണ്ട്, അവരിങ്ങനെയൊക്കെയാണ് നോക്കിക്കണ്ടത്. നാഷണലിസ്റ്റ് എന്ന് പറയുന്ന വേറൊരു സ്കൂളുണ്ട്, അവർ ഇങ്ങനെയൊക്കെയാണ് നോക്കിക്കണ്ടത് എന്നൊക്കെ പറയാം. അതായത് അതിനുശേഷമാണ് അവർ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അതല്ലെങ്കിൽ ഇപ്പൊ വേറൊരു ഉദാഹരണം പറഞ്ഞപ്പോൾ റോമില താപ്പറിന്റെ ഒരു പുസ്തകമാണ് ഏർലി ഇന്ത്യ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അപ്പൊ ഇന്ത്യയുടെ ഒരു സമഗ്രമായ ഒരു ചരിത്രം എന്ന നിലയിലൊക്കെ പറയപ്പെടുന്ന ഒരു വർക്കാണത്. അപ്പൊ അതിന്റെ ഇൻട്രൊഡക്ഷൻ നമ്മൾ പരിശോധിച്ചാൽ 95-96 പേജ് ഉണ്ട് ഇൻട്രൊഡക്ഷൻ തന്നെ. അപ്പൊ അതിനകത്ത് റോമില താപ്പർ പറയുന്നത് ഇന്ത്യയെ കുറിച്ച് എങ്ങനെയാണ് ആളുകൾ കണ്ടത്, പറയാൻ ശ്രമിച്ചത്, പഠിച്ചത് എങ്ങനെയാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് പുസ്തകം പരിശോധിച്ചാൽ, അതായത് നമുക്ക് തന്നെ വായിക്കുമ്പോൾ നമുക്കറിയണം നമ്മളൊരു പുസ്തകത്തിന്റെയോ അല്ലെങ്കിൽ ഹിസ്റ്ററി പുസ്തകങ്ങളുടെയോ ഒരു നിലവാരം നമ്മൾ പരിശോധിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ അത് അറിയുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ അതിന്റെ ഫുട് നോട്ടും റെഫറൻസും ഒക്കെ നോക്കിക്കഴിയുമ്പോൾ അതിന്റെ ഒരു സ്ട്രെങ്ത് എന്തേരാന്ന് അറിയുമ്പോഴായിരിക്കും അതിന്റെ ഒരു നിലവാരം അല്ലെങ്കിൽ അതിന്റെ ഒരു മൂല്യം എന്താണെന്ന് നമ്മൾ അളക്കുന്നത് എങ്ങനെയാണ്, അതിന്റെ റെഫറൻസ് നമ്മൾ പരിശോധിച്ചുകൊണ്ടാണ് നോക്കുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് റോബിൻ ജെഫ്രിയുടെ ഒരു പുസ്തകമുണ്ട്, ഡിക്ലൈൻ ഓഫ് നായർ ഡോമിനൻസ്. അദ്ദേഹത്തിന്റെ PhD തീസിസ് ആണ്. അപ്പൊ ആ പുസ്തകം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും, 150-160 പേജ് എന്താ റെഫറൻസ് ലിസ്റ്റ് തന്നെ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ അത്രയും സോഴ്സ് ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം അതിനെക്കുറിച്ച് പഠിച്ചിരിക്കുന്നത്. അപ്പൊ എന്ന് തുടങ്ങി എല്ലാവിധ ആളുകളുടെ ഏറ്റവും നിലവാരത്തിൽ അല്ലെങ്കിൽ നമുക്ക് ആധികാരികം എന്ന നിലയിൽ പരിഗണിക്കാൻ സാധിക്കുന്ന പുസ്തകങ്ങൾക്കെല്ലാം എന്തുണ്ടായിരിക്കണം, അതിന്റെ ഒരു ഹിസ്റ്റോറിയോഗ്രഫി ഉണ്ടായിരിക്കണം. അപ്പൊ ഹിസ്റ്റോറിയോഗ്രഫി വായിക്കുമ്പോഴാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവര് പറയുന്ന ഒരു വിഷയം എന്തിനെ കുറിച്ചും ആകാം. ഇപ്പൊ നമ്മുടെ ഈ യൂണിവേഴ്സിറ്റി മഹാത്മാഗാന്ധി സർവകലാശാലയെ കുറിച്ച് നമ്മളൊരു ഹിസ്റ്ററി എഴുതാൻ പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അതിന്റെ ഇൻട്രൊഡക്ഷൻ എന്തായിരിക്കും വരുന്നത്, അതിന്റെ ഹിസ്റ്റോറിയോഗ്രഫി പറയുമ്പോൾ എന്താണ്, മഹാത്മാഗാന്ധി സർവകലാശാലയെ കുറിച്ച് ആരൊക്കെ എങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, അത് എന്തൊക്കെ ധാരകളാണ് അതിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ഉദ്ദേശ ശുദ്ധിയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ചില പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഇതിനെ ഭയങ്കരമായി വാഴ്ത്തിക്കൊണ്ടുള്ള ചില പഠനങ്ങൾ ഉണ്ടായിരിക്കാം. ഇതിനെ ഭയങ്കരമായി വിമർശിച്ചുകൊണ്ടുള്ള ചില പഠനങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പൊ എന്തായാലും നമ്മൾ ഈ വക കാര്യങ്ങളെല്ലാം പരിശോധിക്കുന്നു. അപ്പൊ നമ്മൾ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ ചെറിയ ചെറിയ പ്രോജക്റ്റുകളും ഡെസർട്ടേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് അതിനെയൊക്കെ നമ്മൾ പരിഗണിക്കും. അപ്പൊ എന്തായാലും സ്ലേവറിയെ സംബന്ധിച്ച് ഇങ്ങനത്തെ വലിയൊരു ഡിബേറ്റ് നിലനിൽക്കുന്നുണ്ട്. സ്ലേവറി, അതായത് മനുഷ്യനെ വിൽക്കുകയും വാങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നതിനെ സംബന്ധിച്ച് ചരിത്രകാരന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഇതിൽ ഒന്നാമത്തെ ഒരു വിഭാഗം, നമ്മൾ ഈ ചരിത്ര രചനയിലെ ഇങ്ങനത്തെ ഉള്ള ആളുകളെ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളെ നമ്മളിപ്പോ രാഷ്ട്രീയ പാർട്ടികൾ എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ സിനിമ സ്റ്റാറുകളെ നമ്മളിപ്പോൾ മലയാളത്തിൽ അഭിനയിക്കുന്നവരെ മല്ലു എന്നുള്ള രീതിയിൽ വിളിക്കുന്നു. ഹോളിവുഡ്, ബോളിവുഡ്, കോളിവുഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരുടെ ഭാഷ അനുസരിച്ച് ആ സിനിമ അഭിനേതാക്കളെ നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. അപ്പൊ അതേ രീതിക്ക് തന്നെ നമ്മൾ ചരിത്ര രചനയിൽ എന്തെല്ലാം സാമൂഹ്യ സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിലാണോ അവർ ചരിത്ര രചനയെ സമീപിക്കുന്നത്, അവർ മുൻപോട്ട് വെക്കുന്ന ആശയങ്ങൾ എന്ത് പശ്ചാത്തലത്തിലാണ് വരുന്നത്, എന്തിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെ നമ്മൾ സ്കൂളുകൾ എന്ന രീതിയിലാണ് വിളിക്കുന്നത്. സ്കൂളുകൾ, ചരിത്ര രചന സ്കൂളുകൾ എന്നാണ് അതിനെ പറയുന്നത്. അപ്പൊ അതിലൊരു ചരിത്ര രചന സ്കൂളാണ് മാർക്സിസ്റ്റ് സ്കൂൾ എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും, ആ വാക്കിന്റെ അകത്ത് തന്നെ എന്തുണ്ട്, മാർക്സ് എന്നുള്ള പേരുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ കാൾ മാർക്സിനെ കുറിച്ച്? ഏത് രാജ്യക്കാരനാണ്? കാൾ മാർക്സിന്റെ ഒരു പ്രസക്തി എന്താണ്, അല്ലെങ്കിൽ കാൾ മാർക്സ് ആരാണ്, എവിടെയാണ് ജനിച്ചത്, എന്താണ്? കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഇല്ല, ഉണ്ടെങ്കിൽ എന്തായിരിക്കും അദ്ദേഹം ചെയ്തത്, എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻ, എന്താ? അദ്ദേഹത്തിനെ ഒറ്റ വാക്കി നമ്മൾ എന്നാ പറയാ, അല്ലെങ്കിൽ ആരാണ് അദ്ദേഹം? ഇന്ത്യയെ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. എന്തായിരിക്കും എഴുതിയ? നിങ്ങള് ഏക്കാലും +2 പഠിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം ഞങ്ങളൊക്കെ +2 പഠിച്ചാണ്. മാർക്സിസം, ഗാന്ധിസം ഒക്കെ ബേസിക് ആയിട്ടുള്ള ഡയലക്റ്റിക്കൽ മെറ്റീരിയൽസോ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ നമ്മളൊരു MA BA കഴിയുന്നോ അല്ലെങ്കിൽ MA പഠിക്കുന്ന ആളുകൾ മാത്രമല്ല, നിങ്ങളും പഠിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഉണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. +2 ബേസിക് ആയിട്ടുള്ള മാർക്സ് എവിടെ ജനിച്ചു, എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ എന്തെല്ലാമാണ്, അദ്ദേഹത്തിന്റെ ഒരു സംഭാവന എന്താണ് എന്നുള്ളത് ബേസിക് ആയിട്ട് ചില കാര്യങ്ങൾ നമ്മൾ ഒരു +2 ലെവലിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. പൊളിറ്റിക്കൽ സയൻസിനകത്തൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പം മാർക്സ് ഒരു പ്രധാന ഒരു ഫിലോസഫറാണ്. ഇപ്പം വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചില സർവേകളൊക്കെ നടത്തി 2000 വർഷമായ സമയത്ത് ഈ 2000 വർഷത്തിൽ മനുഷ്യനെ സ്വാധീനിച്ച ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ള വ്യക്തി ആര് എന്നുള്ളതിനെ സംബന്ധിച്ചൊരു സർവേ നടക്കുന്നു. അപ്പൊ ദൈവങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്, പല ദൈവങ്ങളൊക്കെ വന്നു. അപ്പൊ അങ്ങനെയുള്ളതിനകത്ത് ഏറ്റവും മനുഷ്യനെ അത്രത്തോളം സ്വാധീനിച്ച മനുഷ്യൻ എന്ന നിലയിൽ പരിഗണിച്ചത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടി ജയിച്ചത് മാർക്സിന്റെ ഒരു നിരീക്ഷണങ്ങൾക്കായിരുന്നു. അപ്പൊ മാർക്സ് ആയിരുന്നു ഏറ്റവും ഈ 2000 വർഷത്തിൽ ലോകത്തിലെ മനുഷ്യനെ സ്വാധീനിച്ച വ്യക്തി എന്ന ചോദ്യത്തിന് മറുപടിയായിട്ട് പറഞ്ഞ് മാർക്സ്. അപ്പം അദ്ദേഹം ഒരു പ്രധാന രീതിയിലാണ് സമൂഹത്തെ കാണുകയും ഒക്കെ ചെയ്യുന്നത്. ഒരു 19ാം നൂറ്റാണ്ടിന് മധ്യത്തിൽ ഇരുന്നുകൊണ്ടാണ് അദ്ദേഹം
ചില കാര്യങ്ങൾ എഴുതുന്നത്, ഒരു തൊഴിലാളികളെ കേന്ദ്രമാക്കിക്കൊണ്ടാണ് ചില കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത് എന്നുള്ളൊരു നിരീക്ഷണം അദ്ദേഹം മുൻപോട്ട് വെക്കുന്നു. അത് സ്വാഭാവികമായിട്ടും എന്താകുന്നു, പല രീതിയിൽ പല ഇടങ്ങളിലേക്ക് വ്യാപിക്കപ്പെടുന്നു. അതിനെ രാഷ്ട്രീയപരമായി ചില ആളുകൾ ഉപയോഗിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികളുടെയും അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും സ്റ്റേറ്റിന്റെയും ഗവൺമെന്റിന്റെയും ഒരു ഫോർമേഷനിലേക്ക് നയിക്കുന്നു. അപ്പൊ നമുക്ക് റഷ്യയുടെയൊക്കെ ഹിസ്റ്ററി എഴുതാം. റഷ്യ, ചൈന, വിയറ്റ്നാം പോലുള്ള പ്രദേശങ്ങളിലൊക്കെ എന്താ, ലാറ്റിൻ അമേരിക്കയിലെ പല രാജ്യങ്ങളും ഈ ഒരു ആശയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ചില ഭരണകൂടം നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അപ്പൊ ഇതേ രീതിക്ക് തന്നെ ഇതേ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ സാമൂഹ്യശാസ്ത്രപരമായ ചില സിദ്ധാന്തങ്ങളും അല്ലെങ്കിൽ സമൂഹത്തെ വിശകലനം ചെയ്യുന്നതിനുള്ള ഒരു ടൂൾ എന്ന നിലയിലും എന്ത് ഉപയോഗിക്കുന്നു, മാർക്സിസത്തെ ഉപയോഗിക്കുന്നു. അപ്പൊ അത് പല വിഷയങ്ങൾക്കകത്ത്, എല്ലാ വിഷയങ്ങൾക്ക്, അതായത് സാമൂഹ്യ ശാസ്ത്രത്തിനകത്ത് എല്ലാ വിഷയങ്ങൾക്കകത്തും അല്ലെങ്കിൽ ലിറ്ററേച്ചറിനകത്ത് വരുന്ന എല്ലാവിധ പഠനങ്ങൾക്കകത്ത് എന്തുണ്ടായിരിക്കും, മാർക്സിസം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തത്തിന്റെ ഒരു പ്രസക്തി എപ്പോഴും ഉണ്ടായിരിക്കും. അതെപ്പോഴും എന്തായിരിക്കും, ഒരു തൊഴിലാളി കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു അന്വേഷണമാണ് മാർക്സിസം എന്ന് പറയുന്ന ഒരു ജ്ഞാനധാരയെ നമ്മൾ പറയുന്നത്. അപ്പൊ ചരിത്രത്തിനകത്തും അങ്ങനെ ഉണ്ട്. ചരിത്രം എഴുതുന്ന ആളുകൾ മാർക്സിസ്റ്റ് സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ ചരിത്രം എഴുതുന്ന ആളുകളുണ്ട്. ഇപ്പൊ നമ്മൾ കേരളത്തിൽ ഏതെങ്കിലും ഒരു ചരിത്രകാരന്റെ പേര് പറഞ്ഞാൽ നിങ്ങൾ ആരുടെ പേര് പറയും? മാർക്സിസ്റ്റുകാരനല്ല, ആരും ആയിക്കോട്ടെ. കേരളത്തിലെ ഒരു 2-3 ചരിത്രകാരന്മാരുടെയും ചരിത്രകാരിമാരുടെയും പേര് പറയാം. ആരുടെയൊക്കെ പേര് പറയാം? കേരളത്തിന്റെ ഒരു ഹിസ്റ്റോറിയൻ ആണോ പെണ്ണോ? രണ്ടുപേരുടെ പേര് പറയണം. ഒരാളുടെ പേര് പറയാം. കേരളത്തിലെ ഒരു ഹിസ്റ്റോറിയന്റെ പേര് ഏതാ? ശ്രീധരമേനോൻ. ശ്രീധരമേനോൻ നമുക്ക് പറയാം. സർവേ ഓഫ് കേരള ഹിസ്റ്ററി എന്ന് പറഞ്ഞൊരു പുസ്തകമൊക്കെ എഴുതിയിട്ടൊക്കെ ഉണ്ട്. ഏതാ? കേട്ടില്ല. രാജൻ ഗുരുക്കൾ. കൊള്ളാം, നല്ല ഉത്തരമാണ്. രാജൻ ഗുരുക്കൾ. പിന്നെ ആരാ നമുക്കൊരു ഹിസ്റ്റോറിയൻ? KK കുറുപ്പുണ്ട്. പിന്നെ ആരാ? 2 പേരേ ഉള്ളു നമുക്ക് ആകപ്പാടെ. ആരാ പറഞ്ഞോ? ആരൊക്കെയാ ഉള്ളത് വേറെ? ആരുമില്ലേ? എന്നൊരു ചരിത്രകാരുടെ പേര് പറഞ്ഞേ. ശ്രീദേവി, ജയദേവിക. പിന്നെ ഇപ്പൊ ചരിത്രകാരന്മാർ, ഇപ്പൊ KN ഗണേഷ്, നിങ്ങൾക്ക് ഇവിടെ ക്ലാസ് എടുക്കാൻ വരാന്ന് പറഞ്ഞില്ല. സനൽ മോഹൻ, അല്ലെങ്കിൽ ദിനേശൻ വടക്കിനിയിൽ, KK കുറുപ്പ്, രാഘവ് വാര്യർ, കേശവൻ വെളുത്താട്ട്, ഈ പറഞ്ഞ മുഹമ്മദ് കൂര്യ, ദിലീപ് മേനോൻ, ഇമാതിരി കുറെ ആളുകളുടെ പേരുകളുണ്ട് നമുക്ക്. അപ്പൊ ഇവരെല്ലാം ആരാ? മലയാളികളായിട്ടുള്ള ചരിത്രകാരന്മാർ. ഇപ്പൊ നമ്മൾ സ്ത്രീകളുടെ പേരുകൾ പറഞ്ഞാലോ, ആരെയൊക്കെ പറയും? ജയദേവിക, അല്ലെങ്കിൽ സൂസി താരു. സൂസി താരു മലയാളിയാണ്, പക്ഷെ അവര് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള അല്ലാത്ത രീതിയിലാണ് പറഞ്ഞത്. അല്ലെങ്കിൽ അരുണിമ, അരുണിമ കേട്ടിട്ടുണ്ട് നിങ്ങൾ? മീര വേലായുധൻ. ഇങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മുടെ കേരളത്തിന്റെ ഒരു ഹിസ്റ്ററിയൊക്കെ എഴുതാനൊക്കെ ശ്രമിച്ചിരിക്കുന്ന സ്ത്രീകളാണ്. അവർക്ക് ഇപ്പോഴും ഉള്ള ആളുകളാണ്. അപ്പം മാർക്സിസ്റ്റ് സ്കൂൾ എന്ന് പറഞ്ഞൊരു സ്കൂൾ വരുന്നു. അപ്പൊ അവര് സ്വാഭാവികമായിട്ട് എന്താ, ആ പേര് പോലെ തന്നെ മാർക്സ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭൂതകാലത്തെ വിശകലനം ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ഹിസ്റ്റോറിയന്മാരാണ്. അപ്പൊ നിരവധി ആളുകളുണ്ട്. ഇപ്പം ഇന്ത്യൻ കോണ്ടക്സ്റ്റിൽ നമ്മൾ പറഞ്ഞാൽ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഇർഫാൻ ഹബീബ് എന്ന് പറഞ്ഞൊരു ഹിസ്റ്റോറിയനൊക്കെയാണ്. അദ്ദേഹമൊക്കെയാണ് അതിൻ്റെ ഒരു പ്രധാന വ്യക്തി. മാർക്സിസ്റ്റ് രീതിയിൽ ചരിത്രരചനയുടെയൊക്കെ ഒരു തുടക്കക്കാരനല്ല, ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായിട്ടുള്ള വർക്കുകളൊക്കെ എഴുതാം. അപ്പൊ ഈ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ ഈ രാജൻ ഗുരുക്കൾ, KN ഗണേശ്, രാഘവ് വാര്യർ, ഇവരെല്ലാം ആരാ? മാർക്സിസ്റ്റ് രീതിയിൽ ചരിത്രരചനയിൽ ഏർപ്പെടുന്ന ആളുകളാണ്. അപ്പൊ ഇവർക്ക് ഒരു ബേസ് എന്നുള്ളത് സ്വാഭാവികമായിട്ട് ആ പേര് പോലെ തന്നെ മാർക്സിന്റെ സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും അവർ സൊസൈറ്റിയെ വിശകലനം ചെയ്യുന്നത്. അപ്പൊ അവർക്കൊരു സമാനത ഉണ്ടായിരിക്കും. അവർ പല പല വിഷയങ്ങളെ കുറിച്ച് ആയിരിക്കും പഠിക്കുന്നതെങ്കിലും, ഇപ്പൊ തോട്ടം മേഖലയെ കുറിച്ച് പഠിക്കുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തെ കുറിച്ച് പഠിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ കാർഷിക മേഖലയുടെ ഒരു പരിവർത്തനത്തെ കുറിച്ച് പഠിക്കുന്നവരായിരിക്കാം. എന്ത് തന്നെ ആയാലും അവർക്കൊരു സമാനത എന്തായിരിക്കും? ഒരു മാർക്സിസ്റ്റ് സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ തൊഴിലാളി കേന്ദ്രീകൃതമായ അല്ലെങ്കിൽ ഒരു തൊഴിലാളിയെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു ആലോചന നടത്തുന്ന ആളുകൾ എന്നുള്ളതാണ് മാർക്സിസ്റ്റ് ചരിത്രകാരന്മാരുടെ ഒരു പ്രധാന രീതി. അപ്പൊ EMS ഒക്കെയാണ് അതിന്റെ ഒരു പ്രധാന ആദ്യകാല സമയങ്ങളിൽ വരുന്നത്. അപ്പൊ EMSന്റെ ഒക്കെ പുസ്തകങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് നിങ്ങൾ? മലയാളികളുടെ മാതൃഭൂമി പോലുള്ള പുസ്തകങ്ങളൊക്കെ ഉണ്ട് ആദ്യ സമയങ്ങളിൽ EMS ഒക്കെ എഴുതിയ ചില പുസ്തകങ്ങൾ. പിന്നെ കേരള ചരിത്രം, രാജൻ ഗുരുക്കളും രാഘവാരനും കേരള ചരിത്രം 1-2 വോളിയങ്ങളെ, അല്ലെങ്കിൽ KN ഗണേശന്റെ കേരളത്തിന്റെ ഇന്നലകൾ എന്ന് പറഞ്ഞ പുസ്തകമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കുറെ അധികം പുസ്തകങ്ങൾ, അക്കാദമിക പുസ്തകങ്ങൾ എന്നുള്ള നിലയിലാണ് നമ്മൾ ഇതിനെല്ലാം പരിഗണിക്കുന്നത്. അപ്പൊ ഇവരെല്ലാം മാർക്സിസ്റ്റ് രീതിയിൽ ചരിത്രരചനയിൽ ഏർപ്പെടുന്ന ആളുകളാണ്. അപ്പൊ അതുപോലെ തന്നെ ഇന്ത്യൻ കോണ്ടക്സ്റ്റ്, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ബിപിൻ ചന്ദ്രയൊക്കെ അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ വരുന്ന ആളുകളാണ്. എങ്കിൽ സുമിത് സർക്കാർ എന്നൊക്കെ പറഞ്ഞ അവരൊക്കെ ഈ ഒരു മാർക്സിസ്റ്റ് രീതിയിൽ വരുന്ന ഹിസ്റ്റോറിയന്മാരാണ്. അപ്പൊ എന്തായാലും
ഇവര് ചരിത്രത്തെ സമീപിക്കുന്നു. അപ്പൊ അങ്ങനെ സമീപിച്ച് ചെല്ലുന്ന സാഹചര്യത്തിൽ അവർ സ്ലേവറി എന്ന് പറഞ്ഞ ഒരു വിഷയത്തെ കാണുന്നു. അപ്പൊ അവര് സ്ലേവറിയെ കണ്ടത് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കണം, അല്ലെങ്കിൽ മാർക്സിസ്റ്റുകാർ എന്ന് പറഞ്ഞു, ഇതാണ് ഇതിനകത്ത് ഡിബേറ്റ് എന്ന് പറയുന്നത്. അതായത് മാർക്സിസ്റ്റ് രീതിയിൽ ചരിത്രരചനയിൽ ഏർപ്പെട്ടിരുന്ന ആളുകൾ സ്ലേവറിയെ കണ്ടത്, അവർ പറയുന്നത് സ്ലേവറി എന്ന് പറഞ്ഞൊരു കാര്യം ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ സാധ്യമല്ല, സ്ലേവറി ഇല്ല എന്നുള്ളൊരു നിരീക്ഷണമാണ് അവർ മുൻപോട്ട് വരുന്നത്. അപ്പൊ അത് വെറുതെ അവർ പറയുമല്ല, അവർ പറയുന്നതിന്റെ ഒരു പ്രധാന ബേസ് കിടക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആരായിരിക്കും അവരെടുത്തിരിക്കുന്ന പ്രധാന ഒരു ഫിലോസഫർ ആരാ? കാൾ മാർക്സ് തന്നെയാണല്ലോ. അപ്പൊ കാൾ മാർക്സ് ഓരോ സമൂഹവും എങ്ങനെയാണ് വികസിച്ച് വന്നത് എന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹം പറയും. അപ്പൊ നമ്മൾ സോഷ്യൽ തിയറികളും അല്ലെങ്കിൽ ഡെവലപ്മെന്റ് അകത്തെ ഓരോ സിദ്ധാന്തങ്ങളും ഒക്കെ നമ്മൾ പരിശോധിച്ചാൽ ഒരു പ്രത്യേക പീരീഡിൽ നിന്ന് എങ്ങനെയാണ് ഒരു സമൂഹം മാറി വികസിച്ച് വരുന്നത് എന്നുള്ളൊരു അന്വേഷണമാണ് ഇവർ സോഷ്യൽ തിയറിയിൽ നടത്തുന്നത്. അപ്പൊ അങ്ങനെ മാർക്സ് നോക്കിക്കഴിയുന്ന ഒരു സൊസൈറ്റി പല രീതിയിലാണ് വികസിച്ച് വരുന്നത്. പ്രിമിറ്റീവ് സൊസൈറ്റി, അതായത് ആദ്യ സമൂഹം എന്ന് പറഞ്ഞാൽ എന്താ, മനുഷ്യൻ വേട്ടയാടിയും പെറുക്കി തിന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് പിന്നെ മരത്തെ കയറി പറിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ മൃഗങ്ങളെ ചെറിയ രീതിയിൽ വേട്ടയാടുന്നു. അപ്പൊ ആർക്കും ഒന്നും സ്വന്തമായിട്ടുള്ളൊരു ഒരു പ്രദേശമോ ഒരു വിഭവങ്ങളോ ഒന്നും തന്നെ ആർക്കും സ്വന്തമില്ല, എല്ലാവർക്കുമായിട്ടുള്ള ഒരു സിസ്റ്റമാണ്, ഒരു കാട് ആണ് ഉള്ളത്. അപ്പൊ അതിൽ നിന്ന് ആളുകൾ ഓരോരുത്തരും ഒന്നൊക്കെ എടുത്ത് കഴിച്ച് തിന്നുന്ന, അതായത് ഒരു തരം പ്രത്യേക രീതിയിലുള്ള ഒരു ഇക്വാളിറ്റി അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നൊക്കെയുള്ള ആശയം. അതുകൊണ്ടാണ് അദ്ദേഹം അതിന് പ്രിമിറ്റീവ് കമ്മ്യൂണിസം എന്നുള്ളൊരു പേര് വിളിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് ഒരു ചെറിയൊരു വഴക്കൊക്കെ ഉണ്ടാകുന്നു. ആ ഒരു കൂട്ടായ്മയിൽ 2-3 പേര് സംഘടിക്കുന്നു, പ്രത്യേകിച്ച് രക്തബന്ധമുള്ള ആളുകൾ 2-3 പേര് സംഘടിക്കുകയും അവർ വേറൊരു വിഭാഗം ആളുകളെ കീഴടക്കുകയും ചെയ്യുന്നു. അങ്ങനെ അതൊരു എന്തായി മാറും, ഒരു സ്ലേവ് സൊസൈറ്റിയിലേക്ക്. അങ്ങനെ ഈ സൊസൈറ്റി ഇങ്ങനെ മാറുക, സ്ലേവറി ആകുന്നു, ഫ്യൂഡലിസം ആകുന്നു, അതിൽ നിന്ന് ക്യാപിറ്റലിസം ആകുന്നു. ഇങ്ങനെ 5 സ്റ്റേജസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന നിലയിലേക്കാണ് നമ്മൾ ഇതിനെ പഠിക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് സമൂഹം വികസിച്ച് വന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഇന്ത്യയുടെ സാഹചര്യത്തിൽ ഇങ്ങനെയല്ല. ഇന്ത്യൻ സാഹചര്യത്തിൽ ജാതി വളരെ ശക്തമായി നിലനിൽക്കുന്നതായതുകൊണ്ട് ഇന്ത്യക്ക് ഇത്തരത്തിലുള്ള ഒരു സ്റ്റേജസ് ഓഫ് പ്രൊഡക്ഷൻ ഒന്നും ഇല്ല. ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സ്റ്റേജസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു ടേമാണ് അത്. ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ. ഇവിടെ ആരും വേറൊരു രൂപത്തിലേക്ക് മാറുന്നില്ല. ഒരാൾ എന്തായിട്ട് ജനിക്കുന്നു അയാൾ ആ പണിയെടുത്ത് തന്നെ മരണപ്പെടുന്നു, അടുത്ത ജനറേഷനും അതേ പണി തന്നെ ചെയ്യുന്നു എന്ന് തുടങ്ങി ഒരിക്കലും ഒരു മാറ്റം സാധ്യമല്ലാത്ത ഒരു സമൂഹമാണ് ഇന്ത്യയുടെ സമൂഹമെന്നും. അപ്പൊ അതിനെ അദ്ദേഹം ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയും. അപ്പൊ ഇവിടെ എന്തില്ല, സ്ലേവ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സ്ലേവറി എന്ന് പറയുന്ന ഒരു സമ്പ്രദായം സാധ്യമല്ല എന്നൊരു നിരീക്ഷണം അദ്ദേഹം മുൻപോട്ട് വെക്കുകയാണ്. അപ്പം മാർക്സ് അങ്ങനെ സാധ്യമല്ല എന്നുള്ള നിരീക്ഷണം മുൻപോട്ട് വെച്ചിട്ടില്ല, പിൽക്കാലത്ത് വരുന്ന ഹിസ്റ്റോറിയന്മാരാണ് അന്വേഷിക്കുന്നത്. അപ്പൊ ഇതിനെ സംബന്ധിച്ച് വലിയ തർക്കങ്ങളൊക്കെ ഉണ്ട്. അതായത് മാർക്സ് പറഞ്ഞ പോലാണോ ഇന്ത്യയുടെ പരിവർത്തനം, ഇന്ത്യയിലും ഫ്യൂഡലിസം ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആര് തന്നെ തുടങ്ങി മാർക്സിസ്റ്റുകാരായിട്ടുള്ള ഹിസ്റ്റോറിയന്മാർ, ഇപ്പൊ RS ശർമ്മയെ പോലുള്ള ആളുകൾ ഒക്കെയാണ് അതിൽ പ്രധാനമായ അന്വേഷണങ്ങൾ കാണുന്നത്. അല്ലെങ്കിൽ ആ സമയത്ത് 2 പ്രധാനമായ ശ്രദ്ധേയമായിട്ട് 2 പ്രസിദ്ധീകരണങ്ങൾ, ഇന്നുമുള്ള പ്രസിദ്ധീകരണങ്ങളാണ്, അക്കാദമിക പ്രസിദ്ധീകരണങ്ങളാണ്. സോഷ്യൽ സയന്റിസ്റ്റ് എന്ന് പറയും ഒരെണ്ണത്തിന് പേര്, സോഷ്യൽ സയന്റിസ്റ്റ്, അല്ലെങ്കിൽ ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്ക്ലി എന്ന് പറയുന്ന 2 പ്രസിദ്ധീകരണങ്ങളാണ്. അപ്പൊ അതിൻ്റെ അകത്തൂടെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, പുതിയ അന്വേഷണങ്ങളും പഠനങ്ങളും ഒക്കെ നടക്കുന്നത്. അപ്പൊ നിങ്ങൾ അത് എപ്പോഴും ശ്രദ്ധിക്കണം. അതായത് ഏറ്റവും നിലവാരമുള്ള പ്രസിദ്ധീകരണങ്ങളായിരിക്കും എന്ത്, ഈ ഇത്തരത്തിലുള്ള അക്കാദമി. നമ്മുടെ ലൈബ്രറിയിലൊക്കെ ചെന്നാൽ നിങ്ങൾക്ക് കാണാം, സ്റ്റോറിന്റെ അകത്തും അല്ലാതെയും ഒക്കെ അവിടെ എടുത്തിട്ടുണ്ടെങ്കിൽ സോഷ്യൽ സയന്റിസ്റ്റ്, സ്റ്റഡി, ഹിസ്റ്ററിയിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു ജേണലാണ് സ്റ്റഡീസ് ഇൻ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ജേണലൊക്കെ ഉണ്ട്. അപ്പൊ ഇതിലൂടെയൊക്കെ വരുന്ന ലേഖനങ്ങൾ, ഇപ്പൊ നമുക്ക് ഡോക്ടർമാരൊക്കെ എങ്ങനെ അവരുടെ പുതിയ കാര്യങ്ങളൊക്കെ അറിയുന്നത്, അല്ലെങ്കിൽ രോഗങ്ങളെ കുറിച്ചും പുതിയ കണ്ടുപിടുത്തങ്ങളും അന്വേഷണങ്ങളും ഒക്കെ എങ്ങനെയായിരിക്കും, അവർ എന്തെങ്കിലും ഒരു സാധനം സയന്റിഫിക് ആയിട്ട് കണ്ടുപിടിച്ചാൽ, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറോ അല്ലെങ്കിൽ ഡോക്ടറോ ഒക്കെ ചേർന്നുകൊണ്ട് എന്തെങ്കിലും ഒരു സാധനം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവർ ഏറ്റവും നിലവാരമുള്ള ഒരു ഇന്റർനാഷണൽ ജേണലിനകത്ത് അത് പ്രസിദ്ധീകരിക്കുന്നു. ആ പ്രസിദ്ധീകരിക്കുന്നതോടുകൂടിയാണ് അത് സ്വീകാര്യത ലഭിക്കുന്നത്. അപ്പൊ അതേ രീതിക്ക് തന്നെയാണ് എല്ലാ വിഷയങ്ങൾക്കും. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് എഴുതി കഴിഞ്ഞാൽ ആ വിവരം നമ്മൾ ഏറ്റവും ടോപ്പായിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രസിദ്ധീകരണങ്ങളിലൂടെ പ്രസിദ്ധീകരിക്കുന്ന സാഹചര്യത്തിലാണ് അതിനും ഒരു നിലവാരം ഉണ്ടായി വരുന്നത്. അപ്പം ഈ ഇന്ത്യയിൽ ഫ്യൂഡലിസം ആണോ സ്ലേവറി ആണോ എന്നുള്ളതിനൊക്കെ സംബന്ധിച്ച് ഒരു ഡിസ്കഷൻ ഈ സോഷ്യൽ സയന്റിസ്റ്റിൻ്റെ അകത്തും ഈ ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്കിൽ പോലുള്ള ജേണലിനകത്തൊക്കെ ഇവർ നടത്തുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇവരൊന്നടങ്കം പറഞ്ഞൊരു പ്രധാന വാദം ഇതായിരുന്നു, ഇന്ത്യയിൽ സ്ലേവറി ഇല്ല. അതിൻ്റെ ഒരു കാരണം അവർ പറഞ്ഞു, ഇന്ത്യയിൽ ഉണ്ടായിരുന്ന എന്തായിരുന്നു, ജാതി വ്യവസ്ഥയാണ് ഇന്ത്യയിൽ നിലനിന്നിരുന്നത്. കാസ്റ്റ് ഉള്ള ഒരു സൊസൈറ്റിയിൽ, കാസ്റ്റ് ഹൈറാർക്കി നിലനിൽക്കുന്ന ഒരു സൊസൈറ്റിയിൽ എന്ത് സാധ്യമല്ല, സ്ലേവറി സാധ്യമല്ല. ഇവിടെ ഉണ്ടായിരുന്നത് ഒരു അടിയായ്മ എന്ന് പറയുന്ന ഒരു സങ്കല്പമായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ട്, കേരളത്തിന്റെ ഒരു പശ്ചാത്തലത്തിലേക്ക് വന്നിട്ട് ഇവർ പറയുകയാണ് അടിയായ്മ എന്ന് പറയുന്ന ഒരു കാര്യമാണ്, ഒരു മേൽക്കീഴ് ക്രമമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ ഇവർ വെറുതെ അങ്ങ് നിഷേധിക്കുമല്ലോ, സ്ലേവറി ഇല്ലായിരുന്നു എന്ന് പറയുമല്ല. അവർ പറയുന്ന ഒരു പ്രധാന കാരണം, അടിമകളാണെങ്കിൽ അവർ മറ്റൊരു ഭാഷ സംസാരിക്കണം. ഇപ്പൊ ആഫ്രിക്കയിൽ നിന്ന് ആളുകളെ എടുത്തുകൊണ്ട് പോയി
ഇംഗ്ലണ്ടിലേക്കോ അല്ലെങ്കിൽ അമേരിക്കയിലേക്കോ ചെന്നപ്പോൾ എന്തായിരിക്കും, അവർക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്, അല്ലെങ്കിൽ അവർക്ക് പരിചിതമല്ലാത്ത ഒരു ഭാഷ സംസാരിക്കേണ്ട ഒരു പ്രദേശത്തേക്കാണ് അവർ എത്തിച്ചേർന്നത്. അതല്ലെങ്കിൽ അവർ താമസിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലത്തല്ല അവർ പുതിയതായിട്ട് എത്തിച്ചേരുന്നത്, അവർക്ക് മറ്റൊരു പ്രദേശത്തേക്ക് എത്തിച്ചേരേണ്ടി വരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു വ്യത്യാസം, അതായത് വേറൊരു ഭാഷ സംസാരിക്കുന്ന ഒരു പ്രദേശത്തേക്ക് എത്തിച്ചേരുക, അവർ താമസിച്ച ഒരു പ്രദേശത്ത് നിന്ന് വേറൊരു പ്രദേശത്തേക്ക് എത്തിച്ചേരുക, അല്ലെങ്കിൽ അപ്പൊ ഇങ്ങനത്തെ ഒരു അനുഭവം ആർക്കില്ല, മലയാളികൾക്കോ അല്ലെങ്കിൽ ഇന്ത്യക്കോ ഇല്ല എന്നുള്ളൊരു നിരീക്ഷണം അവർ പറയുന്നു. രണ്ടാമത് അവർ പറഞ്ഞു, ഇവിടുന്ന് കടൽ കടന്നൊന്നും അങ്ങനെ ആളുകൾ പോയിട്ടില്ല, വിൽക്കപ്പെട്ടിട്ടില്ല. ഇവിടെ ചില ഭൂമിയോടും ക്ഷേത്രങ്ങളോടും ഒക്കെ കൂടി ചില മനുഷ്യന്മാരെയൊക്കെ വിറ്റിരുന്നു എന്നല്ലാതെ കടൽ കടന്നൊന്നും ആളുകളെ വിറ്റ ഒരു ചരിത്രമൊന്നും കേരളത്തിനും ഇന്ത്യക്കും ഒന്നും ഇല്ല. അങ്ങനത്തെ ഒരു കാരണം അടുത്ത് പറയുന്നു. പിന്നെ അവർ പ്രധാനമായിട്ടും പറഞ്ഞു, അടിമകളാണെങ്കിൽ എല്ലാ ദിവസവും അടിമകളായിരിക്കണം. നമ്മൾ കേരളത്തിൻ്റെയൊക്കെ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങൾ അടിമ എന്നുള്ള രീതിയിൽ പറയുന്ന ജാതികളെയൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ അവർക്കൊക്കെ ചില ദിവസങ്ങളിൽ ചില അവകാശങ്ങളും അധികാരങ്ങളും ഒക്കെ കിട്ടും. ഇപ്പൊ നമ്മുടെ ഈ അടുത്ത് വരുന്ന ഒരു പ്രധാന സ്ഥലമാണ് കുമാരനെല്ലൂർ എന്ന് പറഞ്ഞൊരു സ്ഥലം, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, കുമാരനെല്ലൂർ അമ്പലം. അപ്പൊ ഈ കുമാരനെല്ലൂർ അമ്പലമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്, അല്ലെങ്കിൽ ഓച്ചിറ എന്ന് പറഞ്ഞ അമ്പലം വരുന്നു. അപ്പൊ ഈ രണ്ട് അമ്പലങ്ങളിൽ ഉണ്ടാകുന്ന ഒരു പ്രധാന ആചാരം പുലയ ശനിയാഴ്ച എന്നും പറഞ്ഞുകൊണ്ടൊരു രീതി ഉണ്ടായിരുന്നു. പുലയ വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ പുലയ ജാതിയിൽപ്പെട്ട അല്ലെങ്കിൽ മുൻകാല അടിമജാതി ആയിരിക്കുന്ന പുലയരെ ആ ദിവസങ്ങൾ, പുലയ ശനിയാഴ്ച എന്ന് പറഞ്ഞ ദിവസം അവർക്കൊരു പ്രത്യേക ദൂരം കൂടെ അടുത്ത് ചെല്ലാം, അമ്പലത്തിന് അടുത്തേക്ക് ചെല്ലാൻ ഉള്ള ഒരു അവകാശം കിട്ടുന്നു. അല്ലെങ്കിൽ നിങ്ങൾ കേട്ടോ തെയ്യങ്ങൾ, നിങ്ങൾക്കറിയാലോ തെയ്യം പെർഫോം ചെയ്യുന്നതൊക്കെ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകളാണ്. അവരെന്താകുന്നു, ചില പ്രത്യേക ദിവസങ്ങൾ ദൈവങ്ങളായിട്ട് മാറുന്നു. അവർക്ക് നായന്മാരുടെ നമ്പൂതിരിമാരുടെയൊക്കെ വീട്ടിനുള്ളിൽ കയറുന്നതിനുള്ള അവകാശമൊക്കെ കിട്ടുന്നു. അല്ലെങ്കിൽ കുമാരനെല്ലൂർ ആണെങ്കിൽ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു സാധനം നായർ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വിൽക്കുകയും ഈ സാധനം താഴ്ന്ന ജാതിയിൽപ്പെട്ട പുലയര് പറയര് പോലുള്ള ആളുകളൊക്കെ പോയി വാങ്ങിച്ചിട്ട് അത് വിലയ്ക്ക് തന്നെ അവിടെ തന്നെ തിരിച്ച് അതേ പൈസയ്ക്ക് തന്നെ അവിടെ കൊടുക്കുന്ന ഒരു നേർച്ചയായിട്ട് കൊടുക്കേണ്ടി വരുന്ന ഒരു സമ്പ്രദായമുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മൾ നോക്കുമ്പം ഇവിടുത്തെ അടിമകൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ താഴ്ന്ന ജാതിപ്പെട്ടവരൊന്നും അങ്ങനെ എല്ലാ ദിവസവും അടിമകളായിട്ട് കിടക്കുമൊന്നുമല്ല. അവർക്ക് ചില അവകാശങ്ങളും അധികാരങ്ങളും ഒക്കെ ഉണ്ട്. അവർക്ക് ഒരു ഇപ്പൊ പുലപ്പേടി മന്നാപ്പേടി എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആഫ്രിക്കയുടെയും ലാറ്റിൻ അമേരിക്കയുടെയും ഒക്കെ കോണ്ടക്സ്റ്റിൽ ഉണ്ടായ പോലെ ഒരു സ്ലേവറി ഇവിടെ ഇല്ല. ഇവിടെ ഉണ്ടായിരുന്ന താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് അവകാശങ്ങളും അധികാരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അവർക്ക് ഭൂമിയും ചില കാര്യങ്ങളും ഒക്കെ ചില രീതിയിൽ കൃഷി ചെയ്യുന്നതിനൊക്കെ അവകാശമുണ്ട്. അപ്പൊ അതുകൊണ്ട് സ്ലേവറി ഇല്ല എന്നുള്ള തീരുമാനം അവർ മുൻപോട്ട് വെക്കുന്നു. മാർക്സിസ്റ്റുകാർ സ്ലേവറി ഇല്ല എന്ന് പറയുന്നു. അതിനുശേഷം അവര് ഇതൊരു പ്രധാന ഡിബേറ്റ് ഒക്കെ ആയിട്ട് വരുന്നുണ്ടെങ്കിലും കൂടുതൽ ആളുകളും ഇങ്ങനെ പറയുന്നു. അവർ പറയുന്ന ഒരു സങ്കല്പം അടിയായ്മ എന്ന് പറയുന്ന സങ്കല്പമാണ്. അത് ജന്മിയും കുടിയാനും തമ്മിലുള്ള ഒരു തർക്കവും പ്രശ്നങ്ങളും ഒക്കെയാണ്. അതിന് ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു കുഴപ്പമാണ്. പിന്നെ മനുഷ്യനെ വിറ്റത് ക്ഷേത്രങ്ങളോടും ഭൂമിയോടും ഒക്കെ കൂടിയായിരുന്നു എന്ന് പറയുക. അപ്പം ഈ ആളുകളെ വിൽക്കുകയും വാങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രേഖകളെ കൊണ്ട് നമ്മൾ ഈ അടിമ തീറോല എന്നൊക്കെയാണ് പറഞ്ഞത്, സ്ലേവ് ട്രാൻസാക്ഷൻ ഡീഡ് എന്നൊക്കെ പറയുന്നത്. അതായത് ഇന്ന സ്ഥലത്ത് നിന്ന് അതിരമ്പുഴയിൽ നിന്ന് ഇന്ന ജാതിയിൽപ്പെട്ട ഒരു സ്ത്രീയെയും അവരുടെ 2 കുട്ടികളെയും ഇവിടെ നിന്ന് ആർപ്പുക്കരയിൽ ഇന്ന ഉടമസ്ഥന്റെ ഇന്ന പ്രദേശത്തേക്ക് ഇത്ര രൂപയ്ക്ക് ഇത്ര രൂപയ്ക്ക് വിൽക്കുന്നു എന്നും പറഞ്ഞായിരിക്കും അടിമ കച്ചവട രേഖ എഴുതി വെക്കുന്നത്. അപ്പൊ ഇതിനെ ഈ രാജൻ ഗുരുക്കൾ, രാഘവാര്യർ പോലുള്ള ആളുകളുടെയൊക്കെ വർക്കുകൾക്കകത്തൊക്കെ അവർ പറഞ്ഞ ഇതൊരു തൊഴിലാളി വിതരണമാണ്, ലേബർ ഡിസ്ട്രിബ്യൂഷൻ എന്ന ഒരു ടേമൊക്കെയാണ് അവർ ഉപയോഗിക്കുന്നത്. എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ട സിമ്പിൾ ആയിട്ടുള്ള കാര്യം ഇതാണ്. സ്ലേവറി എന്ന് പറഞ്ഞ സങ്കല്പം മാർക്സിസ്റ്റ് ചരിത്രരചന എല്ലാവിധ ആളുകളും ഉപേക്ഷിച്ച ഒരു വിഷയമാണ്. ഉപേക്ഷിച്ചതിന് കൃത്യമായ കാരണങ്ങളുണ്ട്. സൈദ്ധാന്തികപരമായും അല്ലെങ്കിൽ ചരിത്ര രേഖകളുടെ അടിസ്ഥാനത്തിലുമാണ് അവർ നിഷേധിക്കുന്നത്. തൊഴിലാളി വിതരണം എന്നുള്ള നിലയിലാണ് നമ്മൾ അതിനെ കാണാവുള്ളൂ എന്നുള്ളതാണ് അവർ പ്രധാനമായും മുൻപോട്ട് വെച്ചത്. അപ്പൊ ഇനി വേറൊരു പ്രധാന സ്കൂളാണ് ആര് പറയുന്നത്, കേംബ്രിഡ്ജ് സ്കൂൾ എന്ന് പറയുന്ന ഒരു സ്കൂൾ. സാമ്രാജ്യത്വ ചരിത്രരചന എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് വരുന്ന ശ്രദ്ധേയരായിട്ടുള്ള ഒരു ഹിസ്റ്റോറിയാണ്, ചരിത്രകാരിയാണ് ധർമ്മകുമാർ എന്ന് പറയുന്നത്. അവര് അന്തരിച്ചു. പിന്നെ വരുന്നത് അല്ലെങ്കിൽ ഡേവിഡ് വാഷ്ബ്രൂക്ക് എന്നൊക്കെ പറഞ്ഞ ഹിസ്റ്റോറിയന്മാരൊക്കെയാണ്. ഇവരൊക്കെ അല്ലെങ്കിൽ തീർത്ഥങ്കർ റോയ് ഇപ്പോൾ ഉള്ള ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ള ഒരു ഹിസ്റ്റോറിയൻ, ഈ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിന്റെ ഒക്കെ ഡയറക്ടറൊക്കെ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് തീർത്ഥങ്കർ റോയ് എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ എക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ പോലുള്ള പുസ്തകങ്ങളെ അല്ലെങ്കിൽ എക്കണോമിക് ഹിസ്റ്ററി ആസ് ആൻ എൻഡേഞ്ചർ ഡിസിപ്ലിൻ എന്നൊക്കെ പറഞ്ഞ് എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്കിലൊക്കെ അദ്ദേഹത്തിന്റെ ചില ലേഖനങ്ങളൊക്കെ. അപ്പൊ എക്കണോമിക് ഹിസ്റ്റോറിയനാണ്. നമ്മുടെ തിരുവനന്തപുരത്ത് CDS എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിപ്പിക്കുകയൊക്കെ ചെയ്ത വ്യക്തിയൊക്കെയാണ് അദ്ദേഹം. അപ്പം ഇദ്ദേഹമൊക്കെ ഇന്ത്യയുടെ ചരിത്രത്തെയും സാമ്പത്തിക മാറ്റങ്ങളെ കുറിച്ചൊക്കെ അന്വേഷിക്കുന്ന ഒരു പ്രധാന വ്യക്തിയാണ്. അപ്പൊ ഇവരാണ് മറ്റൊരു പ്രധാന സ്കൂൾ. ഇവര് ഇന്ത്യയുടെ ചരിത്രത്തെ പല രീതിയിൽ കാണുന്നുണ്ട്, ദേശീയതയെക്കുറിച്ചും. അതായത് മാർക്സിസ്റ്റുകാരെ പോലെ തന്നെ വേറൊരു വിഭാഗം ആളുകളാണ് ആര്, കേംബ്രിഡ്ജ് സ്കൂൾ എന്ന് പറയുന്ന ഒരു സ്കൂൾ. അപ്പൊ ഇവരും മുൻപോട്ട് വെച്ചൊരു പ്രധാന വാദം ഇന്ത്യയിൽ അടിമത്തം ഇല്ലായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് അവരും പ്രധാനമായും മുൻപോട്ട് വെച്ചത്. അപ്പൊ അവരതിന് മുൻപോട്ട് വെക്കുന്ന ഒരു പ്രധാന കാരണം
സൗത്ത് ഇന്ത്യയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യയിലെ കൃഷി നമ്മൾ പരിശോധിക്കുക. കൃഷി പരിശോധിച്ച് കഴിയുമ്പോൾ കൃഷിഭൂമി ചില ആളുകൾക്ക്, താഴ്ന്ന ജാതിപ്പെട്ട ആളുകൾക്കാണ് കൊടുക്കുന്നത്. അവർക്കാണ് അതിൻ്റെ ഒരു അറിവും അധികാരവും കാര്യങ്ങളും എല്ലാം നിൽക്കുന്നത്. ഭൂമി പാട്ടത്തിനെടുക്കുന്നതിനുള്ള അധികാരവും അവകാശവും ഒക്കെ ലോവർ കാസ്റ്റിൽപ്പെട്ട അല്ലെങ്കിൽ അടിമ ജാതിയിൽപ്പെട്ട ആളുകൾക്കൊക്കെയാണ് ഉള്ളത്. അപ്പൊ അവിടെ കാർഷിക മേഖലയിൽ ചില ഉടമസ്ഥ അവകാശങ്ങളൊക്കെ ഉള്ള സ്ഥിതിക്ക് എന്താ, അടിമകളാന്ന് പറയുന്ന ആളുകൾക്കൊന്നും എന്ത് പറ്റത്തില്ല, ഉടമസ്ഥാവകാശമില്ലാത്ത ആളുകളെയാണല്ലോ നമ്മൾ അടിമകൾ എന്ന് പറയുന്നത്. അവർക്ക് എന്തെങ്കിലും സ്വന്തമായിട്ടോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സ്വന്തമായി ചെയ്യാനോ ശേഷിയുള്ള ആളുകളെ നമ്മൾ അടിമകളെന്ന് വിളിക്കാറില്ല. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ സൗത്ത് ഇന്ത്യയിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേനും ഭൂമിയുമായി ബന്ധപ്പെട്ട ചില അവകാശങ്ങളും അധികാരങ്ങളും ഒക്കെ ഇവർക്കുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു കാരണത്താൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ശരിയല്ല, അവരെ അടിമയെന്ന് വിളിക്കുന്നത് തെറ്റാണ് എന്നുള്ളൊരു നിരീക്ഷണം അവരും വെക്കുന്നു. ആര്? കേംബ്രിഡ്ജ് ഹിസ്റ്റോറിയന്മാരും പറയുന്നു ഇവിടെ അടിമത്തം എന്ന് പറയുന്ന ഒരു സങ്കല്പം സാധ്യമല്ല. നമ്മൾ ഭൂതകാലം അന്വേഷിച്ച് പോകുമ്പോൾ അതിൻ്റെ അകത്ത് ഇപ്പൊ ഉദാഹരണം, നിങ്ങൾ ഈ 10 ദിവസം അല്ലെങ്കിൽ നിങ്ങൾ ഈ 6 മാസം ഇവിടെ പഠിച്ചു, 6 മാസം പഠിച്ചിട്ട് നിങ്ങൾ സന്തോഷം അന്വേഷിച്ച് നിങ്ങൾ പുറകോട്ട് പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നതിന് ശേഷം സന്തോഷമുണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കുന്നു. അപ്പൊ നിങ്ങൾ നോക്കിക്കഴിയുമ്പോൾ അതിന് ചിലർക്ക് സന്തോഷമുണ്ട് എന്നുള്ളൊരു കാരണത്തിലേക്ക് ചിലർ എത്തിച്ചേരും, ചിലർക്ക് ഒരു സന്തോഷവും ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതെല്ലാം നിങ്ങളുടെ അനുഭവങ്ങൾ തന്നെയാണ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഒരു ഇത് വെച്ചിട്ട് നിങ്ങൾ പരിശോധിച്ചിട്ട് നിങ്ങൾ ആ കാര്യങ്ങൾ പറയുന്നു. അപ്പൊ എന്ന് പറഞ്ഞ പോലെ തന്നെ സ്ലേവറി എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ ഇവർ അന്വേഷിച്ച് പുറകോട്ട് പോവുകയാണ്. അപ്പൊ അവർ അന്വേഷിച്ച് പോകുന്നതിനകത്ത് ഇവർ കാണുന്നില്ല, ഇവർ ചില അനുഭവങ്ങളെ കാണുന്നുണ്ട്. ആ അനുഭവങ്ങൾ ഇവർ പറയുന്നത് എന്താ, ഇത് അങ്ങനെ നമുക്ക് വിളിക്കാൻ പറ്റത്തില്ല, അതിന് കാരണങ്ങൾ ഇന്നതൊക്കെയാണ്. ഇവർക്ക് ഭൂമി, മറ്റവർ പറഞ്ഞ എന്താണ്, ഇവർക്ക് ചില ഒരു മേൽക്കീഴ്ക്രമമാണ്, ഒരു അടിയായ്മയാണ്, അല്ലെങ്കിൽ ഇവർ വേറെ ഭാഷ സംസാരിക്കുന്നില്ല, ഇവർ വിൽക്കപ്പെട്ടിട്ടില്ല, ഇവർ അത് പ്രദേശങ്ങളിൽ മാത്രമാണ് വിറ്റുകൊണ്ടിരുന്നത് ഇവരെ കുറിച്ചൊക്കെ, അല്ലാതെ ഇവർക്ക് അങ്ങനെ മറ്റു ചില പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് ഇവരെ നമുക്ക് അടിമയെന്ന് വിളിക്കാൻ പറ്റത്തില്ല. രണ്ടാമത്തെ ആളുകൾ പറഞ്ഞു ഇവർക്ക് ഭൂമിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അധികാരങ്ങളും അവകാശങ്ങളും ഒക്കെ ഇവർക്കുണ്ട്, ഭൂമിയിൽ കൃഷി ചെയ്യുന്നതിനും കൃഷിയുമായി ബന്ധപ്പെട്ട അറിവുകളും ഒക്കെ ഉള്ള ഒരു വിഭാഗം ആളുകളാണ്, കൃഷിയുടെ പ്രദേശങ്ങളിലൊക്കെ ഇവർക്ക് താമസിക്കാനുള്ള റൈറ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാരണത്താൽ എന്തല്ല ഇവരെ അടിമകളെന്ന് വിളിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇങ്ങനെ ഇരിക്കുക വേറൊരു വിഭാഗം ചരിത്രകാരന്മാരാണ്. ഇന്ത്യയിലെ ചരിത്ര രചനയിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ചരിത്ര രചനാ സ്കൂൾ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, സബാൾട്ടൻ സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു വിഭാഗം വരുന്നത്. അപ്പൊ സബാൾട്ടൻ കളക്റ്റീവ് എന്നുള്ള പേരിലാണ് അവരുടെ 12ഓളം വോളിയങ്ങളാണ് അവർ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അപ്പൊ അവരാണ് സൗത്ത് ഏഷ്യയുടെ ഒരു പ്രധാന ഹിസ്റ്ററിയിൽ പ്രധാനമായ മാറ്റങ്ങൾ വരുത്തിയ ഒരു വിഭാഗം ഹിസ്റ്റോറിയൻ. ഇവരും ബേസിക് ആയിട്ട് മാർക്സിസ്റ്റ് ചരിത്ര രചനാ രീതിയാണ് ഇവരും ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവരുടെ ഒരു ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്റോണിയോ ഗ്രാംഷി എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ഫിലോസഫർ ആണ്, ഇറ്റലിക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ ഇദ്ദേഹത്തിന് ഈ മുസോളിനിയുടെ സമയത്ത്, അതായത് സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്ത് ഇദ്ദേഹത്തെ പിടിച്ച് ജയിലിലിടും. അപ്പൊ ജയിലിൽ കടന്നുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഒരു പ്രത്യേക രീതിയിൽ മാർക്സിസ്റ്റ് സിദ്ധാന്തങ്ങളെ, അദ്ദേഹം ഒരു മാർക്സിസ്റ്റുകാരനായിട്ടുള്ള വ്യക്തിയാണ്, അദ്ദേഹം ആ ഒരു സിദ്ധാന്തത്തിന് അദ്ദേഹം അവിടുത്തെ കുറെ നോട്ട്ബുക്കിൽ ഇങ്ങനെ പകർത്തി വെക്കുകയാണ്. അദ്ദേഹം ഈ സൊസൈറ്റിയിലെ മാറ്റങ്ങളെ കുറിച്ചും എന്താണ് കൾച്ചറിനെ കുറിച്ചും, ഹെജിമണി എന്ന് പറഞ്ഞ സങ്കല്പം, എങ്ങനെയാണ് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കീഴടക്കുന്നത്, എങ്ങനെയാണ് തൊഴിലാളി കേന്ദ്രമായിട്ടുള്ള ഒരു അന്വേഷണങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെ തുടങ്ങി കുറേ അധികം വിഷയങ്ങളെ കുറിച്ച്, സ്ത്രീകളെ കുറിച്ചും അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന അറിവുകളെല്ലാം വെച്ചിട്ട് മാർക്സിസ്റ്റ് രീതിയിൽ അദ്ദേഹം ഒരു പ്രത്യേക ചില കോഡുകളൊക്കെ ഉപയോഗിച്ചു. കോഡ് എന്ന് പറഞ്ഞാൽ അന്ന് ജയിലിൽ കിടക്കുന്നതുകൊണ്ട് മാർക്സിസം അല്ലെങ്കിൽ മാർക്സ് എന്നൊക്കെ ഒന്നും അദ്ദേഹത്തിന് ഡയറക്റ്റ് എഴുതാൻ പറ്റാത്തതുകൊണ്ട് ഐഡിയോളജി എന്നുള്ള പേരൊക്കെ ആയിരിക്കും അദ്ദേഹം ചിലപ്പോൾ എഴുതുന്നത്. അപ്പൊ എന്തായാലും ഇത് ഭയങ്കര ശ്രദ്ധേയമായി മാറി. പ്രസന്റ് നോട്ട്ബുക്ക് എന്നൊക്കെ പറഞ്ഞ പേരിലാണ് പിന്നീട് അറിയപ്പെടുന്നത്. ഇതിനെ ഉപയോഗിച്ചുകൊണ്ട് പല രീതിയിൽ ആളുകൾ ചരിത്ര രചനയിൽ ഏർപ്പെടാനൊക്കെ തുടങ്ങി. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ആ നോട്ട്ബുക്ക് വെച്ചിട്ട്, അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു വീക്ഷണം, നോട്ട്ബുക്ക് എന്ന് പറഞ്ഞാൽ അദ്ദേഹം സൊസൈറ്റിയെ കാണണം എന്ന് മുൻപോട്ട് വെച്ച ആ ഒരു വീക്ഷണം വെച്ചിട്ട് സൗത്ത് ഏഷ്യയുടെ ഒരു ചരിത്രം. സൗത്ത് ഏഷ്യ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ രാജ്യങ്ങൾ വരുന്ന സൗത്ത് ഏഷ്യ ഏതായിരിക്കും? സൗത്ത് ഏഷ്യ എന്ന് പറഞ്ഞ രാജ്യങ്ങൾ ഇന്ത്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക, നമ്മളെ ഇപ്പുറത്തെ സൈഡിൽ കിടക്കുന്ന ആളുകളെല്ലാം ഓർത്താൽ മതി. അപ്പൊ അവരെല്ലാം കൂടെ വരുന്നതാണ് സൗത്ത് ഏഷ്യ എന്ന് പറഞ്ഞത്. അപ്പൊ ആ ഒരു മേഖലയുടെ ഒരു ചരിത്ര രചനയിൽ ഇദ്ദേഹത്തിന്റെ ഈ ഗ്രാംഷിയുടെ ആശയങ്ങളെ കടമെടുത്തുകൊണ്ട് ഒരു ചരിത്രത്തിൽ ഏർപ്പെടുന്ന വേറൊരു വിഭാഗം ആളുകൾ പ്രത്യക്ഷപ്പെടുന്നു. അതിൽ ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ള വ്യക്തിയാണ് രണജിത് ഗുഹ എന്ന് പറയുന്ന ഒരു അദ്ദേഹമുണ്ട്. അദ്ദേഹം ബംഗ്ലാദേശ് സ്വദേശിയാണ്, പിന്നീട് ഇന്ത്യ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ജീവിക്കുന്നത്. അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹം ആണ് സബാൾട്ടൻ സ്റ്റഡീസിന്റെ ഒരു ഫൗണ്ടർ എന്ന നിലയിൽ നമ്മൾ കാണുന്നു. അപ്പൊ അദ്ദേഹം കടമെടുത്തിരിക്കുന്നത് ഈ ഗ്രാംഷിയുടെ ഒരു സിദ്ധാന്തമാണ്. അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹവും അദ്ദേഹത്തിന് ശേഷം പിന്നീട് നിരവധി ആളുകൾ, പാർത്ഥ ചാറ്റർജി, ദീപേഷ് ചക്രവർത്തി എന്നൊക്കെ പറഞ്ഞ് കുറെ അധികം ആളുകളൊക്കെ വരുന്നു. അപ്പൊ ഇവരുടെ ഒരു പ്രധാനമായിട്ട് ഒരു മാർജിനലൈസ്ഡ് സെക്ഷനെ കുറിച്ചും ചരിത്ര രചനയിൽ ഉൾപ്പെടാതിരിക്കുന്ന ആളുകളെ കുറിച്ചൊക്കെയാണ് പഠിക്കാൻ ശ്രമിച്ചത് ഈ സബാൾട്ടൻ സ്റ്റഡീസ്. അപ്പൊ നമ്മൾ നാട്ടിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കും അതിനെ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്? കീഴാള പഠനങ്ങൾ എന്നൊക്കെ രീതിയിലാണ് നമ്മളതിനെ പരിഭാഷപ്പെടുത്തി. ചിലർ അടിയാള പഠനങ്ങൾ എന്ന രീതിയിലാണ് എന്നുള്ള രീതിയിലും പറയാറുണ്ട്. അപ്പൊ എന്തായാലും ഇവർ കുറെ ഇന്ത്യയുടെ ചരിത്ര രചനയിൽ ഭയങ്കരമായ മാറ്റം ഉണ്ടായി. അതായത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ
കണ്ടുകൊണ്ടിരുന്ന ഒരു കാഴ്ച, മാർക്സിസ്റ്റുകാരും സാമ്രാജ്യത്വ ചരിത്രകാരന്മാരും കണ്ടുകൊണ്ടിരുന്ന ഒരു കാഴ്ചയുടെ പരിമിതി ഇവർ ഭയങ്കരമായി വ്യക്തമാക്കി. ഇവരെല്ലാത്തിനെയും സമഗ്രമായ രീതിയിൽ വിമർശിച്ചു. ഇന്ത്യയിലെ നമ്മൾ വലിയ നവോത്ഥാന നായകന്മാരെന്നൊക്കെ പറഞ്ഞ് കൊണ്ട് ആഘോഷിക്കുന്ന രാജാറാം മോഹൻ റോയും ശ്രീനാരായണ ഗുരുവും എന്നൊക്കെ തുടങ്ങി കുറെ അധികം മനുഷ്യന്മാർ നമ്മുടെ എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട്. അപ്പൊ ഇവരുടെയൊക്കെ ചരിത്രം ഇവരെന്ത് ചെയ്തു? ഇവർ പറഞ്ഞു നിങ്ങൾ അവരെയൊക്കെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. അവര് ഈ പറഞ്ഞ പോലെ നമുക്ക് നവോത്ഥാന നായകന്മാരെന്നുള്ള രീതിയിൽ വിളിക്കാനൊക്കെ നമുക്ക് പറ്റുമോ? അവർ ചെയ്തത് എന്താ? അവരവരുടെ സ്വന്തം ജാതിക്കാരെ കുറിച്ച് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അവർ ആ ജാതിക്കുള്ളിൽ മാത്രമാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അല്ലാതെ എല്ലാവർക്കും വേണ്ടിയൊന്നും ഒരു പ്രവർത്തനം ഇവർ നടത്തിയിട്ടില്ല. രണ്ടാമത് ഇവർ മുൻപോട്ട് വെച്ച ആശയങ്ങൾ എന്താ? ബ്രിട്ടീഷുകാരായിട്ടുള്ള ആളുകൾ എന്തൊക്കെ സങ്കല്പങ്ങളാണ് മുന്നോട്ട് വെക്കാൻ ശ്രമിച്ചത്, ആ ഒരു സങ്കല്പങ്ങൾ മാത്രം അതിനെ നടപ്പിലാക്കിയ കുറെ മനുഷ്യന്മാർ, ഒരു ജാതിക്കുള്ളിൽ ഈ ബ്രിട്ടീഷുകാർ മുൻപോട്ട് വെച്ച ആശയങ്ങളെ നടപ്പിലാക്കിയ കുറച്ച് നേതാക്കന്മാർ മാത്രമായിരുന്നു അവര്. അപ്പൊ അവരൊന്നും ഈ പറയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും പ്രവർത്തകരും ഒന്നും അല്ല എന്നുള്ള രീതിയിലുള്ള ചില വിമർശനങ്ങൾ വെക്കുക, അല്ലെങ്കിൽ വളരെ ചെറിയ ചില രേഖകൾ വെച്ചുകൊണ്ട്, അതായത് ആദ്യവും അന്ത്യവും ഇല്ലാത്ത ചില രേഖകൾ വെച്ചുകൊണ്ട് ചരിത്രത്തെക്കുറിച്ച് പറയുക. അപ്പൊ ദേശീയതയെക്കുറിച്ച് പറയുക. അപ്പൊ മാർക്സിസ്റ്റുകാരും കേംബ്രിഡ്ജുകാരും ഒക്കെ ദേശീയതയെക്കുറിച്ച് പറയുമ്പോൾ ഇവരൊന്നുണ്ടോ നിങ്ങളെ ആരുടെ ദേശീയതയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? ഇവിടെ ഉണ്ടായിരുന്നത് താഴ്ന്ന ജാതിക്കാരായിട്ടുള്ള ആളുകൾ ഒരിക്കലും ബ്രിട്ടീഷുകാരുടെ ഭരണത്തിനെതിരായിട്ട് ചില മൂവ്മെന്റുകളൊന്നും അവിടെ ഇവിടെയൊക്കെ ചില കാര്യങ്ങൾ കാണാൻ സാധിക്കുമെങ്കിലും അവരൊന്നും അങ്ങനത്തെ രീതിയിലൊന്നും ബ്രിട്ടീഷ് ഭരണകൂടത്തിനെ വിമർശിക്കുന്നതായിട്ടൊന്നും കാണുന്നില്ല എന്നൊക്കെ പറയുക. അപ്പൊ ഗാന്ധിജിയെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടത്തുക. അപ്പൊ ഗാന്ധിജിയൊക്കെ വിമർശനപരമായി കാണുന്ന ചില പഠനങ്ങളെ, അപ്പൊ ആ രീതിക്ക് ചരിത്ര രചനയിൽ എഴുതപ്പെട്ടതും എഴുതപ്പെടാത്തതുമായിട്ടുള്ള പല രേഖകളും ഒക്കെ വെച്ചുകൊണ്ട് അവർ പല കാര്യങ്ങളൊക്കെ നോക്കുന്നു. അപ്പൊ ഇവരുടെ അന്വേഷണത്തിന്റെ ഒരു പ്രധാന മേഖലയിൽ വന്ന ഒരു പ്രധാനമായിരുന്നു ലേബർ എന്ന് പറയുന്ന ഒരു സങ്കല്പം, ജെൻഡർ. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, നിങ്ങൾ ഇപ്പോഴേ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. സബാൾട്ടൻ സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും, അല്ലെങ്കിൽ കീഴാള പഠനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു താഴ്ന്ന ജാതിക്കാരെ കുറിച്ചുള്ള ഒരു പഠനമല്ല. മനസ്സിലായോ? അതായത് നമ്മുടെ ഒരു പൊതുബോധം, പ്രത്യേകിച്ച് കേരളത്തിന്റെ ഒരു പൊതുബോധം എന്താണെന്ന് ചോദിച്ചാൽ സബാൾട്ടൻ സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പട്ടികജാതിക്കാരെ കുറിച്ച് പഠിക്കുന്ന എന്തോ പരിപാടിയാണ് എന്നുള്ളതാണ് ആളുകളുടെ ഒരു ചിന്ത. അത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അതിന് ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ നാട്ടിൽ നിന്ന്, അപ്പൊ ഈ സബാൾട്ടൻ സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ ഒരു ചരിത്രകാരന്മാരുടെ കൂട്ടായ്മയാണ്. അതായത് ഒരാശയം, നമ്മൾ മാർക്സിസ്റ്റുകാരെന്നൊക്കെ പറഞ്ഞില്ലേ, അപ്പൊ അതുപോലെ തന്നെ, അല്ലെങ്കിൽ കേംബ്രിഡ്ജുകാരെന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു പ്രത്യേക രീതിയിൽ ഭൂതകാലത്തെ നോക്കിക്കാണാൻ ശേഷിയുള്ള, അല്ലെങ്കിൽ ഭൂതകാലത്തെ നോക്കി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് നമ്മൾ എന്ത് പറയുന്നത് സബാൾട്ടൻ കളക്റ്റീവ് എന്നുള്ള രീതിയിൽ പറയുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് മലയാളികളായിട്ടോ ചില ആളുകളും ഒക്കെ വരുന്നുണ്ട്. സൂസി താരു എന്ന് പറഞ്ഞ ഒരു മലയാളിയായിട്ട് വരുന്നു, അല്ലെങ്കിൽ അജയ് സ്കറിയ എന്ന് പറഞ്ഞൊരു വേറൊരു ഒരു സോഷ്യൽ സയന്റിസ്റ്റ് വരുന്നുണ്ട്. അപ്പൊ അവരൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ നോക്കി വരാം. പിന്നെ നമ്മൾ എന്താണ് ഇത് ജാതിയല്ല, അല്ലെങ്കിൽ ഈ താഴ്ന്ന ജാതിയെ കുറിച്ച് പഠിക്കുന്ന അല്ല എന്ന് പറയുന്നതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്. അതിൻ്റെ അകത്ത് രണ്ട് മലയാളത്തിൽ, അല്ലെങ്കിൽ മലയാളികളെ സംബന്ധിച്ച് രണ്ട് പഠനങ്ങളാണ് അതിനകത്ത് വരുന്നത്. അപ്പൊ അതിലൊന്ന് പ്രവീണ കോടത്ത് എന്ന് പറഞ്ഞ ഒരു സ്കോളറുടെ കേരളത്തിലെ നായർ സ്ത്രീകളെ കുറിച്ചുള്ള ഒരു പഠനം. രണ്ട് MT അൻസാരി എന്ന് പറഞ്ഞ മറ്റൊരു സോഷ്യൽ സയന്റിസ്റ്റിന്റെ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയെ കുറിച്ചും അവരുടെ ഒരു റെപ്രസെന്റേഷൻ എങ്ങനെയാണ്, പ്രത്യേകിച്ച് വില്യം ലോഗനെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് അവരെങ്ങനെയാണ് ഈ ബ്രിട്ടീഷ് ആർക്കൈവ്സിലും അല്ലെങ്കിൽ ബ്രിട്ടീഷ് മലബാറിൽ എങ്ങനെയാണ് മുസ്ലിംസിനെ അവർ ഡോക്യുമെന്റ് ചെയ്ത് അതിനെയൊക്കെ ഒരു ക്രിട്ടിക്കലായിട്ട് വായിക്കുന്ന ഒരു അന്വേഷണം ആര് നടത്തിയത്? MT അൻസാരി നടത്തി. അപ്പൊ ഈ മുസ്ലിങ്ങളും നായന്മാരും നമ്മുടെ സങ്കല്പത്തിൽ കീഴാളരാണോ? അല്ലെങ്കിൽ മലയാളികളെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കീഴാളരാണ് ഇവർ രണ്ടുപേരും? ഒരിക്കലും അല്ല. നമ്മുടെ ഒരു പൊതുബോധത്തിൽ ഇവർ കീഴാളരല്ല. പക്ഷെ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ കീഴാളരെന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ചരിത്ര രചനയിൽ ഉൾപ്പെടാത്ത ആളുകളെയാണ് നമ്മൾ. ഇപ്പൊ നായർ സ്ത്രീകളെ കുറിച്ചൊന്നും കാര്യമായ രീതിയിൽ അന്വേഷണങ്ങൾ നടന്നിട്ടില്ല. അത് സമീപ സമയങ്ങളിലാണ് ചില ആളുകളൊക്കെ നടത്തുന്നത്. അപ്പൊ അതിന്റെ ഭാഗമാണ്, അത് ചരിത്ര രചനയിൽ ഉൾപ്പെടാത്ത ആളുകളെ ഉൾപ്പെടുത്തുന്ന ഒരു ചരിത്ര രചനയാണ് എന്ത് പറയുന്നത് സബാൾട്ടൻ സ്റ്റഡീസ് എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നത്. അപ്പൊ എന്തായാലും ഇവരിൽ അന്വേഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇവർ ലേബറെ കുറിച്ച് അന്വേഷിക്കുന്നു. അങ്ങനെ ഇവരുടെ ഇടയിൽ നിന്ന് വന്ന ഒരു ശ്രദ്ധേയനായിട്ടുള്ള മറ്റൊരു പ്രധാന വ്യക്തിയാണ് ഗ്യാൻ പ്രകാശ് എന്ന് പേരുള്ള ഒരു ഹിസ്റ്റോറിയൻ, ഗ്യാൻ പ്രകാശ്. അപ്പൊ അദ്ദേഹം ബീഹാറിനെ കുറിച്ചൊക്കെയാണ് അദ്ദേഹം പഠനം നടത്തിയത്. അപ്പൊ ഗ്യാൻ പ്രകാശ് പഠനം നടത്തിയത് ബോണ്ടഡ് ലേബേഴ്സ് എന്ന് പറഞ്ഞൊരു വർക്കൊക്കെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസ് ഒക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ഈ ആർക്കൈവ്സിനെ ക്രിട്ടിക്കലായിട്ടൊക്കെ വായിച്ച ഒരു പ്രധാന വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം മുൻപോട്ട് വെച്ചൊരു കാര്യം, അല്ലെങ്കിൽ സബാൾട്ടൻ സ്റ്റഡീസുകാർ സ്ലേവറിയെ കുറിച്ച് പറഞ്ഞൊരു പ്രധാന പോയിന്റ്, ഈ സ്ലേവറി എന്ന് നമ്മൾ ബ്രിട്ടീഷുകാർ എഴുതിയിരിക്കുന്ന നിരവധി ഡോക്യുമെന്റുകൾക്കകത്ത് നമ്മളിങ്ങനെ കാണും. സ്ലേവറി, സ്ലേവ് ട്രേഡ് എന്നൊക്കെ പറഞ്ഞ് ബ്രിട്ടീഷുകാർ ഇങ്ങനെ വ്യാപകമായ രീതിയിൽ, അല്ലെങ്കിൽ കൊളോണിയൽ ഡോക്യുമെന്റുകൾ നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് എല്ലാം ഇഷ്ടം പോലെ സ്ലേവറി എന്നുള്ളൊരു ടേം നിങ്ങൾ കാണും. പക്ഷെ അത് തെറ്റാണ്. അതിൻ്റെ ഒരു കാരണം ഇദ്ദേഹം പറയാണ്, ആ സ്ലേവറി എന്നുള്ളൊരു പദം ഇവർ ഉപയോഗിച്ചിരിക്കുന്നത് ഇവരുടെ ഒരു ബോധത്തിൽ നിന്നിട്ടാണ്. അതായത് യൂറോപ്യൻ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ ജനിച്ചു വളർന്ന ഒരാൾ, അയാളുടെ ഒരു യൂറോപ്യൻ എൻലൈറ്റ്മെന്റിന്റെയും അവിടുത്തെ ഒരു ബൂർഷ്വാ ലേബർ സെന്റേഡ് ആയിട്ടുള്ള
ഒരു സങ്കല്പത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അവര് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ലേബർ ഘടനയെ, ഒരു തൊഴിലാളി ഘടനയെ, തൊഴിൽ ഘടനയെ അവർ തെറ്റിദ്ധരിച്ചതാണ്. അതുകൊണ്ട് അവരുപയോഗിച്ച വാക്കാണ് എന്ത്, സ്ലേവറി എന്നുള്ളൊരു പദമൊക്കെ അവർ തെറ്റിദ്ധാരണ മൂലം അവർ ഉപയോഗിച്ചാണ്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. ഇപ്പൊ ബുക്കാനന്റെ, ഫ്രാൻസിസ് ബുക്കാനൻ എന്ന് പറഞ്ഞ ഒരാളും, അപ്പൊ അങ്ങേര് 1800 നമ്മുടെ നാട്ടിലും വരുന്നു, അതേപോലെ തന്നെ ബീഹാറിലും ഇന്ത്യയുടെ പല സ്ഥലങ്ങളിലൊക്കെ പോയാണ് ഫ്രാൻസിസ് ബുക്കാനൻ. അപ്പൊ അങ്ങേര് ഈ അദ്ദേഹത്തിന് കണ്ണിൽ കാണുന്ന എല്ലാം അദ്ദേഹം എഴുതും. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി അദ്ദേഹം എന്ത് ചെയ്യും, ഇവിടെ കാണുന്ന എല്ലാവിധ വിവരങ്ങളും തൊഴിലാളികളെ കുറിച്ചും കാലാവസ്ഥയെക്കുറിച്ചും മൃഗങ്ങളെക്കുറിച്ചും കാട്ടിനുള്ളിൽ എന്നൊക്കെ മരങ്ങളാണ് എന്നതിനെ കുറിച്ചും എന്തൊക്കെ എഴുതാവോ അതെല്ലാം അദ്ദേഹം വള്ളി വിടാതെ എഴുതി പ്രസിദ്ധീകരിച്ച ഒരു വ്യക്തിയാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ റിപ്പോർട്ടിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്ലേവറി എന്നുള്ള ഒരു ടേം ഇങ്ങനെ നിരന്തരമായി ഇങ്ങനെ കാണും. അപ്പൊ ഈ ബീഹാറിലെ കാമിയ എന്ന് പറഞ്ഞ ജാതിയെ വെച്ചിട്ട് അദ്ദേഹം, ഈ ഗ്യാൻ പ്രകാശ് പറയുകയാണ് ഇങ്ങനത്തെ രീതിയിലൊന്നും പറയാൻ പറ്റത്തില്ല. അതായത് ഇവർ തെറ്റിദ്ധരിച്ചപ്പെട്ടതാണ്, ഇവർക്ക് അറിയാൻ മേലായിരുന്നു. ഇപ്പം ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ, അല്ലെങ്കിൽ നമുക്കിപ്പം ഇവിടെ കാണുന്ന ഈ യൂണിവേഴ്സിറ്റി കാണുന്ന എല്ലാവരും വിദ്യാർത്ഥികളാണോ? ഒരിക്കലും അല്ല. അപ്പൊ അതേ രീതിക്ക് തന്നെ, അതായത് ഇവിടെ വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകളുണ്ട്, അല്ലെങ്കിൽ ലോകത്തിന്റെ ഒരു ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കുമ്പോൾ പലതരത്തിലും സ്ലേവറി അല്ലെങ്കിൽ സ്ലേവ് അനുഭവങ്ങളുള്ള ആളുകളുണ്ട്. പക്ഷെ ഇന്ത്യൻ സാഹചര്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇവരെ സ്ലേവ് എന്നുള്ള നിലയിൽ വിളിക്കാൻ പറ്റത്തില്ല. ഇവർക്ക് അവരുടേതായിട്ടുള്ള ചില അവകാശങ്ങളും അധികാരങ്ങളും മറ്റു പല സംവിധാനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇവർക്ക് അടിമത്വവും അല്ലെങ്കിൽ അങ്ങനെ അനുഭവങ്ങൾ ഇല്ല എന്നുള്ളൊരു നിരീക്ഷണം ആര് വെക്കുന്നു? സബാൾട്ടൻ സ്റ്റഡീസ് എന്ന് പറയുന്ന ആളുകളും അവരും മുൻപോട്ട് വെക്കും. അപ്പൊ അതിനുശേഷം വരുന്ന ഒരു പ്രധാന സ്കൂളിലാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ദളിത് സ്റ്റഡീസ് എന്നുള്ള രീതിയിൽ നമ്മൾ അന്വേഷിക്കുന്നത്. ദളിത് സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ വേറൊരു വിഭാഗമാണ്. അപ്പൊ ഇവര് ഈ സബാൾട്ടൻ സ്റ്റഡീസുകാരൊക്കെ നേരിട്ടൊരു പ്രധാന വിമർശനം, അതായത് ഓരോരുത്തരെ കുറിച്ച് വിമർശിക്കുക. അപ്പൊ ഇവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ട് വലിയ സബാൾട്ടൻ കീഴാളർ എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ വലിയ പഠനമൊക്കെ നടത്തുന്നത്, നിങ്ങൾ അംബേദ്കറെ കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല, അല്ലെങ്കിൽ അംബേദ്കർ, ഫൂലെ, അയ്യങ്കാളി തുടങ്ങിയ കുറേയധികം നേതാക്കന്മാർ ഇന്ത്യയുടെ പലയിടങ്ങളിലുണ്ട്, അവരെ കുറിച്ചൊന്നും ഒരക്ഷരം പോലും നിങ്ങൾ പറഞ്ഞിട്ടില്ല. നിങ്ങൾ കാസ്റ്റിനെ കാര്യമായ രീതിയിൽ അഡ്രസ്സ് ചെയ്തിട്ടില്ല, സ്ലേവറിയെ കുറിച്ച് പറഞ്ഞിട്ടില്ല. നിങ്ങൾ എപ്പോഴും ഒരു മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രമാണ് അന്വേഷിക്കുന്നത്. അതായത് നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ സാധിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് നിങ്ങൾ കൂടുതലായി പറഞ്ഞത്. അല്ലാത്ത ആളുകളുമുണ്ട്, എങ്കിൽ നിങ്ങൾ കൂടുതൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാത്രമാണ് പറഞ്ഞുകൊണ്ടിരുന്നതൊക്കെ പറഞ്ഞാണ് കുറേയധികം വിമർശനങ്ങളൊക്കെ വെക്കുന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ വന്നിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ചരിത്രരചന സ്കൂളിന്റെ ഒരു പ്രധാന രീതിയാണ് ദളിത് സ്റ്റഡീസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ പ്രൊഫസർ സനൽ മോഹനെ പോലുള്ള ആളുകളൊക്കെയാണ് അതിന്റെ പ്രധാന വക്താവായിട്ട് ഇരിക്കുന്നത്. അപ്പൊ ദളിത് സ്റ്റഡീസ് എന്ന് പറഞ്ഞ തന്നെ ഒരു വോളിയം അവർ പ്രസിദ്ധീകരിച്ചു. ഒന്നാമത്തെ അതിന്റെ കെ സത്യനാരായണ, റാം നാരായൺ റാവത്ത് എന്ന് പറഞ്ഞ 2 പേരാണ് അതിന്റെ എഡിറ്റർമാരായിട്ട് ഡ്യൂക്ക് യൂണിവേഴ്സിറ്റി പ്രസ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ അത് അവർ പ്രധാനമായിട്ട് നോക്കുന്ന ഹ്യൂമൻ ഡിഗ്നിറ്റി എന്ന് പറഞ്ഞ സങ്കല്പമാണ്. മനുഷ്യന്റെ ഒരു അന്തസ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് അവർ അന്വേഷിക്കുന്നത്. അപ്പൊ അവര് സ്ലേവറി എന്നുള്ളൊരു കാര്യം, ഇപ്പൊ സനൽ മോഹൻ സാറിന്റെയൊക്കെ പഠനമൊക്കെ പരിശോധിച്ചാലും അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ ടൈറ്റിൽ തന്നെ എന്തുണ്ട്, സ്ലേവറി എന്ന്, മോഡേണിറ്റി ഓഫ് സ്ലേവറി എന്നാണ് ആ ടൈറ്റിൽ തന്നെ പറയുന്നത്. അപ്പൊ അതൊക്കെ ഇതിനെയൊക്കെ ചലഞ്ച് ചെയ്യുന്ന ചില ടേമുകളൊക്കെയാണ്. അപ്പൊ അതായത് ഇന്ത്യൻ ചരിത്ര രചനയിൽ ഇങ്ങനൊരു സംഭവമേ ഇല്ല എന്ന് പറഞ്ഞിടത്താണ് ഇവർ പറയുകയാണ് ഇങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ട് എന്നുള്ള രീതിക്ക് സ്ലേവറിയെ കുറിച്ച് പറയും. അപ്പൊ ഇവിടെ പ്രധാനമായി 2 മാറ്റങ്ങളാണ് വരുന്നത് ഈ ഡിബേറ്റിന്. അതായത് ഇന്ത്യൻ ചരിത്രരചനയിൽ ഏർപ്പെടുന്ന എല്ലാവരും ഒന്നടങ്കം പറഞ്ഞ് ഇങ്ങനെ ഒരു കാര്യം ഇല്ല എന്ന് പറയുന്നു. എന്നാൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കാര്യങ്ങൾ മൊത്തത്തിൽ മാറിമറിയാൻ തുടങ്ങി. അപ്പൊ നമ്മുടെ നാട്ടില് കൊച്ചി ഒരു പ്രധാന ഡച്ച് എന്ന് പറയുന്ന കമ്പനി, ഡച്ചുകാരുടെ ഇപ്പോഴത്തെ പേരെന്നാ, ഡച്ച് എന്ന് പറയുന്ന രാജ്യത്തിന്റെ പേര് ഏത് രാജ്യക്കാരാ? ഡച്ച് ഏതാ? അല്ലെ ഹോളണ്ട് എന്ന് നമ്മൾ പറയും ഇടയ്ക്ക്, ഹോളണ്ട് എന്ന് പേരിട്ടായിരുന്നു. ഏത് രാജ്യം അത്? ഏതാ? നെതർലൻഡ് ആണ് നമ്മൾ ഡച്ചുകാരെന്ന് പറയുന്നത്. അപ്പൊ അവരുടെ ഒരു പ്രധാന സ്ഥലമായിരുന്നു എന്ത്, നമ്മുടെ കൊച്ചിയും കൊല്ലവും എറണാകുളത്തിന്റെ ചില ഭാഗങ്ങൾ കൂടുതൽ, അല്ലെങ്കിൽ എറണാകുളം തൃശ്ശൂർ പ്രദേശത്ത് വരുന്ന കുറേയധികം കടലുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പോർട്ടുകളൊക്കെ കൊച്ചിക്കാരുടെ ഒരുമാതിരിപ്പെട്ട പ്രദേശങ്ങൾ ഡച്ചുകാർ കിടക്കും. പോർച്ചുഗീസുകാർ വരുന്നു, അതിനുശേഷം 1763 ആര് വരുന്നു, ഡച്ചുകാർ ഇത് മുഴുവൻ കീഴടക്കും. അപ്പൊ ഡച്ചുകാർ കുറേയധികം പ്രവർത്തനങ്ങൾ ഇന്ത്യയുടെയും അതുപോലെ തന്നെ ഏഷ്യയുടെ പല പ്രദേശങ്ങളും, ഇന്തോനേഷ്യ പോലുള്ള സ്ഥലങ്ങളിലുമൊക്കെ പല സ്ഥലങ്ങളിലും അവർക്കും കച്ചവടങ്ങളുണ്ട്. അപ്പൊ ഇതിനെ സംബന്ധിച്ച് വലിയ പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. ലെയ്ഡൻ യൂണിവേഴ്സിറ്റിയുടെയും അല്ലെങ്കിൽ നെതർലൻഡിലെ പല വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഒക്കെ ഈ ഡച്ചുകാരെ എവിടെയൊക്കെ കോളനിക്ക് സ്ഥാപിച്ചിട്ടുണ്ടോ അതിനെക്കുറിച്ചൊക്കെ അന്വേഷണങ്ങൾ നടത്തും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ നാടിനെ കുറിച്ചും പഠിക്കുന്ന നിരവധി ആളുകൾ വരുന്നു. അപ്പം നമ്മൾ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ, ഇപ്പൊ അഞ്ജന സിംഗ എന്ന് പറഞ്ഞൊരു ഹിസ്റ്റോറിയൻ ഉണ്ട്, അഞ്ജന സിംഗ. അപ്പൊ അവരുടെ ഫോർട്ട് കൊച്ചിയെ കുറിച്ചുള്ള പഠനമുണ്ട്. അങ്ങനെ പല ആളുകളും നമ്മുടെ നാട്ടിൽ നിന്നുള്ള പല ആളുകളും പഠിച്ചിട്ടുണ്ട്. പോർച്ചുഗീസിനെ ഡച്ചിനെ കുറിച്ചൊക്കെ KS മാത്യു അല്ലെങ്കിൽ TI പുന്നൻ എന്നൊക്കെ പറഞ്ഞ, അല്ലെങ്കിൽ പയസ് മലയക്കണ്ടത് എന്നൊക്കെ പറഞ്ഞ ചില ഹിസ്റ്റോറിയന്മാരും ഒക്കെ ഡച്ച് പോർച്ചുഗീസുകാരെ കുറിച്ചൊക്കെ പഠിക്കാൻ ശ്രമിച്ചെങ്കിലും ഈ കഴിഞ്ഞ ഒരു 8-10 വർഷത്തിനിടയിൽ ഈ നെതർലൻഡിലെ ചില സ്കോളേഴ്സ് നമ്മുടെ നാട്ടിലേക്ക് വരുന്നു.
അങ്ങനെ അവർ വന്നിട്ട് നമ്മുടെ കൊച്ചിയിലെ തന്നെ ആർക്കൈവ്സ്, കൊച്ചിയിലെ നമുക്ക് പ്രധാനമായിട്ട് 3 സ്റ്റേറ്റിന് 3 ആർക്കൈവ്സുകളാണ് വരുന്നത്. എവിടെയൊക്കെയാണ് ആർക്കൈവിലൊക്കെ പറയാം? 3 ആർക്കൈവ്സുകൾ വരുന്നു. അതിൻ്റെ ഒരു കാരണം എന്തായിരിക്കും? 3 എണ്ണം വരുന്നതിനൊരു കാരണം. 3 എണ്ണം തിരുവനന്തപുരത്തും എറണാകുളത്തും കോഴിക്കോടുമാണ് ഉള്ളത്. അങ്ങനെ 3 സ്ഥലത്ത് വരുന്നതിൻ്റെ ഒരു കാരണം എന്തായിരിക്കും? എന്തായിരിക്കും? കേരളം എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് ഉണ്ടായിരുന്നു പണ്ട്. അപ്പൊ കേരളം പണ്ട് എങ്ങനെയായിരുന്നു കിടന്നത്? അല്ലെങ്കിൽ ഒരു 10-100 വർഷം മുമ്പ് എങ്ങനെയായിരുന്നു? പ്രധാനമായിട്ട് 3 അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ് ആയിരുന്നു. ഒന്ന് തിരുവിതാംകൂർ എന്ന് പറയുന്നത് സൗത്ത് വരുന്നു, സെൻട്രൽ വരുമ്പോൾ എന്ത് വരുന്നു? കൊച്ചി രാജ്യം വരുന്നു, അപ്പുറ സൈഡിൽ ബ്രിട്ടീഷ് മലബാർ എന്നുള്ള രീതിയിൽ വരും. ഇതിനിടയിലും ചെറിയ ചെറിയ കൊച്ചു കൊച്ചു രാജ്യങ്ങളൊക്കെ വേറെ ഉണ്ട്. എങ്കിൽ ഇത് 3 പ്രധാനമായിരുന്നു. അപ്പൊ ഇവരുടെ രേഖകളെല്ലാം സ്വാഭാവികമായിട്ട് എന്തായിരിക്കും? ഈ സ്ഥലങ്ങൾ വരുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്താണെങ്കിൽ നമുക്ക് 2 എണ്ണം ഉണ്ട് ആർക്കൈവ്സ്. കൊച്ചിയിലേക്ക് വരുമ്പോൾ എറണാകുളത്ത് ഒരെണ്ണം വരുന്നു. പിന്നെ കോഴിക്കോട് കളക്ടറേറ്റിനകത്തും മലബാറുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് ഒരു ആർക്കൈവ്സും. അപ്പൊ ഈ ഡച്ചുകാരായിട്ടുള്ള നെതർലൻഡിലെ ആളുകൾ വന്നിട്ട് അവർ നമ്മുടെ കൊച്ചിയിലെ ആർക്കൈവ്സും അതുപോലെ തന്നെ ചെന്നൈയിലെ ആർക്കൈവ്സ് ഉണ്ട്. നമുക്ക് മദ്രാസ് ആർക്കൈവ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊത്തത്തിൽ സ്റ്റേറ്റിന്റെയും ഗവൺമെന്റിന്റെ എല്ലാം വരുന്നൊരു വലിയൊരു ആർക്കൈവ്സ്. അപ്പൊ ഇതും പോയി പരിശോധിക്കും. അങ്ങനെ അവർ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് ചില രേഖകളൊക്കെ കിട്ടി, വളരെ റെയർ ആയിട്ടുള്ള രേഖകൾ. അപ്പൊ ഇവര് അന്വേഷിക്കും. ഒരു മത്യാസ് വാൻ റൊസോ എന്ന് പറഞ്ഞൊരു ഹിസ്റ്റോറിയൻ, മത്യാസ്, അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ ഈ മേഖലയിൽ പഠനങ്ങളൊക്കെ നടത്തുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം മറ്റൊരു സ്കോളറുണ്ട്, ലിൻഡ എന്ന് പറഞ്ഞ വേറൊരു സ്കോളറുണ്ട്. അപ്പൊ ഇവർ രണ്ടും കൂടെ ഈ കൊച്ചിയിൽ ആർക്കൈവ്സ് ഇവർക്കൊരു റെയർ ആയിട്ടുള്ള ഒരു ബുക്ക് കിട്ടുകയാണ്. അപ്പൊ അതിന്റെ ഒരു പേര് ആക്ടൻ വൺ ട്രാൻസ്പോർട്ട് എന്നാണ് അതിന്റെ പേര്. ഒരു രജിസ്റ്റർ ആണ്. അപ്പൊ ആ രജിസ്റ്റർ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തുറമുഖത്തിൽ നിന്ന് അയക്കുന്ന സാധനങ്ങളുടെ പേരും ഡീറ്റെയിലും ഒക്കെ എഴുതുന്ന, നമുക്കറിയാലോ, നമുക്ക് ഒരു ഗോഡൌണിനകത്ത് അല്ലെങ്കിൽ നമ്മൾ ക്ലാസ്സിൽ ഒരു അറ്റൻഡൻസ് രജിസ്റ്റർ വെക്കുന്നു, എല്ലാവർക്കും ഉണ്ടല്ലോ ഒരു രജിസ്റ്റർ ഉണ്ടായിരിക്കുമല്ലോ. നമുക്ക് യൂണിവേഴ്സിറ്റിക്കാണെങ്കിലും നമ്മുടെ യൂണിവേഴ്സിറ്റിയിലേക്ക് എന്തൊക്കെയാണ്, ഇപ്പൊ സെക്യൂരിറ്റിമാർ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്ന് കയറി വന്ന വണ്ടികളുടെ പേരും നമ്പരും അവർ എഴുതിയിട്ടുണ്ടായിരിക്കാം, ഇറങ്ങിപ്പോണ വണ്ടിയുടെയും കയറി വരുന്ന വണ്ടിയുടെ, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും അതായതായിട്ടുള്ള ഒരു സ്റ്റോക്കും എല്ലാ വിവരങ്ങളും കീപ്പ് ചെയ്യുന്ന ഒരു രജിസ്റ്റർ ഉണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ തുറമുഖങ്ങൾക്കും വളരെ കൃത്യമായ രജിസ്റ്റർ ഉണ്ട്. ഓരോ കപ്പലുകളുടെ അകത്ത് കയറ്റുന്ന എന്തൊക്കെ വസ്തുക്കളാണ് കയറ്റിയത്, അല്ലെങ്കിൽ ആരൊക്കെയാണ് അതിനകത്ത് പോയത് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ എഴുതി വെക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പൊ ഈ ആക്ടൻ വൺ ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞതിനകത്ത് ഈ മനുഷ്യന്മാരെ വിറ്റഴിക്കുന്നതിന്റെ കണക്ക് വരുന്ന രജിസ്റ്റർ ആണ് ഈ ആക്ടൻ വൺ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ആ രജിസ്റ്റർ നോക്കി കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു ഏത് രാജ്യത്തേക്കാണ് ഈ കപ്പൽ പോകുന്നത് ആ രാജ്യത്തിന്റെ പേര് എഴുതുക. അതിനുശേഷം ഈ കപ്പലിനകത്ത് ആരെയൊക്കെയാണ് കയറ്റിയിരിക്കുന്നത് അയാളുടെ പേര്, ആണാണെങ്കിൽ ആൺ പെൺ ലിംഗം പറയുന്നു. അതിനുശേഷം ഇവരുടെ പേര് പറയുന്നു. ഇവരുടെ പേര് പറഞ്ഞതിന് ശേഷം പുതിയ പേര് അതെന്തായിരിക്കും? ഇപ്പം ഈ സായിപ്പ്മാരായിട്ടുള്ള ആളുകൾക്ക് എന്ത് വിളിക്കാൻ പറ്റത്തില്ല, നമ്മുടെ മലയാളികളായിട്ടുള്ള ആളുകളുടെ പേരുകൾ ഉച്ചരിക്കാൻ അവർക്ക് ഭയങ്കര പാടാണ്. ഇപ്പൊ തിരുവിതാംകൂർ എന്ന് വിളിക്കാൻ പാടായതുകൊണ്ടല്ല അവരെന്ത് വിളിക്കുന്നത് ട്രാവൻകൂർ എന്ന് വിളിക്കുന്നു. കോഴിക്കോട് എന്ന് വിളിക്കാൻ പാടായതുകൊണ്ട് എന്ത് വിളിക്കുന്നു കാലിക്കറ്റ് എന്ന് പേരുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ആളുകളുടെ പേരുകൾ വിളിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ ആ പേര് ഇവര് പുതിയ പേരിടുന്നു. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ചീരൻ എന്നുള്ളൊരു പേര്, ആ പേര് മാറ്റിയിട്ട് എന്താക്കുന്നു ഫെബ്രുവരി എന്ന് പേര് കൊടുക്കുന്നു. ഫെബ്രുവരി അല്ലെങ്കിൽ മാസങ്ങളുടെ പേരുകളോ അല്ലെങ്കിൽ സ്റ്റാറുകളുടെ പേരോ അല്ലെങ്കിൽ ബൈബിളിലെ ഏതെങ്കിലും പേരോ എന്ന് തുടങ്ങിയ ഒരു പേര്, അതായത് ഈ രജിസ്റ്ററിനകത്ത് അയാളുടെ പേര്, പുതിയ പേര്, പഴയ പേര്, അയാളുടെ പ്രായം, അതിനുശേഷം അയാളുടെ ജാതി ഏതാണ്, അതിനുശേഷം അയാളുടെ ഉടമസ്ഥൻ ആരായിരുന്നു, അയാളുടെ പുതിയ ഉടമസ്ഥൻ ആരാണ്, പുതിയ ഉടമസ്ഥനും പഴയ ഉടമസ്ഥനും. അപ്പൊ ഇത്രയും വിവരങ്ങൾ എഴുതിയ ഒരു രജിസ്റ്ററാണ് ഇവര് കണ്ടെടുക്കുന്നത്, ഈ ആർക്കൈവ്സിൽ നിന്ന് കണ്ടെടുക്കുന്നത്, ഈ മത്യാസൊക്കെ. അപ്പൊ അതിന്റെ അകത്ത് നോക്കി കഴിയുമ്പോഴത്തേനും കേരളത്തിന്റെ അക്ഷരാർത്ഥത്തിൽ മൊത്തത്തിൽ കാര്യങ്ങൾ ഞെട്ടിക്കണം. അതായത് കേരളത്തിനെ സംബന്ധിച്ച് നമുക്കുണ്ടായിരുന്ന ഒരു ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അടിമ ജാതിയിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ ഉണ്ടായിരുന്നു. അതായത് പുലയര്, പറയര്, കുറവര്, ചെറുമര്, കണക്കര് എന്നൊക്കെ തുടങ്ങിയ കുറച്ച് ജാതികളാണ്. ഇവര് മാത്രമായിരുന്നു, ഈഴവര് ഒക്കെയായിരുന്നു അടിമകളായിട്ടുണ്ടായിരുന്നത്. ബാക്കി ആളുകളൊന്നും അടിമകളൊന്നും അല്ലായിരുന്നു എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു പ്രധാന സങ്കല്പം. എന്നാൽ ഈ രജിസ്റ്റർ വെളിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആ രജിസ്റ്ററിനകത്ത് കാണുന്നത് നായന്മാരായിട്ടുള്ള ആളുകളെ വിൽക്കുന്നുണ്ട്, ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകളെ വിൽക്കുന്നുണ്ട്, അങ്ങനെ പല കാസ്റ്റിലും മതത്തിലും പെട്ട ആളുകളെ വിൽക്കുന്നതിന്റെ വലിയൊരു പട്ടികയാണ് നമ്മുടെ മുമ്പിലേക്ക് ഇവരുടെ പഠനത്തിലൂടെ ഇവർ വെളിയിലേക്ക് ഇട്ടത്. അപ്പൊ അത് നോക്കി കഴിയുമ്പോൾ എന്താ, ആഫ്രിക്കയിൽ എങ്ങനെയായിരുന്നോ അടിമത്തം നിലനിന്നിരുന്നത് അതേ രീതിക്ക് തന്നെ അവരെ പിടിച്ചോണ്ട് പോയി വേറൊരു രാജ്യത്തേക്കാണ് വിറ്റത്. അതേ രീതിക്ക് തന്നെ കൊച്ചിയിൽ നിന്നും കോഴിക്കോട്ട് നിന്നും എന്ത് ചെയ്യുന്നു, ആളുകളെ പിടിച്ചോണ്ട് വന്നു, ബലമായി പിടിച്ചോണ്ട് വരികയും അവരെ അവിടെ കപ്പല് കടത്തി പുതിയ പേരിട്ടിട്ട് അവരെ വേറെ രാജ്യത്തേക്ക്, പ്രത്യേകിച്ച് കേപ്പ് ടൗൺ എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കയിലേക്കാണ് ഏറ്റവും കൂടുതൽ ആളുകളെ വിറ്റിരിക്കുന്നത്. മൗറീഷ്യസിലേക്കും ഇംഗ്ലണ്ടിലേക്കും ആഫ്രിക്കയുടെ പല പ്രദേശങ്ങളിലേക്കും. ആഫ്രിക്കയിലേക്ക് വിൽക്കുന്ന എന്തിനായിരിക്കും, ഈ ഡച്ചുകാരുടെയും അല്ലെങ്കിൽ മറ്റ് പല കമ്പനിക്ക് ഫ്രഞ്ചുകാർക്കൊക്കെ നിരവധി കോളനികളുണ്ട്. അവിടെ പണിയെടുക്കുന്നതിന് വേണ്ടിയാണ് ആരെ കൊണ്ടുപോകുന്നത്,
നമ്മുടെ നാട്ടിലെ ആളുകളെ ഇവിടുന്ന് വിൽക്കുകയാണ്. അപ്പൊ ഇതിന്റെ വലിയൊരു ശേഖരം ഇവർ കണ്ടെത്തുകയാണ് അസാധ്യമായ രീതിയിൽ. അതായത് നാളിതുവരെ കേരളത്തിന്റെ ഒരു ചരിത്രത്തിൽ വന്നിട്ടേ ഇല്ലാത്ത ഒരു സങ്കല്പമായിരുന്നു എന്ത്, മനുഷ്യനെ വിറ്റിരുന്നു എന്നുള്ളൊരു കാര്യം എല്ലാവർക്കും ഒക്കെ അറിയാം. നമ്മുടെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയ തോതിലൊക്കെ ഭൂമിയോടൊക്കെ കൂടിയൊക്കെ വിറ്റിരുന്നു എന്നല്ലാതെ മനുഷ്യനെ ഇങ്ങനെ കടൽ കടന്ന് വേറെ രാജ്യങ്ങളിലേക്ക് വിറ്റതിന്റെ ഒരു രേഖ ഈ ചരിത്രകാരന്മാരും കാര്യമായ രീതിയിൽ മുൻപോട്ട് വെച്ചിട്ടില്ല. വളരെ കുറച്ച് രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ KS മാത്യുവിനെ പോലുള്ള ആളുകളൊക്കെ പോർച്ചുഗീസ് ഹിസ്റ്ററിയുടെ ഒരു കോണ്ടക്സ്റ്റിൽ ചില ആളുകളൊക്കെ വിദേശത്തേക്കൊക്കെ എത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇങ്ങനെ ഭീകരമായ രീതിയിൽ ആഫ്രിക്കയുടെയും ലാറ്റിൻ അമേരിക്കയുടെയൊക്കെ സാഹചര്യത്തിൽ നിന്ന പോലത്തെ ഒരു അവസ്ഥയായിരുന്നു കേരളത്തിലും ഉണ്ടായിരുന്നത് എന്നുള്ളൊരു നിരീക്ഷണം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആർക്കും മുൻപോട്ട് വെക്കുന്നത് ഈ മത്യാസിനെ പോലുള്ള ആളുകളാണ് അത് മുൻപോട്ട് വെക്കുന്നത്. അപ്പൊ പിന്നീട് അവരുടെ ടെസ്റ്റിമോണീസ് ഓഫ് എൻസ്ലേവ്മെന്റ് എന്ന് പറഞ്ഞൊരു വർക്ക് വരുന്നു. കൊച്ചിയിലെ കോടതി രേഖകൾ പരിശോധിക്കുന്നത് ഈ അടിമകളെ ശിക്ഷിക്കുകയും അവരുടെ ഒളിച്ചോട്ടത്തെ കുറിച്ചുമൊക്കെ ഉള്ള തെളിവുകൾ വരുന്നു. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും പുതിയ പഠനം വന്നതോടുകൂടി നാളിതുവരെ ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് സബാൾട്ടർ സ്റ്റഡീസുകാരും കേംബ്രിഡ്ജുകാരും മാർക്സിസ്റ്റുകാരും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ഹിസ്റ്ററി അല്ല നമ്മളവിടെ കാണുന്നത്. അവിടെ നമ്മൾ കാണുന്നത് എന്താ, മനുഷ്യനെ പിടിച്ചുകൊണ്ട് വരുന്നു, ഉപദ്രവിക്കുന്നു, വിൽക്കുന്നു, വാങ്ങുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇവരുടെ ഉടമസ്ഥരുടെയൊക്കെ കണക്കുകൾ പരിശോധിക്കുന്നു. അതിൻ്റെ അതൊക്കെ നോക്കുമ്പോൾ ആരാ, തദ്ദേശീയരായിട്ടുള്ള ആളുകളാണ് വ്യാപകമായി അതിൻ്റെ അത് കാണുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിലാണ് ചില ഹിസ്റ്റോറിയന്മാർ അന്നത്തെ സമയത്ത്, അതായത് ഒരു 19ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ഫ്രാൻസിസ് ഡേ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. ഫ്രാൻസിസ് ഡേ അദ്ദേഹം കൊച്ചിയുടെ ഒരു ഹിസ്റ്ററി എഴുതുന്നു. പിന്നെ ഈ മലബാറിലെ മീനുകളെ കുറിച്ചൊക്കെ ഒരു ഹിസ്റ്ററി ഒക്കെ എഴുതിയ ഒരാളാണ്. അപ്പം അങ്ങേര് പറയുന്ന ഒരു കാര്യമാണ് കൊച്ചിയിലെ ഈ അടിമത്തത്തിന്റെ ഒരു തീവ്രത എത്രയുണ്ട് എന്ന് അദ്ദേഹം വെളിപ്പെടുത്തുന്നതിന് വേണ്ടി പറയുകയാണ്. കൊച്ചിയിലെ ക്രിസ്ത്യൻ ദേവാലയങ്ങൾ 6 ദിവസം അടിമകളെ കെട്ടിയിടുന്ന ഗോഡൗണായിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. 6 ദിവസം അടിമകളെ കെട്ടിയിടുക. അപ്പൊ അതിനുശേഷം 7ാം ദിവസം ഈ അടിമകളെ മുഴുവൻ വെളിയിലേക്ക് ഇറക്കി വെച്ചിട്ട് അവിടെ എന്ത് നടത്തുന്നു, ആരാധന നടത്തുന്നു ഞായറാഴ്ച. അപ്പൊ അങ്ങനത്തെ രീതിയിൽ കച്ചവടങ്ങൾ നിലനിന്നിരുന്ന ഒരു പ്രദേശമായിരുന്നു കേരളം എന്നൊരു നിരീക്ഷണം ആര് വെക്കുന്നു, പുതിയ ചില പഠനങ്ങൾ മുൻപോട്ട് വെക്കുകയാണ്. അപ്പൊ ഇതോടുകൂടി മൊത്തത്തിൽ കാര്യങ്ങൾ മാറി മറിയുന്നു. അവരുടെ വലിയ വലിയ പഠനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 2028 വരെ നീണ്ടു നിൽക്കുന്ന ചില പഠനങ്ങൾ കൊച്ചിയെക്കുറിച്ചൊക്കെ മത്യാസൊക്കെ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതിന്റെ ഭാഗമായിട്ട് അല്ലാതെയും നമ്മുടെ സർക്കാരിന്റെ ഒരു സ്ഥാപനമാണ് KCHR എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, KCHR തിരുവനന്തപുരത്തുള്ള. അപ്പൊ അവര് എല്ലാ വർഷവും 5 കുട്ടികളെ, ഡിഗ്രി കഴിഞ്ഞ 5 കുട്ടികളെ MA പഠിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങോട്ട് നെതർലൻഡിലേക്ക് കൊണ്ടുപോകും. അപ്പൊ നിങ്ങളൊക്കെ അതിനൊക്കെ നെറ്റിലൊക്കെ നോക്കിയാൽ KCHR വെബ്സൈറ്റിലൊക്കെ നോക്കിയാൽ അല്ലെങ്കിൽ പത്രത്തിലൊക്കെ വരാറുണ്ട്. അപ്പൊ അതിന് യോഗ്യത എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളി ആയിരിക്കണം, മലയാളം അറിയാം എന്നൊക്കെയുള്ള ആയിരിക്കണം അതിന്റെ യോഗ്യത വരുന്നത്. അപ്പൊ കുറെ അധികം ഡച്ച് സോഴ്സുകൾ ഇന്നും വായിക്കാതെ ഇരിക്കണം. അപ്പൊ ഡച്ച് ഭാഷ പഠിപ്പിച്ചിട്ട് അത് വായിക്കുന്നതിന് വേണ്ടിയാണ് മലയാളികളായിട്ടുള്ള എല്ലാ 5 കുട്ടികളെ വീതം എല്ലാ വർഷവും അവരിങ്ങനെ റിക്രൂട്ട് ചെയ്യുന്നത്. സൗജന്യമായിട്ടാണ് ആ കാര്യം ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു പഠനം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് പഠനങ്ങൾ പുതിയ ചില തെളിവുകളൊക്കെ വരുന്ന സാഹചര്യത്തിൽ മൊത്തത്തിൽ കാര്യങ്ങൾ അട്ടിമറിക്കപ്പെടുന്നു, പുതിയ ചില കണ്ടുപിടുത്തങ്ങൾ വരുന്നു. അപ്പൊ ഇങ്ങനെ സ്ലേവറി എന്ന് പറഞ്ഞൊരു വിഷയത്തിന്റെ അകത്ത് ഇങ്ങനത്തെ ചില മാറ്റങ്ങളാണ് ഈ സമീപ സമയങ്ങളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനെ വേറൊരു രീതിയിൽ വായിക്കാനൊക്കെ ശ്രമിക്കുന്ന ആളാണ് സനൽ മോഹൻ സാറിനെ പോലുള്ള ആളുകളൊക്കെ. അദ്ദേഹമൊക്കെ സ്ലേവറി അബോളിഷൻ ചെയ്തതിന് ശേഷമുള്ള കാലത്തെക്കുറിച്ചാണ് ഇതിന്റെ ഓർമ്മകളൊക്കെ എങ്ങനെയാണ്, പ്രത്യേകിച്ച് പ്രത്യക്ഷരക്ഷാ ദൈവസഭ എന്ന് പറഞ്ഞ പൊയ്കേലപ്പച്ചൻ സ്ഥാപിച്ച PRDs എന്ന് പറഞ്ഞൊരു സഭയുണ്ട്. അപ്പൊ അവര് അടിമത്വം എന്ന് പറഞ്ഞൊരു സമ്പ്രദായത്തെ കുറിച്ചൊക്കെ ഓർക്കുകയും അതിനെ വേറൊരു തിയോളജിക്കൽ ആയിട്ടുള്ള ഒരു രീതിയിലൊക്കെ വ്യാഖ്യാനിക്കാനൊക്കെ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ പല രീതിയിൽ ചില കാഴ്ചകൾ നമ്മൾ കാണുന്നു. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട പല ഓർമ്മകളും നോവലുകളും എല്ലാം മലയാളത്തിലും അല്ലാതെയും ഒക്കെ എഴുതപ്പെടുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ ഇതൊരു പ്രധാന ടേമാണ്, സ്ലേവറി എന്ന് പറയുന്ന ഒരു പ്രധാന സങ്കല്പമാണ്. ഇതിനെ പല രീതിയിലാണ് ആളുകൾ നിരീക്ഷിക്കുന്നത്. അപ്പൊ അതിന്റെ അകത്ത് പുതിയ പുതിയ വിമർശനങ്ങൾ വരുന്ന സ്വാഭാവികമായിട്ടും ഇത് കണ്ടെടുത്തുകൊണ്ട് വരുന്ന ഒരു സാഹചര്യത്തിലാണ്. അപ്പൊ ഇനി അവസാനമായിട്ട് ഒരു കാര്യം പറഞ്ഞു നിർത്താം. ഇനിയിപ്പം നമ്മളിത് പഠിക്കുന്നത് എന്തിനായിരിക്കും, അല്ലെങ്കിൽ നമ്മളിത് പൊതു സമൂഹം, ഇപ്പം നമ്മൾ പഠിക്കുന്നത് സ്വാഭാവികമായിട്ടും ജയിക്കാനും പരീക്ഷയ്ക്ക് പഠിക്കാനും വേണ്ടിയാണ്, അല്ലെങ്കിൽ മാർക്ക് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിത് പഠിക്കുന്നത്. അത് തർക്കമില്ലാത്ത കാര്യമാണ്. അല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ജോലി കിട്ടുന്നതിനാണ്, നിങ്ങൾക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിനാണ് നിങ്ങളിത് പഠിക്കുന്നത്. എന്നാൽ ഹിസ്റ്റോറിയന്മാരായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ചരിത്രത്തിന് ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ എന്തിനായിരിക്കും ഇത്തരം കാര്യങ്ങൾ പറയുന്നത്? നമുക്കിതൊന്നും ഒരിക്കലും പറയാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ്, ആർക്കും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ ഇതിനെ പല രീതിയിൽ വിളിക്കാറുണ്ട്. ഇത്തരത്തിലുള്ള ഓർമ്മകളെയും ഇഷ്ടപ്പെടാത്ത ഓർമ്മകളെയും ഒക്കെ നമ്മൾ പല രീതിയിലാണ് സോഷ്യൽ സയൻസിൽ. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ വേറൊരു പ്രധാന സങ്കല്പമാണ് വൂണ്ടഡ് മെമ്മറീസ് എന്ന് പറയും. വൂണ്ട് എന്ന് പറഞ്ഞാൽ വ്രണം, മുറിവല്ല വ്രണമാണ്. വ്രണത്തിനൊരു പ്രത്യേകത എന്തായിരിക്കും, മുറിവ് നമുക്ക് മരുന്നൊക്കെ വെച്ച് കരിയും, അല്ലെങ്കിൽ ക്യൂറബിൾ ആണ് ആ സാധനം. പക്ഷെ വ്രണം എന്ന് പറയുന്നത് ഒരിക്കലും ക്യൂറബിൾ അല്ല. അതിങ്ങനെ വ്രണം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു കണ്ടീഷനിൽ എപ്പോഴും ഇങ്ങനെ നിൽക്കും. അപ്പൊ അന്ന് പറഞ്ഞാൽ ചില ഓർമ്മകൾ ഉണ്ടെന്നാണ് പറയുന്നത്. വൂണ്ടഡ് മെമ്മറീസ് എന്നൊക്കെയാണ് അതിനെ വിളിക്കുന്നത്. അപ്പൊ അത് നമുക്ക് ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടത്തില്ല, പക്ഷെ വല്ലാത്തൊരു തരം
അടിമത്തത്തെക്കുറിച്ചും അല്ലെങ്കിൽ അൺടച്ചബിലിറ്റിയെക്കുറിച്ചൊക്കെ ഉള്ള ഓർമ്മകൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മൾ ഇതൊക്കെ എന്തിനായിരിക്കും പറയുന്നത്? പൊതുസമൂഹത്തിന് മുമ്പിൽ ഇതൊക്കെ അവതരിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയായിരിക്കും? അല്ലെങ്കിൽ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഇത് അവതരിപ്പിക്കുന്നുണ്ട് എന്തായിരിക്കും ഒരു പ്രയോജനം? അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഒരു പ്രയോജനം? എന്തെങ്കിലും പറയോ ആർക്കെങ്കിലും? ഇത്തരം കാര്യങ്ങൾ പഠിക്കുന്നതിൻ്റെയും, അല്ലെങ്കിൽ പഠിക്കുന്നത് സ്വാഭാവികമായിട്ടും മാർക്ക് കിട്ടുക എന്നൊരു കാര്യം ഒരു സൈഡിലുണ്ട്, അതല്ലാതെ എന്തായിരിക്കും? അപ്പൊ നമ്മൾ ഇത്തരം കാര്യങ്ങൾ പറയുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നമ്മുടെ സൊസൈറ്റി ഒരിക്കലും ഒരു ജനാധിപത്യ രീതിയിലേക്ക് വന്ന ഒരു സൊസൈറ്റി അല്ല. അതായത് ഇന്ത്യ സ്വാതന്ത്ര്യം നേടി 1947 നമ്മൾ സ്വാതന്ത്ര്യം നേടിയതിന് ശേഷം നമ്മളെ പീഡിപ്പിക്കുന്ന, അല്ലെങ്കിൽ കേരളത്തിലെ ആദിവാസികളെയും മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളെയും ദളിതരെയും ഒക്കെ പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നത് ഓസ്ട്രേലിയന്നോ ബ്രിട്ടീഷുകാരോ അങ്ങനത്തെ ആരെങ്കിലും ഒക്കെ ആണോ? ഒരിക്കലുമല്ല. ആരാണ് അവരെയൊക്കെ ഉപദ്രവിക്കുകയും ചൂഷണം ചെയ്യുകയും ചെയ്യുന്നത്? ഇന്ത്യക്കാരായിട്ടുള്ള അല്ലെങ്കിൽ മലയാളികളായിട്ടുള്ള ആളുകളാണ് കേരളത്തിലുള്ള ആളുകളെ ഉപദ്രവിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പ്രധാന പ്രശ്നം നമ്മുടെ സൊസൈറ്റി നിലനിൽക്കുക. അതായത് ഒരു വിഭാഗം ആളുകൾ മറ്റൊരു വിഭാഗം ആളുകളെ ഉപദ്രവിച്ചുകൊണ്ട് ചൂഷണം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവര് എല്ലാവരും ഒരേപോലെ പരിഷ്കരിക്കപ്പെടണം, മനുഷ്യന്മാരാണ് നമ്മളെല്ലാവരും എന്നൊരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം. അത് വലിയൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ടാണ് പറയുന്നത്. അത് നമ്മളെല്ലാവരും മനുഷ്യരാണ്, നമ്മളെല്ലാം രണ്ട് കാര്യം നടക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളതുകൊണ്ട് നമ്മൾ മനുഷ്യൻ എന്നുള്ളൊരു സങ്കല്പത്തിലേക്ക് വരുന്നത്. അപ്പൊ നമ്മൾ മനുഷ്യന്മാരായി മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള ചരിത്രങ്ങൾ പഠിക്കുകയും വായിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്നിടത്താണ് നമ്മൾ ആരായി മാറുന്നത്, മനുഷ്യൻ എന്നുള്ളൊരു രീതിയിലേക്ക് നമ്മൾ മാറും. അതുകൊണ്ടാണ് വിദേശ രാജ്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ, ഇപ്പം നെതർലൻഡിലെ തന്നെ കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ അവരുടെ രാജ്യങ്ങൾ അവരുടെ നാട്ടുകാർ ചെയ്തു കൂട്ടിയ സ്ലേവറിയുമായി ബന്ധപ്പെട്ടതിന് അവർ പരസ്യമായി ക്ഷമ പറയുന്നത് നമ്മൾ കാണും. അല്ലെങ്കിൽ വലിയ വലിയ കമ്പനികൾ, ഓട്സ് കമ്പനികളും അങ്ങനെ പല ഏറ്റവും വലിയ ഇന്റർനാഷണൽ ഗ്ലോബൽ സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന ഇന്നും സജീവമായി നിൽക്കുന്ന പല കമ്പനികളും അവരുടെ ഒരു പ്രത്യേക പീരീഡിൽ അവരുടെ ഒരു തൊഴിലാളി വിഭാഗം അടിമകളായിരുന്നു എന്നുള്ളൊരു കാര്യം പറയുന്നതിന്റെ ആയിരുന്നു. അപ്പൊ അതിന് ഒരു പശ്ചാത്താപം അവർ ഇന്ന് അത് പറയുകയാണ്, ഞങ്ങൾ അതിന് ക്ഷമ ചോദിക്കുന്നു എന്നുള്ളത് അവരുടെ ഇന്നത്തെ ഒരു ജനറേഷൻ പറയുന്ന ഒരു രീതിയാണ്. അപ്പൊ ഇത് നമ്മൾ സ്വയം വിമോചിപ്പിക്കപ്പെടുന്ന അവസ്ഥ എന്നൊക്കെ രീതിയിലാണ് നമ്മൾ സോഷ്യൽ സയൻസ് ഇതിനെ കാണുന്നത്. ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ല, നമ്മൾ സാമൂഹ്യ ശാസ്ത്രം ഇതിനെ പരിശോധിക്കുന്നുണ്ട്, എന്തുകൊണ്ട് നമ്മൾ ഇതൊക്കെ പറയണം എന്നുള്ളത്. അതേസമയം നമ്മളെ സംബന്ധിച്ച് വേറൊരു കാര്യമാണ്, നമ്മൾ റിസർവേഷൻ എന്ന് പറഞ്ഞൊരു സമ്പ്രദായം നമ്മുടെ നാട്ടിൽ വളരെ സജീവമായിട്ട് നിൽക്കുന്നതാണ്. എന്തിനാണ് റിസർവേഷൻ എന്നുള്ള ഒരു ചോദ്യത്തിനും കൂടെ ഒരു ഉത്തരവും കൂടിയാണ് ഈ വക ഗവേഷണങ്ങളും അന്വേഷണങ്ങളും. ആർക്കാണ് റിസർവേഷൻ്റെ ഒരു ആവശ്യകത എന്ത് എന്ന് നമ്മൾ തിരിച്ചറിയണമെന്നെങ്കിൽ എന്തായിരിക്കണം? ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നെന്നും അതിനെ അതിജീവിച്ചു വന്ന മനുഷ്യന്മാർക്കാണ്, നമ്മൾ സ്ലേവറി പോലുള്ള അല്ലെങ്കിൽ സ്ലേവറി അൺടച്ചബിലിറ്റി പോലുള്ള അനുഭവങ്ങൾ അതിജീവിച്ചു വന്ന മനുഷ്യന്മാർക്കാണ് ഒരു പ്രത്യേക പരിഗണന, അവരുടെ ഒരു വരുന്ന തലമുറയ്ക്ക് ഒരു പ്രത്യേക പരിഗണന കൊടുക്കണം എന്നൊരു നിരീക്ഷണമൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള പഠനങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു വിദ്യാർത്ഥി എന്ന നിലയിലോ അതിനപ്പുറമായി നമുക്കൊരു മനുഷ്യൻ എന്ന നിലയിൽ നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ് എന്നൊരു തിരിച്ചറിവ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ പഠിക്കുകയും വായിക്കുകയും ചെയ്യണം എന്നൊരു കാര്യം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. മനോഹരമായി തന്നെ അവസാനിപ്പിച്ചു. പല സ്ട്രീമുകളിലായിട്ട് എങ്ങനെയാണ് സ്ലേവറിയിലേക്ക് കേരള സമൂഹം പരിവർത്തനപ്പെട്ടു വരുന്നതെന്ന് സംബന്ധിച്ച് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെയാണ് പ്രസന്റ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാവും, അവ ചോദിക്കാനുള്ള സമയം. ആദ്യം തന്നെ മാഷിന് ഒരു താങ്ക്സ് പറഞ്ഞു. നല്ല ബേസിക് ആയിട്ടാണ് മാഷ് സംസാരിച്ചു തുടങ്ങിയത്, അതുകൊണ്ട് ക്ലിയർ ആയിരുന്നു കാര്യങ്ങൾ. അപ്പോൾ മാഷ് അവസാനം പറഞ്ഞ കാര്യത്തിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം ചോദിക്കാനാണ്. നമ്മൾ എന്തിനാണ് ഇത് പഠിക്കുന്നത് എന്നുള്ളതിന് മാഷ് തന്നെ ഒരു മറുപടി പറഞ്ഞു. നമുക്ക് ഇപ്പൊ നമ്മുടെ പൊതുബോധത്തിനാണെങ്കിലും നമ്മുടെ ചിന്താഗതിയാണെങ്കിലും ഈ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ മീഡിയയിൽ ഇന്റർപ്രറ്റ് ചെയ്യുന്നതാണെങ്കിലും അങ്ങനെ പല കാര്യങ്ങളിലും നമ്മൾക്ക് ഇതിനോടുള്ള ചിന്തകൾ റിഫോം ചെയ്യണം. ആ സാധനമാണ് മാഷ് പറഞ്ഞത്. അപ്പോൾ അതെത്രത്തോളം ഈ പഠനങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന പഠനങ്ങൾ, നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന പഠനങ്ങൾ, ചർച്ചകളൊക്കെ എത്രത്തോളം ഈ നമ്മുടെ പൊതുബോധത്തെയും മാധ്യമത്തെയും ഇല്ലെങ്കിൽ ഇങ്ങനെ ടെക്സ്റ്റുകളിൽ വരുന്ന
ഒരു നോവൽസിൽ വരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ മാധ്യമത്തിൽ വരുന്ന കാര്യങ്ങൾ ഇതിനൊക്കെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്ന് മാഷിന് എന്താ തോന്നുന്നത്? എനിക്ക് തോന്നിയൊരു കാര്യം വളരെ കുറച്ച് ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മാഷിന്റെ അഭിപ്രായം? അല്ല, അത് തർക്കമില്ലാത്ത കാര്യമാണ്. വളരെ കുറച്ച് ഇമ്പാക്റ്റ് മാത്രമാണ് നമ്മുടെ ഒരു സ്റ്റേറ്റിൽ, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യം മാത്രമല്ല, ഒരുമാതിരി അവികസിത രാജ്യങ്ങളുടെ എല്ലാം ഒരു പ്രധാന പ്രശ്നം ഇതാണ്. അതുകൊണ്ടാണ് മറ്റു രാജ്യങ്ങളുടെ ഒരു, നമ്മളിപ്പോൾ യൂണിവേഴ്സിറ്റികളുടെയും അവരുടെ ഒരു കൾച്ചറൊക്കെ പരിശോധിക്കുക. അപ്പോൾ അവിടെയൊക്കെ എന്തായിരിക്കും, സ്വാഭാവികമായിട്ടും വളരെ ചെറിയ രാജ്യങ്ങളിലെ യൂണിവേഴ്സിറ്റികളുടെ എണ്ണം വളരെ വലുതാണ്. അവർ അന്വേഷിക്കുകയും പഠനം നടത്തുകയും ചെയ്യുന്ന കാര്യങ്ങളുടെ ഒരു തീമുകൾ നമ്മൾ പരിശോധിക്കും. ഇപ്പോൾ സ്ലേവറിയെ കുറിച്ചോ അല്ലെങ്കിൽ കാസ്റ്റിനെ കുറിച്ചോ ഒക്കെ ഇപ്പോൾ പല വിദേശത്തൊക്കെ അന്വേഷിക്കും. പക്ഷെ നമ്മുടെ ഇവിടെ അങ്ങനത്തെ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നില്ല. അപ്പോൾ അതൊരു അങ്ങനത്തെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രധാന പ്രശ്നം. രണ്ടാമത് നമ്മുടെ ഇവിടുത്തെ ഒരു രീതി പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക രാഷ്ട്രീയമാണ് നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ജാതി രാഷ്ട്രീയം തന്നെയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു ആധിപത്യം തകരുന്നു. അതുകൊണ്ടാണ് നമ്മൾ കാസ്റ്റ് സെൻസസിനെ പോലുള്ള കാര്യങ്ങളൊക്കെ എതിർക്കുന്നത്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന ഒരു പ്രധാന കാര്യം, ഇന്നും ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിന് ശേഷവും നമ്മുടെ പാഠപുസ്തകങ്ങൾ തീരുമാനിക്കുന്നതും നമ്മളെ ഭരിക്കപ്പെടുന്നതും എല്ലാം ആരാണ്? മുൻകാല ഉടമകളായിരിക്കുന്ന ആളുകളുടെ ഒരു പാരമ്പര്യം തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരം ഒരു പശ്ചാത്തലത്തിൽ അവരൊരിക്കലും ഇതിനെ അംഗീകരിക്കത്തില്ല എന്നുള്ളത് വേണമെങ്കിൽ നമുക്കൊരു നിരീക്ഷണമായിട്ട് പറയാവുന്നതാണ്. അതായത് പറഞ്ഞു വരുന്ന ഇത്രേ ഉള്ളൂ, ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിന് ശേഷവും ഇന്ത്യയുടെ എല്ലാവിധ വ്യവസ്ഥതകൾക്കുള്ളിലും ഏറ്റവും ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകൾ മാത്രമുള്ളൊരു ഡോമിനേഷനാണ് നിലനിൽക്കുന്നത്. അപ്പോൾ അത്തരം ഒരു പശ്ചാത്തലത്തിൽ ഒരിക്കലും ഒരു ജനാധിപത്യ രീതിയിലേക്ക് കാര്യങ്ങൾ മാറത്തില്ല. നമ്മൾ ഏത് സൊസൈറ്റി എടുത്ത ഒരു പത്രങ്ങൾ എടുത്താലും മീഡിയയുടെയോ അല്ലെങ്കിൽ സിനിമയുടെ എന്ന് തുടങ്ങി ഏത് പൊളിറ്റിക്കൽ പാർട്ടികൾ എടുത്താലും എവിടെ നമ്മൾ പരിശോധിച്ചാലും അവിടെയെല്ലാം സ്വാഭാവികമായിട്ടും ഏറ്റവും ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകളുടെ ഒരു ഡോമിനേഷനാണ് നിലനിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വെളിച്ചത്തിൽ നമുക്ക് ഒരിക്കലും ഒരു ജനാധിപത്യത്തെ കുറിച്ചൊരു ആലോചന സാധ്യമല്ല. ഒരുപക്ഷെ കേരളത്തില് സ്ലേവറിയെ കുറിച്ചുള്ള ഗഹനമായ ചർച്ച നടന്നത് മിഷണറിമാരുടെ റൈറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ടുകൂടിയാണ്. ആ ഒരു ഭാഗം ഡിസ്കഷൻ അധികം വന്നില്ല. എംബേഴ്സ് ഓഫ് ഇവാഞ്ചലിസം എന്ന് പറയുന്നത് തന്നെ ഗ്ലോബലി തന്നെയുള്ള ഒരു ഫിനോമിനയാണ് സ്ലേവറി ആയിട്ട് ബന്ധപ്പെട്ട്. അപ്പം ലാറ്റിൻ അമേരിക്കയിലെ ആണെങ്കിൽ പല വർക്കുകളിൽ ഒരുപക്ഷെ അടിമ ശരീരം ഓണറുടെ ആയിരിക്കാം, ആത്മാവ് ദൈവത്തിൻ്റെയാണ്, അതുകൊണ്ട് നിങ്ങൾ അടിമയെ വിമോചിപ്പിക്കണം അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ സമയം അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യൻസ് പല പാസ്റ്റേഴ്സും ഈ കോൺഫീൽഡിലൊക്കെ പോവുകയും അവരെ ഒരു ലിബറേഷൻ ടൈം അനുവദിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പൊ അത് ഗ്രാജുവലി കേരളത്തിലേക്ക് ഒരുപക്ഷെ മൺട്രോത്തുരത്തിലെ അടിമകളെ മോചിപ്പിക്കുന്നതിലേക്കൊക്കെ നയിച്ച ആ പറയുന്ന കുക്കേഴ്സിന്റെ മൂവ്മെന്റിലേക്കൊക്കെ നയിച്ചിട്ടുണ്ട്. അപ്പൊ അതും കൂടി ഒന്ന് എനിക്ക് അത് ഒരു പരമാവധി നന്നായിരുന്നു ഒരുപക്ഷെ. പക്ഷെ കേരളത്തിൽ വായിക്കപ്പെട്ടിരിക്കുന്നത് ഇതെല്ലാം ഒരു ക്രിസ്ത്യൻ കൺവേർഷന്റെ ഭാഗമായിട്ടുള്ള ഒരു അജണ്ടയാണ് എന്നർത്ഥത്തില്. പക്ഷെ അങ്ങനെയല്ല, മറിച്ച് ഒരു ഗ്ലോബലി പ്രൊട്ടസ്റ്റന്റിസം ക്യാപിറ്റലിസമായിട്ട് നടത്തുന്ന ചില എൻഗേജ്മെന്റിലൂടെ ബോഡിയെ ലിബറേറ്റ് ചെയ്യേണ്ട ആവശ്യകത വന്നു ചേരുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന ഈ പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യാനിറ്റിക്കുള്ളിൽ ഇപ്പം മാക്സ് വെബർ അതിന്റെ മനോഹരമായിട്ട് ആ വർക്കിൽ പറയുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് രൂപപ്പെട്ട് വരുന്ന ഒരു വലിയ ഫിനോമിനയാണ് ഈ കപ്പൂച്ചിൻ ജെസ്യൂട്ട് പാസ്റ്റേഴ്സ് ഒക്കെ തന്നെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് അതിലൂടെ ഡെവലപ്പ് ചെയ്ത്. നമ്മുടെ ഒരു സ്ലേവറിയുടെ ഒരു കേരളത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ സ്ലേവറിയെ സംബന്ധിച്ച് നിരവധി ആളുകൾ എഴുതുന്നുണ്ട്. അപ്പോൾ ഒന്ന് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകൾ വരുന്നുണ്ട്, നിരവധി TH ബാബറിനെ പോലുള്ളവരൊക്കെ കുറേയധികം കാര്യങ്ങൾ എഴുതുന്നതാണ്. അതിൽ രണ്ടാമത് വരുന്ന അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രദേശത്തേക്ക് വരും, പ്രത്യേകിച്ച് സെൻട്രൽ കേരളയും സൗത്ത് കേരളയൊക്കെ വരുന്നൊരു സാഹചര്യങ്ങളിൽ സ്ലേവറിയെ സംബന്ധിച്ച് ഒരു ഡിബേറ്റ് ആക്കി മാറ്റുകയും അതിനെ സംബന്ധിച്ച് ഒരു 19ാം നൂറ്റാണ്ടിന്റെ മധ്യം മുതൽ തന്നെ ഈ അനുഭവങ്ങൾ എന്താണ്, അതിൻ്റെ ഒരു ഹിസ്റ്ററി എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ എഴുതാൻ ശ്രമിച്ചിരിക്കുന്ന നമ്മൾ പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യൻ മിഷണറിമാരെ കുറിച്ചാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മളൊരു ഡിബേറ്റ് എന്താണ് സോഷ്യൽ സയൻസിൻ്റെ അത് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അവരുടെ ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു രീതിയെ കുറിച്ച് പറയാൻ. അത് സ്വാഭാവികമായിട്ട് ഒരു എമാൻസിപ്പേഷൻ്റെ അല്ലെങ്കിൽ ഒരു അബോളിഷൻ്റെ ഒരു ഡിബേറ്റിനകത്തൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും മിഷണറിമാരുടെ ഒരു സംഭാവനയെ കുറിച്ച് നമ്മൾ പറയുന്നത്. അപ്പോൾ അവർ 19ാം നൂറ്റാണ്ടിൽ വരുന്നു, അവർ ഇവിടുത്തെ സാമൂഹ്യ അനുഭവങ്ങളൊക്കെ കാണുകയും അതിനെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ തിരുവിതാംകൂറിൻ്റെ ഒരു കൊച്ചിയുടെയൊക്കെ ഒരു സാഹചര്യം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇവർ 13 പേര് ചേർന്നിട്ട് ഒരു നിവേദനം കൊടുക്കുകയാണ്. ബ്രിട്ടീഷുകാരായിട്ടുള്ള മിഷണറിമാർ 13 പേര് നിവേദനം കൊടുക്കണം, ഇങ്ങനെ ഈ മനുഷ്യരെ വിൽക്കുന്ന ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കണം. ബ്രിട്ടീഷ് മലബാറിലെ പോലെ തന്നെ മലബാറിലെ ഡയറക്റ്റ് ബ്രിട്ടീഷ് റൂൾ നടക്കുകയാണ്. ബ്രിട്ടീഷ് രാജ്യങ്ങളിലെല്ലാം അവരുടെ കോളനികളിലെല്ലാം മനുഷ്യ കച്ചവടം അവസാനിപ്പിച്ചിരുന്നു, അതുകൊണ്ട് ദയവായിട്ട് ഇവിടെയും അവസാനിപ്പിക്കണമെന്നും പറഞ്ഞ് ഇവർ 13 പേര് കൂടി ഒരു നിവേദനം കൊടുക്കും. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വേറെ ആരെയും കാണുന്നില്ല.
അതായത് മലയാളികളായിട്ടുള്ള ഒരു മനുഷ്യൻ പോലും ഇവിടെ മനുഷ്യനെ വിൽക്കുകയും വാങ്ങുകയും തല്ലുകയും ഉപദ്രവിക്കുകയും കൊല്ലുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു തെറ്റാണെന്നോ അതൊരു മോശമായ ഒരു പ്രക്രിയയാണെന്നോ ഈ തല്ലുകൊള്ളുന്ന ഒരു മനുഷ്യന്മാരാണെന്നോ എന്നൊരു സങ്കല്പമോ മലയാളികൾക്കില്ലായിരുന്നു. അപ്പൊ ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇതിനൊരു പ്രസക്തി നൽകുന്നത്. വേറെ ആരും തന്നെ ഇതിനെ ചോദ്യം ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു നിവേദനം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് 1955 ഈ ഒരു സ്ലേവറി ലീഗലായിട്ട് നിരോധിക്കുന്നത്. അപ്പൊ ഇതിന് ശേഷവും അടിമകളായിട്ടുള്ള ആളുകളുടെ ലൈഫ് മാറിയെന്ന് അർത്ഥമില്ല. നമ്മളതിനെ വേറൊരു ടൈമിലാണ് നമ്മളതിനെ പഠിക്കുന്നത്. ഇതിന് ശേഷം വരുന്ന ഒരു പ്രത്യേക രീതി, പ്രത്യേകിച്ച് തോട്ടം മേഖലകൾ പോലുള്ളതൊക്കെ തുടങ്ങുന്ന ഒരു പശ്ചാത്തലത്തിൽ വീണ്ടും ഇതിന്റെ വേറൊരു തരം ആവർത്തനം നമ്മൾ അവിടെയൊക്കെ കാണുന്നു. അപ്പൊ അതൊരു പ്രധാന ഡിബേറ്റ് ആണ്, പിൽക്കാലത്ത് വരുന്നതാണ്. ഇപ്പൊ മിഷണറിമാരുടെ ഒരു പ്രവർത്തനങ്ങൾ വളരെ ലോകമെമ്പാടുമുള്ള ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ അപ്പൊ അതിന് വിമർശനങ്ങൾ ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ ചില വിമർശനങ്ങൾ ആളുകൾ മുൻപോട്ട് വെക്കുന്നുണ്ടെങ്കിലും, കേരളത്തിന്റെയൊക്കെ കോണ്ടക്സ്റ്റിൽ ഈ ലോവർ കാസ്റ്റിനെ സംബന്ധിച്ചും സ്ലേവ് കാസ്റ്റിനെ സംബന്ധിച്ചും ഒക്കെ ഉള്ള ഒരു സാമൂഹ്യ മാറ്റങ്ങൾക്ക് പ്രധാനമായി കാരണക്കാരായി മാറുന്നത് ഇവരുടെ ഒരു പ്രവർത്തനങ്ങളൊന്നും മാത്രമാണ് എന്നുള്ളതാണ് നമ്മൾ ചരിത്ര തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ അതും സ്ലേവറിയുടെ ഒരു ഡിബേറ്റിൻ്റെ അകത്ത് അതിൻ്റെ ഒരു ചരിത്രത്തിൻ്റെ അകത്ത് പ്രധാനമായി ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ഇന്ന് കൈകാര്യം ചെയ്യുന്ന സാമൂഹ്യ ശാസ്ത്രത്തിന്റെ ഡിബേറ്റുകളാണ് നമ്മൾ നോക്കിയത്. മാർക്സിസ്റ്റുകാർ, കേംബ്രിഡ്ജുകാർ, സബാൾട്ടർ സ്റ്റഡീസ് എന്നൊക്കെ പറഞ്ഞ ഒരു രീതിയിൽ. അപ്പൊ ഇതിന്റെ ആഴത്തിലേക്ക് നമ്മൾ പോകുമ്പോഴാണ് ഈ മിഷണറിമാരുടെ ഒരു മൂവ്മെന്റിനെ കുറിച്ചൊക്കെ നമ്മൾ പറയണം, അല്ലെങ്കിൽ അറിയണം എന്നുള്ളൊരു കാര്യം. നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞായിരുന്നല്ലോ, നായർ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ സ്ലേവ്സ് ആയിട്ട് എന്താ പറയുക വിൽപ്പന നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്ലേവ് കാസ്റ്റ് എന്ന് പറയുമ്പോൾ കൂടുതൽ പൊതുബോധത്തിൽ വരുന്നത് ലോവർ കാസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഈ നായർ കമ്മ്യൂണിറ്റിയിലുള്ളവരൊക്കെ അന്നത്തെ ഒരു എന്താ പറയുക സോഷ്യൽ സ്റ്റാറ്റസ് എന്തായിരുന്നു? അവരെയും ഈ അവരിലും പെട്ട കുറെ പേരെ സ്ലേവ് കാസ്റ്റ് ആയിട്ടാണ് പരിഗണിച്ചത്. ഇത് നായർ കമ്മ്യൂണിറ്റിപ്പെട്ട ആളുകൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു ജാതി, ഒരു നിങ്ങൾ വിദ്യാർത്ഥികൾ എന്ന നിലയിൽ മനസ്സിലാക്കുന്ന വേറൊരു കാര്യമാണ്. ഇന്ത്യയിൽ എല്ലായിടത്തും ജാതി ഉണ്ടായിരുന്നു. അപ്പൊ ജാതിയുടെ ഒരു ഹൈറാർക്കി എങ്ങനെ വരുന്നത്? ബ്രാഹ്മിൻ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര, ഇങ്ങനെ ഈ 4 ലെയറാണ് പ്രധാനം. പിന്നെ ഔട്ട്കാസ്റ്റ് എന്നുള്ള രീതിയിൽ കുറെ ആളുകളും വരുന്നു. അപ്പൊ നമ്മുടെ നാട്ടിലൊരു പ്രധാന പ്രശ്നം, അല്ലെങ്കിൽ കേരളത്തിനെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ ആന്ത്രപ്പോളജിസ്റ്റുകളുടെയും മറ്റ് സോഷ്യോളജിസ്റ്റുകളൊക്കെ ഒരു അന്വേഷണം നടന്നത് കേരളത്തിൽ അല്ലെങ്കിൽ മലയാളികളുടെ ഒരു ജാതിയും ജാതി ആചാരങ്ങളും ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയിലെ ബാക്കിയിടങ്ങളിൽ നിന്ന് പരിപൂർണമായി വ്യത്യാസമായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇവർ പറയുന്നത്. അപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ക്ലോസ്ഡ് സൊസൈറ്റി ആണെങ്കിൽ ആ ക്ലോസ്ഡ് സൊസൈറ്റിക്കുള്ളിൽ ക്ലോസ്ഡ് സൊസൈറ്റി എന്ന് പറയുന്നത് മലയാളികളുടെയാണ് എന്നുള്ളൊരു കാര്യമാണ്. അപ്പൊ ബാക്കി സ്ഥലങ്ങൾ നമ്മൾ നോക്കിയാൽ ബ്രാഹ്മൺ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര, ഇങ്ങനെ 4 പേരാണ് ജാതിയെങ്കിൽ കേരളത്തിലേക്ക് വരുമ്പോൾ ബ്രാഹ്മണരുണ്ടോ? ആരാ? നമ്പൂരി എന്ന് പറയുന്നത്. ക്ഷത്രിയ എന്ന് പറഞ്ഞ ആരാ? ക്ഷത്രിയരുണ്ടോ കേരളത്തില്? ക്ഷത്രിയര് കേരളത്തിൽ വരുന്നില്ല. അപ്പൊ വൈശ്യരുണ്ടോ? വൈശ്യരും വരുന്നില്ല. പിന്നെ വരുന്ന ആരാ? ശൂദ്രനാണ്. അപ്പൊ ശൂദ്രൻ എന്ന് പറഞ്ഞ ആരാ? ശൂദ്രൻ എന്ന് പറഞ്ഞ ജാതി ആരാ? ഏതാ? എല്ലാരും. ശൂദ്രൻ എന്ന് പറയുന്ന ജാതിയാണ് നായർ ജാതിയാണ്. മലയാളി ശൂദ്രൻ എന്നാണ്. അതായത് കേരളത്തിന്റെ ഒരു ജാതിയുടെ ഒരു പ്രത്യേകത, ജാതി ഘടനയുടെ പ്രത്യേകത. ബ്രാഹ്മണരുണ്ട്, നമ്പൂതിരിമാരുണ്ട്, ക്ഷത്രിയരും വൈശ്യരും ഇല്ല. ക്ഷത്രിയർ എന്ന് പറഞ്ഞ ചില കാശൊക്കെ അവകാശപ്പെടുന്നുണ്ട്, വർമ്മ പോലുള്ള ചില ജാതികളൊക്കെ അവകാശപ്പെടും. സെന്റ് തോമസ് മിത്ത് പോകാത്തൊരു സാധനമാണ് ക്ഷത്രിയരാണ് എന്ന് പറയുന്ന ചില കാര്യങ്ങൾ. അതിന് ഏറ്റവും നല്ല ഉദാഹരണം തിരുവിതാംകൂറിലെ രാജാക്കന്മാരെ നമ്മൾ പരിശോധിക്കുക. അവരാരായി മാറുക? ക്ഷത്രിയന്മാരായി മാറുന്ന ഒരു പ്രക്രിയ അവിടെ നടക്കുന്നുണ്ട്. ഹിരണ്യഗർഭം എന്ന് പറഞ്ഞ ഒരു പശുവിന്റെ സ്വർണ്ണ പശുവിനെയൊക്കെ ഉണ്ടാക്കി അതിന്റെ അകത്തോടെ കയറി ഇറങ്ങുമ്പോഴാണ് ഈ നായന്മാര് ആരായി മാറുന്നത്? ക്ഷത്രിയന്മാര് അല്ലെങ്കിൽ രാജാവ് എന്നുള്ള രീതിയിലേക്കൊക്കെ മാറുന്നത്. അപ്പൊ ഈ 2 ലെയർ നമ്മുടെ നാട്ടിൽ വരുന്നില്ല. പിന്നെ വരുന്നത് ശൂദ്രർ എന്ന് പറയുന്ന ജാതിയാണ്. നായർ ജാതിപ്പെട്ട. അപ്പൊ നായന്മാരെ സംബന്ധിച്ച് ശൂദ്രന്മാര് കേരളത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ കുറച്ച് പവറുണ്ട്. പക്ഷെ ഇന്ത്യയുടെ മൊത്തത്തിലുള്ള ഒരു കോൺടെക്സ്റ്റിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ആരാ? ഏറ്റവും മോശമായ സാഹചര്യത്തിൽ ജീവിക്കുന്ന ആളുകളാണ് ശൂദ്രർ. നമ്മൾ കേരളത്തിലും അത് തന്നെയാണ്. നായന്മാരുടെ അവസ്ഥ നമ്മൾ പരിശോധിച്ചാലും അതേ അവസ്ഥ തന്നെയാണ്. അവർക്ക് യാതൊരു താഴ്ന്ന ജാതിക്കാരെ ചില ആളുകളെ ഉപദ്രവിക്കും എന്നുള്ളതല്ലാതെ അവർ ഏറ്റവും കൂടുതൽ നമ്പൂതിരിമാരായിട്ടുള്ള ആളുകളുടെ പീഡനങ്ങൾക്ക് വിധേയരായിരുന്ന മനുഷ്യരാണ്. അതുകൊണ്ടാണ് അവർക്ക് വിവാഹം പോലും സാധ്യമല്ലാതെ വരുന്നു. അവരുടെ പുരുഷന്മാർക്കിടയിൽ വലിയ പ്രശ്നങ്ങളും സംഘർഷങ്ങളും ഒക്കെ നിലനിൽക്കുന്ന ഒരു സൊസൈറ്റിയാണ് നായർ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ശൂദ്രന്മാര് വേദങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അവരുടെ ഈ ചെവിയിൽ ഈയം ഉരുക്കി ഒഴുക്കണം എന്നൊക്കെ പറയുന്ന ചില ഗൗതമധർമ്മ സൂത്രം പോലുള്ള ടെക്സ്റ്റുകളൊക്കെ നമുക്ക് പരിചയമുണ്ട്. അപ്പൊ അങ്ങനത്തെ മൊത്തത്തിൽ ഏറ്റവും മോശമായിട്ടുള്ള സാഹചര്യമാണ്. പക്ഷെ ഇന്ത്യൻ സാഹചര്യത്തിൽ നിന്ന് വ്യത്യാസമായി ഇപ്പൊ കാഞ്ചകളിയെ പോലുള്ള ആളുകളൊക്കെ ശൂദ്രന്മാരെ കുറിച്ചൊക്കെ പറയുന്നത്. പക്ഷെ നമുക്ക് ആ ശൂദ്രന്മാരെ എടുത്ത് ഇവിടെ വെച്ച് പറയാൻ പറ്റുന്നത് കാര്യം എന്താ? ഇവിടെ ശൂദ്രന്മാരായിട്ടുള്ള ആളുകളാണ് താഴേക്ക് വരുന്ന ആളുകളെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നത്.
അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നായർ വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്. അവരുടെ സാമൂഹ്യ സാഹചര്യം വളരെ മോശമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ തന്നെയാണ്. അവർക്കും ഈ പറഞ്ഞ ഭൂമി ഉടമസ്ഥാവകാശമൊന്നുമില്ല. ചില പ്രാദേശിക മേഖലയിൽ ചില നമ്പൂതിരിമാരുടെ ചില സേവകന്മാരായി ജീവിക്കുന്നതിനപ്പുറമായി അവർക്കൊരു സാമൂഹ്യ പദവി ഉണ്ടായി വരുന്നത് സ്വാഭാവികമായിട്ടും ചട്ടമ്പി സ്വാമികൾക്കും 19ാം നൂറ്റാണ്ടിലെ മിഷണറി പ്രസ്ഥാനത്തിന്റെയും അല്ലെങ്കിൽ ഈ ബ്രിട്ടീഷ് ഭരണവും വന്നതിന് ശേഷം മനുഷ്യന്മാരായി മാറിയ ആളുകളാണ്. ആരൊക്കെ? കേരളത്തിലെ നായന്മാരും കേരളത്തിലെ ക്രിസ്ത്യാനികളും. ഇവർ രണ്ടുപേരും ആ ഒരു സമയത്ത് തന്നെയാണ് മാറി വരുന്നത്. അപ്പം നായർ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ എന്ന് വെച്ച് അടിമകളായിരുന്നു എന്ന അർത്ഥമൊന്നുമില്ല. അവരെ പിടിച്ചുകൊണ്ട് പോകണം. അതായത് ബ്രിട്ടീഷുകാരുടെ അല്ലെങ്കിൽ യൂറോപ്യന്മാരായിട്ടുള്ള ആളുകൾ കേരളത്തിൽ വന്നത് മൂലം കേരളത്തിലെ അടിമ കച്ചവടവുമായി ബന്ധപ്പെട്ടുണ്ടായ ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത്, കേരളത്തിൽ അന്ന് വരെ ഉണ്ടായിരുന്നത് പ്രാദേശിക മേഖലയിൽ വിൽക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരുന്നതെങ്കിൽ അത് മാറുകയും ഒരു മനുഷ്യന് ഒരു വില വരികയും ചെയ്യണം. ഏത് മനുഷ്യനെ പിടിച്ചാലും വിൽക്കാം. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നതാണ് ഈ ഡച്ച് പോർച്ചുഗീസുകാരുടെ ഇന്റർവെൻഷനോട് കൂടി ഉണ്ടാകുന്നത്. അപ്പൊ അവര് വന്നൊരു സാഹചര്യത്തിൽ ആരെ പിടിച്ച് കൊണ്ടു കൊടുത്തില്ല. അപ്പൊ അത് അവര് സായിപ്പിനെ സംബന്ധിച്ച് നായരാണോ നമ്പൂതിരിയാണോ കുലയനാണോ ഒന്നും നോക്കുന്നില്ല. ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അവര് വിൽക്കും. അപ്പൊ ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. അപ്പം അന്നേരം ഇവര് അടിമക്കച്ചവടക്കാരായിട്ടുള്ള ആളുകൾ റോട്ടിലൂടെ ഇങ്ങനെ വഴിയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചിട്ട് ഈ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ പിടിച്ചോണ്ട് പോകും. അങ്ങനെ പിടിച്ചോണ്ട് പോയിട്ട് തട്ടിക്കൊണ്ട് പോവുകയും ഇവരെ അവരുടെ പുലയരുടെ കൂടെയും താഴ്ന്ന ജാതിക്കാരുടെ കൂടെ ഇരുത്തി ഭക്ഷണമൊക്കെ കഴിപ്പിച്ചിട്ടാണ് ഇവരെ ഇങ്ങനെ സ്ലേവ് ആക്കുന്ന ഒരു പ്രക്രിയ നടക്കുന്നത്. അങ്ങനെ ഇവരെ പിന്നെ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലും വിൽറ്റതിന്റെ പല ചരിത്രങ്ങൾ. ഇപ്പൊ അഞ്ചരക്കണ്ടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, കണ്ണൂർ ജില്ലയിലുള്ള ഒരു സ്ഥലം. അഞ്ചരക്കണ്ടിലാണ് ഈ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ഒരു പ്ലാന്റേഷൻ സ്റ്റാർട്ട് ചെയ്തത് 1798. അപ്പം ബ്രിട്ടീഷുകാരുടെ ആദ്യ പ്ലാന്റേഷൻ ആണ് അത്. അപ്പൊ ആ പ്ലാന്റേഷന്റെ ഒരു ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ആളുകളെ വിൽക്കുകയും വാങ്ങുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അതിന്റെ ഹിസ്റ്ററിക്കകത്ത് അവിടെ തലശ്ശേരി അതിന് സമീപത്ത് വരുന്ന ഒരു സ്ഥലമാണ്. തലശ്ശേരി കോടതിയിലെ വിചാരണ തെളിവുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ആ വിചാരണ തെളിവുകൾക്കകത്ത് നായന്മാരായിട്ടുള്ള ആളുകളും തീയരായിട്ടുള്ള ആളുകളും ഒക്കെ വന്ന് നിന്ന് കരയുന്നുണ്ട്. അവരെയൊക്കെ അടിമകളാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇങ്ങനെ ഒരു പ്രക്രിയ നടക്കുന്നുണ്ട്. അതായത് നായർ മറ്റുയർന്ന ജാതിയിൽപ്പെട്ട ആളുകളെ ചെയ്തുകൊണ്ടിരുന്നത് പോർച്ചുഗീസുകാരും ഡച്ചുകാരും വന്നതിന് ശേഷം മനുഷ്യന് ഒരു വില എന്നുള്ള നിലയിലേക്ക് മാറുന്നു. ആ സാഹചര്യങ്ങളിൽ മോഷ്ടിക്കപ്പെട്ടുകൊണ്ട് ഉപദ്രവിച്ചും പീഡിപ്പിച്ചും കട്ടെടുത്തുകൊണ്ടും വരുന്ന ആളുകളാണ് ആര് ഇത്തരത്തിൽ വിൽക്കപ്പെടുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ കാണുന്നത്. എനിക്കൊരു ക്ലാരിറ്റിയാണ് വേണ്ടത്. മാഷ് നേരത്തെ പറഞ്ഞായിരുന്നു മാർക്സിയൻ വ്യൂവില് ഇന്ത്യയിൽ സ്ലേവറി ഇല്ലായിരുന്നു, കാരണം അടിമയും അടിയായ്മയും എന്തോ സെയിം അല്ലായിരുന്നു. അതിന്റെ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതിനെ പറ്റി എലാബറേറ്റ് ചെയ്യണം. അടിമയും അടിയായ്മയും അപ്പൊ അവര് പറഞ്ഞൊരു പ്രധാന സ്ലേവറി എന്നുള്ളത് ഒരു കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏതൊരു പ്രദേശത്ത് നമുക്ക് ഫിറ്റ് ആകുന്ന ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടൊരു ടേമാണ്. അത് വളരെ ഈസി ആയിട്ട് മീനിങ് കിട്ടുകയും ചെയ്യും. അപ്പൊ അതിനെ നമുക്ക് പലയിടത്തും ലാറ്റിൻ അമേരിക്കയുടെയും ആഫ്രിക്കയുടെയും ഏത് സ്ഥലത്ത് വേണമെങ്കിലും നമുക്കത് വെക്കാം. അപ്പൊ അടിയായ്മ എന്ന് പറയുന്നത് ഒരു അങ്ങനത്തെ ഉള്ളൊരു പ്രദേശമല്ല. അടിയായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്ത്യയുടെ ഒരു വ്യവസ്ഥ അല്ലെങ്കിൽ കേരളത്തിന്റെ ഒരു വ്യവസ്ഥയുടെ കോണ്ടക്സ്റ്റിലാണ് ഈ അടിയായ്മ എന്ന് പറഞ്ഞൊരു സങ്കല്പം മുൻപോട്ട് വരുന്നത്. EMS ഒക്കെയാണ് അതിന്റെ ഒരു വക്താക്കളായിട്ട് വരുന്നത്. EMS കെ ദാമോദരനും ഒക്കെ ആ ഒരു രീതിക്കൊക്കെ തന്നെ പറഞ്ഞ ആളുകളാണ്. അപ്പൊ അവര് പറയുന്ന ഒരു അടിയായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാർഷിക മേഖല, ആ കാർഷിക മേഖലയിൽ ഒരു ജന്മി കുടിയാൻ ബന്ധം ഉണ്ടായിരിക്കും. ഒരു ജന്മിയും അദ്ദേഹത്തിന് സേർവന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അപ്പൊ അവരെയാണ് നമ്മൾ അടിയാന്മാർ എന്നുള്ളൊരു ടേം ഉപയോഗിക്കുന്നത്. അപ്പൊ കാർഷിക മേഖല മാത്രമാണ് അത് വരുന്നത്. അപ്പൊ അവരുടെ ഒരു പ്രധാന ഡ്യൂട്ടി എന്ന് പറഞ്ഞത് കൃഷിപ്പണി ചെയ്യുക, ഇവർക്ക് നെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ട് കൊടുക്കുക എന്നുള്ളൊരു രീതി മാത്രമാണ്. പക്ഷെ മാർക്സിസ്റ്റ് ചരിത്ര രചന രീതി നേരിടുന്ന ഒന്നാമത്തെ ഒരു വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ ഈ അടിയായ്മയെ കുറിച്ച് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല. അടിയായ്മ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അടിയായ്മയുടെ ഇതിന്റെ ഉള്ളിൽ ആരൊക്കെയാണ്, എങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ്, എന്തൊക്കെ പണികളിലൂടെയാണ് അവർ വേറൊരു തരത്തിലൊരു പ്രൊഡക്ഷനിലേക്ക് വന്നത്. അതായത് അതിനെ കൂടുതലായി പറയാനുള്ളൊരു ശ്രദ്ധ അവർ കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് അടിയായ്മയെ സംബന്ധിച്ച് ഇവർ തന്നെ നേരിടുന്നത്. അതായത് ഇങ്ങനൊരു രീതി ഉണ്ടെന്ന് പറയുന്നു, പക്ഷെ അത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തത വരുത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല. അപ്പൊ അതിന് ഉദാഹരണം പറഞ്ഞ ഇപ്പൊ ഭൂമി ജാതി ബന്ധനം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ഭൂമി ജാതി ബന്ധനം അജിത്ത് എന്ന് പറഞ്ഞ ഒരാൾ, ഒരു നക്സലായിട്ടുള്ള ഒരു മാവോയിസ്റ്റ് ആയിട്ടുള്ള ഒരാൾ എഴുതിയാണ്. കണ്ണമ്പള്ളി മുരളി എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പേരെങ്ങനെയാണ്, പക്ഷെ ആ പേര് അദ്ദേഹം ഒളിവിലേക്ക് ഇരുന്ന സാഹചര്യമായതുകൊണ്ടാണ് അജിത്ത് എന്നുള്ള പേരിലാണ് കനൽ ബുക്സ് എന്ന് പറഞ്ഞൊരാളാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് ഈ ഒരു ചോദ്യം പ്രധാനമായിട്ട് അഡ്രസ് ചെയ്യുന്നത്, എന്തുകൊണ്ട് മാർക്സിസ്റ്റുകാരായിട്ടുള്ള ചരിത്രകാരന്മാർ അടിയായ്മ എന്ന് പറഞ്ഞ സങ്കല്പത്തിനെ കാര്യമായ രീതിയിൽ വികസിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഗോപാലക്കുട്ടി എന്ന് പറഞ്ഞ ഒരാളൊരു വേറെ പുസ്തകമുണ്ട്, കേരളത്തിന്റെ സാമൂഹിക പരിവർത്തനം ഹിസ്റ്ററി എന്നൊക്കെ പറഞ്ഞൊക്കെ കുറെ അധികം ആളുകൾ എഴുതിയിട്ടുണ്ട് ഹിസ്റ്ററി. അപ്പൊ ഇവരൊക്കെ അടിയായ്മ എന്നൊക്കെ പറഞ്ഞു പോവുകയാണ്. അടിയായ്മ എന്താണെന്നുള്ളത് സൂക്ഷ്മതലത്തിൽ വിശകലനം ചെയ്യപ്പെട്ടിട്ടില്ല. രണ്ടാമത്തെ ഒരു പ്രധാന പ്രശ്നം
അല്ലെങ്കിൽ ഇപ്പം അങ്ങനെ കുറച്ചെങ്കിലും പരിഗണിക്കാൻ സാധിച്ചത് KN ഗണേശന്റെ കേരളത്തിന് ഇന്നലെകൾ എന്ന് പറഞ്ഞ പുസ്തകത്തിനകത്താണ്. അദ്ദേഹം കുറച്ചൊക്കെ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പം അടിയായ്മ സ്ലേവറി എന്നുള്ളത് ഈക്വൽ ആയിട്ടുള്ള ഒരു ടേമായിട്ടല്ല ഇവർ പറയുന്നത്. അടിയായ്മ എന്ന് പറഞ്ഞ സങ്കല്പം കാർഷിക മേഖലയിലെ സാമൂഹ്യ തൊഴിൽ അനുഭവങ്ങളെ നമുക്ക് ഡിഫൈൻ ചെയ്യുന്നതിന് പര്യാപ്തമാണ് എന്നൊരു കാര്യം മാത്രമാണ് ഇവർ പറയുന്നത്. മറ്റേത് അങ്ങനെയല്ല. മറ്റേ സ്ലേവറിക്കകത്ത് എന്താണ്, കൂലിയേ ഇല്ലാത്തതാണ്. അടിയായ്മയ്ക്കകത്ത് ചെറിയ കൂലി വരുന്നുണ്ട്, ലേബറിന് ഒരു തൊഴിലിന് ഒരു കൂലി കൊടുക്കുന്നുണ്ട്. മറ്റേടത്ത് കൂലി തന്നെ ഒന്നും തന്നെ ഇല്ലാതെ വരുന്നു. അപ്പൊ ഇത് ഇങ്ങനെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ഒരു തൊഴിൽ ചുറ്റുപാടാണ് അടിയായ്മയ്ക്ക് വരുന്നത്. മറ്റിടത്ത് അങ്ങനെയല്ല. സ്ലേവറിക്കകത്താണെങ്കിൽ പ്ലാന്റേഷൻ ആകാം, കൽക്കരി ഖനിയാകാം, എന്ത് സ്ഥലവും ആകാം. ഇവിടെ ഒരു കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു ആ പ്രദേശത്ത് തന്നെ കാർഷിക മേഖലയുടെ സമീപ സ്ഥലങ്ങളിൽ തന്നെ താമസിക്കുന്നവരൊക്കെ ആയിരിക്കും. അപ്പൊ ഈ രീതിക്കൊക്കെയാണ് അതിന്റെ ഒരു വിശകലനം പോകണം. ഇപ്പറ അങ്ങനെയല്ല എന്നുള്ളതാണ് ഒരു പ്രധാന ഡിഫറൻസ് ആയിട്ടൊക്കെ പറഞ്ഞത്. മറ്റു ചോദ്യങ്ങളില്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. വളരെ താങ്ക്സ് പറയുന്നതിന് ലിപ്സാമിഷൻ. നമ്മളൊരു ഏതാണ്ട് 2 മണിക്കൂറായിട്ട് കേരളത്തിലെ അടിമത്തത്തിനെ ഹിസ്റ്റോറിസൈസ് ചെയ്യുന്നതിനുള്ള അല്ലെങ്കിൽ ഹിസ്റ്റോറിസൈസ് ചെയ്തതിനകത്തുള്ള പ്രശ്നങ്ങളെ പറ്റിയും അല്ലെങ്കിൽ അതിൻ്റെ നാളുകളെ പറ്റിയും അല്ല അതിൻ്റെ ചരിത്രപരമായിട്ടുള്ള മെത്തഡോളജിയെ പറ്റിയൊക്കെ അതിൻ്റെ റൂഡിമെന്റ്സിൽ നിന്നുകൊണ്ട് അത്രയധികം ക്ലാരിറ്റിയോടുകൂടി അദ്ദേഹത്തിന് സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചു കൊടുക്കുന്നു. അതുകൊണ്ട് മാത്രമല്ല വിനിൽ പോൾ എന്ന വ്യക്തി വിനിൽ പോളായി ഇരിക്കുന്നതിൻ്റെ പേരിലുള്ള ഒരു നന്ദിയും കൂടെ അറിയിച്ചു കൊടുക്കുക. കാരണം ഈ കേരളത്തിനെ പറ്റി അല്ലെ കേരള മോഡേണിറ്റിയെ പറ്റിയൊക്കെ നമ്മൾ ഇന്ന് പഠിക്കുമ്പോൾ നമുക്കൊരു വലിയൊരു ഉറപ്പെന്ന് പറയുന്നത് അദ്ദേഹത്തെ പോലെയുള്ള ആളുകളുടെ സാൽമോൻ സാറിനെയൊക്കെ പോലെയുള്ള വർക്കുകൾ നമുക്ക് റെഫർ ചെയ്യാനായിട്ടുണ്ട്, ഉദ്ധരിക്കാനായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഭാവിയിൽ ചരിത്രത്തെ ഗവേഷണം നടത്താനായിട്ട് പോകുന്ന ആളുകൾക്ക് കേരള മോഡേണിറ്റിക്കായുള്ള പറ്റാവുന്ന പല അവരകളും അടിപ്പടകളും അന്വേഷിക്കുന്ന ആളുകൾക്ക് ഉറപ്പായിട്ട് ഉപകരിക്കാനായിട്ട് പോകുന്ന ആളുകൾ തന്നെയാണ്. അപ്പം അതിൻ്റെ പേരിലും കൂടെ അദ്ദേഹത്തോട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ വ്യക്തിപരമായിട്ടുള്ള നന്ദി